Hello Mikkel, so welcome to part 2 of electric field and charges. സോ പാർട്ട് വണ്ണിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചാർജിനെ പറ്റി സംസാരിച്ചു. ചാർജിൻ്റെ ഒന്ന് രണ്ട് അല്ലേ കൺസേർവേഷൻ ഓഫ് ചാർജും ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു. നല്ല രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു അല്ലേ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂളൂംസ് ലോ എൻറ്റയർലി നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട പെർമിറ്റിവിറ്റി, ഇക്വിലിബ്രിയം കണ്ടീഷൻ, നല്ല ക്വസ്റ്റ്യൻസ് ജെയ്മെയിൻ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. സോ മക്കൾ ഒരു മിനിറ്റ് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സമയം വേസ്റ്റ് ആക്കുന്നില്ല, നമ്മൾ ഡയറക്റ്റ് ലെക്ചറിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ കാണുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ദയവ് ചെയ്ത് നമ്മളെ അറിയിക്കുക. സോ കൂളൂംസ് ലോ മക്കളെ, എന്താണ് കൂളൂംസ് ലോ? സോ നമ്മളൊക്കെ പറയും അല്ലേ, സാർ F=K⁴ അങ്ങനെയൊക്കെ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ ആദ്യം വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കൂളൂംസ് ലോ എന്നുള്ള സാധനം നമുക്ക് എന്താണ് തരുന്നത്? ഓക്കെ, എന്താണ് നമുക്ക് തരുന്നത്? ഫോഴ്സ് ആണ് അല്ലേ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ എന്ന് പറയുന്ന പരിപാടിയാണ് തരുന്നത് അല്ലേ. പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള എന്ത് ചാർജുകൾ തമ്മിലുള്ള മക്കളെ, പോയിന്റ് ചാർജുകൾ അല്ലേ, ബിറ്റ്വീൻ പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഫോഴ്സ് ഓഫ് റിപ്പൾഷനുമായിട്ടുള്ള സാധനം കണ്ടുപിടിക്കാൻ, ആ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള വഴി അല്ലെങ്കിൽ ലോ ആണ് എന്ത്, കൂളൂംസ് ലോ എന്ന് പറയുന്നത്. ഇനി പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, നമ്മൾ ആ പേര് പരാമർശിക്കുന്ന പോലെ തന്നെ വളരെ ചെറിയ സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്ന ചാർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ വിളിക്കുക. ലെറ്റ്സ് സേ ഇവിടെ ഒരു കൂളുമ്പുണ്ട്, ഇവിടെ ഒരു കൂളുമ്പുണ്ട്, ഇവർ തമ്മിൽ എത്ര ഒരു r ദൂരമുണ്ടെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, F=K⁴ എന്ന ക്വസ്റ്റ്യൻ കൊടുക്കാം. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ഞാൻ എന്ത് ചെയ്യാണ്, വലിയൊരു സ്ഫിയർ എടുത്തു. ഓക്കെ, അവിടെ എൻ്റെ വലിയൊരു സ്ഫിയർ ഉണ്ട്. ആ സ്ഫിയറിൽ ഞാൻ ലെറ്റ്സ് സേ ഒരു 100 കൂളും ചാർജ് ഞാൻ നിറച്ചു. ഓക്കെ, വേറെ വലിയൊരു സ്ഫിയർ എടുത്തു, അതിന് ഞാൻ എന്തെടുത്തു, ഒരു -200 കൂളും ചാർജ് കൊടുത്തു. എന്നിട്ട് ആ രണ്ട് സ്ഫിയറിൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് സങ്കല്പിക്കാം. ഓക്കെ, ഇങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്, ആ രണ്ട് സ്ഫിയർ നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, മക്കളെ ഇവിടെ F=K⁴ എന്ന് പറയുന്നത് നമ്മൾ കൂളൂംസ് ലോ കൊടുത്തൂടെ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അല്ലേ, ക്ലാസ്സിലിരിക്കുന്നൊരു കുട്ടി പറയാണ്, സാറേ ഒരിക്കലും പറ്റില്ല സാറേ. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് മോനെ? അപ്പോൾ അവൻ പറയുന്നു, സാറേ പോയിന്റ് ചാർജുകൾക്കല്ലേ കൂളൂംസ് ലോ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ, ഇത് പോയിന്റ് ചാർജ് അല്ലല്ലോ, വലിയ ചാർജ് അല്ലേ. സോ നമുക്ക് കൂളൂംസ് ലോ ഇവിടെ F=K⁴ കൊടുക്കാൻ പറ്റില്ല എന്ന് ആ കുട്ടി പറയാണ്. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ പറയുകയാണ്, ഓക്കെ നീ പകുതി ശരിയാണ് എന്ന് പറയുകയാണ്. എന്താണ് ആ പകുതി ശരി? അവൻ പറഞ്ഞത് ശരിയാണ്. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല, F=K⁴ കൊടുക്കാൻ പറ്റില്ല. കാരണം അവൻ പറഞ്ഞു തന്നെയാണ്, കാരണം എന്ത് ചാർജ് അല്ല, പോയിന്റ് ചാർജ് അല്ല. പക്ഷെ അവൻ പറഞ്ഞൊരു ടേം ഉണ്ടല്ലോ, ഒരിക്കലും പറ്റില്ല, അത് തെറ്റാണ്. അപ്പോൾ എപ്പോഴാണ് പറ്റുന്നുണ്ടാവുക, ഏതൊരു സ്പെഷ്യൽ കണ്ടീഷനിൽ പറ്റുമെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് ആ കണ്ടീഷൻ? കണ്ടീഷൻ നോക്കിക്കേ അല്ലേ, മറ്റേ അയൺമാനിൽ മറ്റേ റോബർട്ട് ഡൗണി ജൂനിയർ നിൽക്കുന്ന പോലെ അതല്ല പരിപാടി. ഇതെന്താ, രണ്ട് സ്ഫിയർ, ഈ പറയുന്ന രണ്ട് ചാർജ് ഒരുപാട് ജാസ്തി ദൂരം അല്ലേ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കേൾക്കുന്ന ഒരു വ്ളോഗറിൻ്റെ ടെർമിനോളജിയാണ് അല്ലേ, ഇതൊരു ജാസ്തി ദൂരം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, ഇൻസ്റ്റാഗ്രാമിൽ കളിഞ്ഞ് സമയം കളയല്ലേ. ഓക്കെ ഫൈൻ, നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ചാർജ് ഭയങ്കര ദൂരം, ജാസ്തി ദൂരത്തിലാണ്. നിങ്ങളൊന്ന് ആലോചിക്കുകയെ, ഈ ചാർജിന് എന്തോ വലിയ സ്ഫിയർ എന്തോ ആയിക്കോട്ടെ, ഇതിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ആ ചാർജ് നോക്കുമ്പോൾ അതൊരു മുട്ട് പോലെ പോയിന്റ് ചാർജായി. ആ ചാർജിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമ്മൾ ആ വലിയ സ്ഫിയർ എന്തായി, പോയിന്റ് ചാർജായി. സോ നമുക്ക് എന്താണ് പോയിന്റ് ചാർജ് എന്നുള്ള സാധനം ഒരു റിലേറ്റീവ് ടേം ആണ്, അതിൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ മതി, ബസ് ബഹുത് ധാരാളം. ഇനി കൂളൂംസ് ലോ ഓക്കെ നമ്മൾ പോവാണ്, നമ്മൾ എന്തെടുക്കുക, രണ്ട് ചാർജ് എടുക്കുന്നു. ഓക്കെ, Q1 ചാർജ് ഉണ്ട്, ഒരു +Q2 ചാർജ് ഉണ്ട്. അപ്പോൾ ചാർജ് എന്നുള്ള ലെക്ചർ കേട്ട കുട്ടിക്ക് അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലൊക്കെ മര്യാദയ്ക്ക് പഠിച്ച കുട്ടിക്ക് അറിയാം, രണ്ട് ലൈക്ക് ചാർജസ് ആണ്, ജനറലി റിപ്പലിംഗ് ആണ്. ഓക്കെ, റിപ്പലിംഗ് ആണ്. ഇവിടെ നമുക്ക് റിപ്പലിംഗ് പരിപാടിയാണ്. ലെറ്റ്സ് സേ ഇത് തമ്മിൽ ഒരു 6 ദൂരത്തിലാണുള്ളത്. വളരെ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു പോകും, അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് അറിയാതെ പോകുന്നതാണ് പലപ്പോഴും ക്വസ്റ്റ്യനിലോട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു കണക്ഷൻ കിട്ടാത്തത്. നോക്കിക്കേ മക്കളെ, നമുക്കറിയാം ഈ Q1 എന്ന് പറഞ്ഞ ചാർജ് Q2 ചാർജിനെ തള്ളും അല്ലേ, ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ തള്ളും. ഈ Q2 ചാർജ് Q1 ചാർജിനെ തള്ളും, ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ തള്ളും. ഇനി എങ്ങനെയാണ് ഈ തള്ളിച്ച വരുന്നത്, എങ്ങനെയാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഈ Q2 എന്നുള്ള ചാർജ് ഇങ്ങനെയാണോ Q1 തള്ളുക, അല്ലെങ്കിൽ ഇങ്ങനെയാണോ Q1 തള്ളുക അല്ലേ? എങ്ങനെയാണ് തള്ളുക? അങ്ങനെ ഒന്നല്ല തള്ളുക. എങ്ങനെ തള്ളുക? ഇങ്ങനെയാണ് തള്ളുക. ഇങ്ങനെയാണ് തള്ളുക. ഈ Q1 ചാർജ് Q2 ചാർജിന് ഇങ്ങനെയാണ് റിപ്പൾഷൻ ഫോഴ്സ് കൊടുക്കുക. സാർ അതെന്താ പരിപാടി? മക്കളെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കൂളൂംസ് ലോ തരുന്ന ഫോഴ്സ് എന്ത് ഫോഴ്സാണ് മക്കളെ? സെൻട്രൽ ഫോഴ്സാണ്. കുട്ടികൾ പഠിക്കുന്നുണ്ട് സെൻട്രൽ ഫോഴ്സാണ്, പക്ഷേ ആ സെൻട്രൽ ഫോഴ്സിൻ്റെ അർത്ഥം നിന്ന് കുട്ടികൾക്ക് അറിയില്ല. മക്കളെ ഇതാണ് അർത്ഥം. നോക്കി മക്കളെ, ഈ Q2 ചാർജ് Q1 ചാർജ് എന്നുള്ള ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഫോഴ്സ് ആക്ട്സ് അലോങ് ദ ലൈൻ ജോയിനിങ് ദി സെൻറ്റേഴ്സ് ഓഫ് ദീസ് ടു ചാർജസ്. അതാണ് സെൻട്രൽ ഫോഴ്സിൻ്റെ അർത്ഥം.
എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഏതൊരു ഫോഴ്സും ആയിക്കോട്ടെ, കൂളംസ് ലോ പറ്റി നിങ്ങൾ കൊടുക്കുന്ന ഏതൊരു ഫോഴ്സും എങ്ങനെയാണ് ആക്ട് ചെയ്യുള്ളൂ, ആ പോയിന്റ് ചാർജുകൾ കണക്ട് ചെയ്യുന്ന സെൻറ്റേഴ്സിനെ കണക്ട് ചെയ്യുന്ന ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ അലോങ് ആയിട്ട് ആ ഫോഴ്സ് ആക്ട് ചെയ്യുള്ളൂ. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ദിസ് ഫോഴ്സ് ആക്ട്സ് along the line joining the centers of the charges. Perfect, all right അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇനി ജസ്റ്റ് ആ ടെർമിനോളജി ഒന്ന് മനസ്സിലാക്കണേ. ഈ Q1 ചാർജ് Q2 ചാർജിനെ തള്ളുന്ന ആ ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? F21 ഫോഴ്സ് വിളിക്കുക. അത് പല കുട്ടികൾക്കും കൺഫ്യൂഷനാണ്. കൺഫ്യൂഷൻ ആവാനില്ല. ഈ F21 ഫുൾ ഫോം എന്താ? ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്. ആരിലാണോ ആക്ട് ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് നമ്പർ. നമ്മുടെ ഗ്രാവിറ്റേഷൻ പാഠത്തിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആരിലാണോ ആക്ട് ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് നമ്പർ. രണ്ടാമത്തെ നമ്പർ എന്താണ്? ആര് മൂലമാണോ ആ ഫോഴ്സ് അവിടെ ഉണ്ടാകുന്നത്. സോ ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ദി ഫസ്റ്റ് ചാർജ് പരിപാടിയാണ്. പെർഫെക്റ്റ്, ഓൾറൈറ്റ് അല്ലേ? ഇനി Q1 Q2 കൊടുക്കുന്ന ഫോഴ്സിനപ്പോൾ നമ്മൾ എന്താ വിളിക്കലുണ്ടാവുക? F ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ്. പെർഫെക്റ്റ്, ഓൾറൈറ്റ് അല്ലേ? ഇനി നമുക്കറിയാം അല്ലേ, ഈ രണ്ട് ഫോഴ്സും മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആണ്. മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമ്മൾ വെക്ടർ എന്നുള്ള പാഠത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു വെക്ടറിന് രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ അളവ് 5 ന്യൂട്ടൺ എന്നൊക്കെ പറയുന്ന ആ അളവ്. രണ്ടാമത്തെ ഡയറക്ഷൻ, ഏത് ദിശയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്കറിയാം, ആസ് പെർ കൂളംസ് ലോ, ഈ Q2 എന്ന് പറഞ്ഞാൽ Q1 എന്ത് ഫോഴ്സിലാണോ തള്ളുന്നത് അതേ ഫോഴ്സിലാണ് Q1 ചാർജ് Q2 ചാർജ് തള്ളുന്നത്. അത് ആ മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. എന്താണ്? സെയിം ആണ്. അതാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ നോക്കിയാൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. സോ നമ്മൾ വെക്ടറിൻ്റെ ബേസിസ് നമ്മൾ എങ്ങനെ എഴുതുക? F21 ഈസ് ഈക്വൽ ടു മൈനസ് എന്താണ് ഈ പരിപാടി? F12 ഈസ് ഈക്വൽ ടു മൈനസ് F21. മൈനസ് ഉദ്ദേശം എന്താണ്? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. പെർഫെക്റ്റ്, ഓൾറൈറ്റ് അല്ലേ? യാതൊരു റോക്കറ്റ് സയൻസ് പറഞ്ഞിട്ടില്ലല്ലോ മക്കളെ. ഇനി നോക്കിക്കേ. ഈ F നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ചു. ഈ കൂളും എന്ന് പറയുന്ന ലോക പ്രശസ്തനായുള്ള ഫിസിക്സ് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സ് ഉണ്ടല്ലോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? പ്രൊഡക്റ്റ് ഓഫ് ദി ചാർജസ് ആണ്. സമ്മോ ഡിഫറൻസ് ഒന്നുമല്ല, പ്രൊഡക്റ്റ് ഓഫ് ദി ചാർജസ് ആണ്. ഈ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/, ഇവരുടെ ഇടയിലുള്ള ദൂരം സ്ക്വയർ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇങ്ങനത്തെ ലോ, ഓക്കെ, ഇങ്ങനെ F ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² വരുന്ന എല്ലാ ലോവും നമ്മൾ എന്ത് ലോ ഫോളോ ചെയ്യുന്നു എന്നാണ് പറയുക മക്കളെ? ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുക. സോ കൂളംസ് ലോ എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോളോ ചെയ്യുന്നുണ്ട്. ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്താ പറയുന്നത്? ആ ഫോഴ്സ് ഷുഡ് ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ദൂരം. പെർഫെക്റ്റ്, ഓൾറൈറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കണേ. ഇനി ഈ പ്രൊപ്പോർഷനാലിറ്റി നമ്മൾ ഈ ക്ലബ് ചെയ്തു. ഈ പ്രൊപ്പോർഷനാലിറ്റി അപ്പോൾ നമ്മൾ ഏതാണ് നോക്കിക്കേ? F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അപ്പം Q1 Q2 ഡിവൈഡഡ് ബൈ R² ആണ്. ക്ലബ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കറിയാലോ, ഈ പ്രൊപ്പോർഷനാലിറ്റി ഈ സൈന് മാറ്റി എന്ത് ഇറക്കണം? ഒരു കോൺസ്റ്റന്റ് ഇറക്കണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ഇക്വേഷനോട്ട് എത്തുന്നത് മക്കളെ? നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള F ഈസ് ഈക്വൽ ടു K(Q1 Q2) ഡിവൈഡ് ബൈ R² എന്ന് പറയുന്ന കൂളംസ് ലോ തരുന്ന ഫോഴ്സിലോട്ട് പോകുന്നത്. പെർഫെക്റ്റ്, ഓൾറൈറ്റ്. വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾക്കറിയാം. ഇനി മക്കളെ, ഈ കെയാണ് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് വിളിക്കുക. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കണേ. ഇതാ ഒരു MCQ ആണ്. ഈ K എന്ന് പറയുന്ന സാധനം ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ് എന്ന് ഞാൻ പറയാണ്. എന്താ പറഞ്ഞേ? ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. മക്കളെ, യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് അർത്ഥം എന്താ? യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് അർത്ഥം എന്താ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഗ്രാവിറ്റേഷൻ എന്നുള്ള പാഠം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? ചില കുട്ടികൾ നേരെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായി, സാറേ എന്തെടുക്കും? +1 ചാപ്റ്റേഴ്സ് എടുക്കും. നമ്മൾ എടുക്കും. നിങ്ങളെ ആവശ്യാനുസരിച്ച് നിങ്ങൾ പറയുന്ന ചാപ്റ്റേഴ്സ്, അതായത് കറണ്ട് ഇലക്ട്രിസിറ്റിയോ റേ ഓപ്റ്റിക്സോ ലോസ് ഓഫ് മോഷൻ എന്തോ ആയിക്കോട്ടെ, നമ്മൾ എടുത്തു തരും. ഓക്കെ, ഞാൻ ജസ്റ്റ് ചെറിയൊരു സാധനം പറയുകയാണ്. നമ്മൾ ദിവസം 2, 3 പാട്ടൊക്കെ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. യാതൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളൊരു ഫീഡ്ബാക്ക്, നിങ്ങൾ എത്രത്തോളം, നിങ്ങളുടെ ഡ്രൈവ് എത്രത്തോളം ഉണ്ട് എന്നനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് മെല്ലെ പേസ് കൂട്ടാം. ഓക്കെ, ഫൈൻ. യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു ഉദാഹരണം അല്ലേ? ഗ്രാവിറ്റേഷണൽ പാഠം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ലെറ്റർ G പഠിക്കുന്നുണ്ട്. അത് ലോകത്തെല്ലോടത്തും എന്തൊരു സിനാരിയോ വന്നാലും, ഭൂമി തല കുത്തനെ മറിഞ്ഞാലും, എന്തൊക്കെ ഹീറ്റ് വന്നാലും പ്രഷർ വന്നാലും എന്തൊക്കെ വന്നാലും ആ ജിയുടെ വാല്യൂ എന്ത് ചെയ്യില്ല? മാറില്ല. സോ അങ്ങനത്തെ കോൺസ്റ്റൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ്. എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആണ്, വാല്യൂ മാറില്ല. അപ്പോൾ ഞാൻ പറയണേ, ഈ K ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ശരിയാണോ? എല്ലാ മക്കളെ, തെറ്റാണ്. കാരണം Kയുടെ വാല്യൂ എന്തല്ല? ഫിക്സഡ് അല്ല. അത് എന്തിനനുസരിച്ച് മാറും മക്കളെ? മീഡിയം അനുസരിച്ച് മാറും. സോ K മീഡിയം അനുസരിച്ച് മാറുന്ന ഒരു സാധനമാണ് നമുക്കറിയാം.
ഒക്കെ നിങ്ങൾ അറിയുന്ന മക്കളുണ്ട്, മീഡിയം അനുസരിച്ച് മാറും, കെയുടെ വാല്യൂ മാറും. അപ്പോൾ നോക്കി നമ്മളിപ്പോൾ നേരത്തെ എടുത്ത സിനാരിയോ Q1 Q2 എന്ന് പറഞ്ഞ സിനാരിയോ ഇവരിടയിൽ ഒരു 6 ദൂരം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ മാത്രം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല മക്കളെ? ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് എന്തുകൂടി അറിയണം? മീഡിയം കൂടി അറിയണം. സപ്പോസ് ഇവരിടയിൽ വാക്യൂം ആണെങ്കിൽ, ഓക്കെ, വാക്യൂം, എയർ ഒന്നുമില്ല, ഫ്രീ സ്പേസ് ആണ്, ഓക്കെ, വാക്യൂം, ഓക്കെ, എയർ കണ്ടീഷൻ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം, ഓക്കെ, വാക്യൂം ആണ് അഥവാ ഫ്രീ സ്പേസ് ആണ്, ഫ്രീ സ്പേസ് കാലി സ്പേസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എയറിനെ വാക്യൂമായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം, ഓക്കെ, വാക്യൂം ഫ്രീ സ്പേസ് എയർ ആണെങ്കിൽ നമ്മൾ എഴുതുന്ന ഇക്വേഷനാണ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ F = KQ1 Q2 / R². നമുക്ക് എങ്ങനെ എഴുതാമെന്ന് അറിയോ? F = 1/4πε0 Q1 Q2 / R². ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നടാ K എന്ന് പറഞ്ഞ പരിപാടി. എവിടെ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്യൂത്തിലാവുമ്പോൾ. അപ്പോൾ നോക്കിക്കേ, ഈ കെയുടെ വാല്യൂ ഇൻ ഫ്രീ സ്പേസ് എന്താണ് മക്കളെ? 1/4πε0. എന്താ? ഇത് പല കുട്ടികൾക്കും അതിൻ്റെ സ്പെല്ലിംഗ് അറിയില്ല. എപ്സിലോൺ 0, എപ്സിലോൺ നോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചിലർ വിളിക്കും. എന്തായാലും 1/4πε0. ഈ എപ്സിലോൺ 0നെ നമ്മൾ സ്റ്റൈലാക്കി വിളിക്കുന്ന പേരാണ് എന്താണ്? വെറും എപ്സിലോണിനെ നമ്മൾ സ്റ്റൈലാക്കി വിളിക്കുന്ന പേരാണ് എന്താ? പെർമിറ്റിവിറ്റി. ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് സംസാരിക്കാണ്ട്, നമ്മളിപ്പോൾ സംസാരിക്കും, ഓക്കെ. പെർമിറ്റിവിറ്റി. എപ്സിലോൺ 0നെ നമ്മൾ സ്റ്റൈലാക്കി വിളിക്കുന്ന പേരാണ് എന്താ? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അഥവാ നേരത്തെ പറഞ്ഞ എല്ലാ ടേമും എന്താണ്? വാക്യൂം അല്ലെങ്കിൽ എയർ, ഓക്കെ. അപ്പോൾ ഈ എപ്സിലോൺ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താണ്? പെർമിറ്റിവിറ്റിയാണ്. എന്താണ് പെർമിറ്റിവിറ്റി? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും, ഓക്കെ. പെർമിറ്റിവിറ്റി, എപ്സിലോൺ 0ൻ്റെ ഫുൾ പേര് എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അഥവാ വാക്യൂം അഥവാ എയർ, എന്ത് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, ഓക്കെ അല്ലേ. ഇനി ഇതിൻ്റെ വാല്യൂ, ഈ എപ്സിലോണിൻ്റെ വാല്യൂ, എപ്സിലോൺ 0യുടെ വാല്യൂ ആണ്. എപ്സിലോണിൻ്റെ വാല്യൂ അല്ല, എപ്സിലോണിൻ്റെ വാല്യൂ ഓരോ മീഡിയത്തിനനുസരിച്ച് മാറും. എപ്സിലോൺ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിൻ്റെ വാല്യൂ എത്ര മക്കളെ? 8.85 × 10⁻12 എന്നുള്ളതാണ്, ഓക്കെ. ഈ സാധനം ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ 4πക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കെയുടെ വാല്യൂ എന്താണെന്ന് അറിയോ? ഫ്രീ സ്പേസിൽ കെയുടെ വാല്യൂ എന്താണെന്ന് അറിയോ? 9 × 10⁻9 എന്ന് പറയുന്നതാണ്. പഠിക്കണം, വെരി ഇമ്പോർട്ടൻ്റ്. എല്ലാ വാല്യൂസും പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ഓക്കെ. ഇനി നോക്കി മക്കളെ, ഈ കെയുടെ യൂണിറ്റ് എന്തായിരിക്കും? നോക്കി, കെയുടെ യൂണിറ്റ് എന്തായിരിക്കും? ഇതിൽ നിന്ന് പറഞ്ഞേ, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടനാണ്, ഓക്കെ, ന്യൂട്ടനാണ്. R² എന്ന് പറഞ്ഞാൽ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ സ്ക്വയർ. അപ്പോൾ മീറ്റർ സ്ക്വയർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇവിടെ കൂളും സ്ക്വയർ അടിയിലോട്ട് വരും. അപ്പോൾ യൂണിറ്റ് എന്താ വരിക? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളും സ്ക്വയർ. പെർഫെക്റ്റ്, ഓൾ റൈറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എപ്സിലോണിൻ്റെ യൂണിറ്റ് എന്താ വരിക? എപ്സിലോൺ ഇങ്ങോട്ട് പോയി കെ ഇങ്ങോട്ട് വന്നു. അപ്പം എന്താണോ കെയുടെ യൂണിറ്റ് അതിൻ്റെ നേരെ ഉൾട്ടായിരിക്കും എപ്സിലോണിൻ്റെ യൂണിറ്റ്. ഇതിൻ്റെ നേരെ ഉൾട്ട് എങ്ങനെ വരിക? കൂളും സ്ക്വയർ ഡിവൈഡ് ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. പെർഫെക്റ്റ്, ഓൾ റൈറ്റ് അല്ലേ? റോക്കറ്റ് സയൻസ് ഒന്നും ചെയ്തില്ലല്ലോ. ഇവൻ ഇങ്ങോട്ട് പോയി ഇവൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് കെയുടെ യൂണിറ്റ് എന്താണോ അതിൻ്റെ നേരെ ഉൾട്ട പരിപാടി ആയിരിക്കും എന്തുണ്ടാവുക? എപ്സിലോൺ ഉണ്ടാവുക. പെർഫെക്റ്റ്, ഓൾ റൈറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇവിടെ എയർ അല്ല, ഈ Q1 Q2 എന്ന് പറയുന്ന ചാർജിനെ, ഓക്കെ, Q1 Q2 എന്ന് പറയുന്ന ചാർജിനെ, Q1 Q2 എന്ന് പറയുന്ന രണ്ട് പോസിറ്റീവ് ചാർജിനെ ഞാൻ ഒരു മീഡിയത്തിൽ കൊണ്ടുപോയിട്ടായിട്ടുള്ള മീഡിയം ഏതൊരു വെള്ളത്തിൽ കൊണ്ടുപോയിട്ടു. ഇവരുടെ അതേ 6 ദൂരമാണ്, സെയിം 6 ദൂരം, സെയിം സെറ്റപ്പിന് ഇങ്ങനത്തെ രണ്ട് ചാർജ് ഞാൻ എയറിൽ വെച്ചു. ഇക്വേഷൻ എഴുതി 1/4πε0 Q1 Q2 / R² എന്ന് പറഞ്ഞാൽ എഴുതി. അതേ സാധനത്തിന് ഞാൻ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി, ഇങ്ങനെ വെച്ചു, അതേ 6ൽ വെച്ചു. അപ്പോൾ ഞാൻ ഇക്വേഷൻ എങ്ങനെ എഴുതാം? വീണ്ടും എനിക്കറിയാം ഇക്വേഷൻ, കൂളുംസ് തരുന്ന ഇക്വേഷൻ F = KQ1 Q2 / R² എന്നുള്ളതാണ്. ഈ കെയുടെ ഫുൾ ഫോം ഞാൻ എങ്ങനെ വേണം എഴുതാൻ? 1/4πε0 എന്ന് പറഞ്ഞ് വിളിക്കരുത്, അത് ഫ്രീ സ്പേസിലാണ് വിളിക്കുക. അവിടെ എന്താ വിളിക്കുക? എപ്സിലോൺ ഇൻ എനി മീഡിയം എപ്സിലോൺ. EMൻ്റെ ഫുൾ ഫോം എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് മീഡിയം. പെർഫെക്റ്റ്, ഓൾ റൈറ്റ് അല്ലേ? ഈ ബാക്കി ഇക്വേഷൻ അതേപോലെ എഴുതാം, Q1 Q2 / R². പെർഫെക്റ്റ്, ഓൾ റൈറ്റ് അല്ലേ? ഓക്കെ. ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ എപ്സിലോൺ ഇൻ വാട്ടർ, ഇപ്പോൾ ഓയിൽ ആണെങ്കിൽ എപ്സിലോൺ ഇൻ ഓയിൽ, ഇപ്പോൾ കെറോസിൻ ആണെങ്കിൽ എപ്സിലോൺ ഇൻ കെറോസിൻ എന്നൊക്കെ പറയുന്ന പരിപാടിയാണ്. ഇതുവരെ പെർഫെക്റ്റ്, ഓൾ റൈറ്റ് അല്ലേ? യാതൊരു ഇതും പറഞ്ഞിട്ടില്ലല്ലോ, എന്തോ റോക്കറ്റ് സയൻസും പറഞ്ഞിട്ടില്ലല്ലോ. മക്കളെ ഇനി ചെറിയൊരു കാര്യം പറയാൻ വിട്ട് പോയി. നമ്മൾ ഈ കൂളുംസ് ലോ ഉണ്ടല്ലോ, ഇത് എന്ത് ഫോഴ്സാണ് മക്കളെ? എന്ത് ഫോഴ്സാണ്? കൺസർവേറ്റീവ് ഫോഴ്സാണ്. എന്താ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നൊക്കെ എന്താ ഓർമ്മ ഉണ്ടോ മക്കൾ? ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ വെച്ച് വളരെ ബേസിക് ആയിട്ടുള്ള 1 ലൈൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഓക്കെ. 1 ലൈൻ ഞാൻ എന്തെന്ന് പറഞ്ഞത് നോക്കിക്കേ. ഇപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ അർത്ഥം എന്താ? എപ്പോഴാണ് നമ്മളൊരു ഫോഴ്സിനെ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞ് വിളിക്കുക? നമ്മൾ ഏത് പാഠത്തിലാണ് പഠിച്ചത്? വർക്ക് എനർജി പവർ എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഫോഴ്സിനെ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞ് വിളിക്കണമെങ്കിൽ നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് ഫോഴ്സിനെ കൺസർവേറ്റീവ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്? വർക്കിൻ്റെ ബേസിസിലാണ് അല്ലേ? ഈ കൺസർവേറ്റീവ് ഫോഴ്സ്, ഒരു ഫോഴ്സിനെ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്താണ്? ആ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത്. നമ്പർ 1 പോയിന്റ്.
രണ്ടാമത്തെ പോയിന്റ് എന്താണ്, റൗണ്ട് ട്രിപ്പിന് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കണം, 0 ആയിരിക്കണം. മക്കളത് വർക്ക് എനർജി പവറിൻ്റെ റിവിഷനാണ്, ജസ്റ്റ് എന്ന് പറയുകയാണ്. ഒരു ഫോഴ്സിനെ നമ്മൾ കൺസർവേറ്റീവ് ആണ് എന്ന് പറഞ്ഞ് വിളിക്കണമെങ്കിൽ അവൻ ചെയ്യുന്ന വർക്ക്, ആ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, റൗണ്ട് ട്രിപ്പ് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നോക്കിക്കേ, ഒരു ബോഡി ഞാൻ എൻ്റെ കൈമിൽ വെച്ചിട്ടുണ്ട്, എൻ്റെ കൈമിൽ നോക്കി കാണുന്ന ബോഡിനെ കാണുന്നുണ്ടോ, കാണുന്നില്ലേ, ഇതാ ഇപ്പോൾ കാണുന്നുണ്ടോ, ഓക്കെ. ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങോട്ടാ, അടിയിലോട്ടാണ് mg. നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താണ്, ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ ആ കൺസർവേറ്റീവ് ഫോഴ്സാണ് 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. ആ 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ നമുക്ക് നോക്കിയാലോ, നോക്കിക്കോ. അപ്പോൾ അടിയിലോട്ട് നോക്കിക്കേ, mg എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. മക്കളെ ഞാൻ ഇങ്ങനെ ചില പാഠങ്ങൾ പറയുമ്പോൾ മറ്റുള്ള പാഠങ്ങളൊക്കെ കണക്റ്റായി പോകുന്നുണ്ട്, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതും പറഞ്ഞ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫിസിക്സ് ഒറ്റ സബ്ജക്റ്റാണ്, മൊത്തത്തിൽ വേണം പഠിക്കാൻ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ കണക്ഷൻസ് ഒക്കെ തരുന്നത്. നോക്കിക്കേ, അപ്പോൾ അടിയിലോട്ട് എന്താ mg എന്നുള്ള ഫോഴ്സ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ഷൂ എന്ന് പറഞ്ഞാൽ മേലോട്ട് പൊന്തിച്ചു, ഞാൻ പൊന്തിച്ചേ, മേലോട്ട് പൊന്തിച്ചു. അപ്പോൾ ഇതിന് ഇനീഷ്യൽ പോയിന്റ് ഇത്, ഫൈനൽ പോയിന്റ് ഇത്, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ഫ്രം വാട്ട്, ഇനീഷ്യൽ ടു ഫൈനൽ പോയിന്റ്. അതുപോലെ മക്കൾക്കും അറിയില്ല ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്, വെക്ടറിൻ്റെ ഡയറക്ഷൻ ഉണ്ട്. സോ ജനറലി ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ എന്താണ്, ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലോട്ടാണ് ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ അല്ലേ. അപ്പോൾ നോക്കിക്കേ, mg മുകളിലല്ല, സോറി, h മുകളിലോട്ട്, നമ്മൾ mg എന്ന് പറയുന്ന ഫോഴ്സ് എങ്ങോട്ട്, അടിയിലോട്ട്, mg അടിയിലോട്ട്, h മുകളിലോട്ട്. സോ mg എന്ന് പറയുന്ന ഫോഴ്സ് ചെയ്ത വർക്ക് എത്രയായിരിക്കും, mg ഡോട്ട് h കോസ് എത്രയാ, 180 ഡിഗ്രി. സോ മൈനസ് mgh വർക്കാണ് ആര് ചെയ്യുക, നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈ ഒരു മൂവ്മെൻറ്റിൽ ചെയ്യുക. പെർഫെക്റ്റ് റൈറ്റ് അല്ലേ. ഇനി അതേ പോയിന്റിൽ, ഓക്കെ, എ പോയിന്റിൽ നിന്ന് ബി പോയിന്റിലോട്ട് എത്തിയേ, ഓക്കെ. ഇനി നോക്കിക്കേ, ഇതേ ബോഡിനെ എ പോയിന്റിൽ നിന്ന് ബി പോയിന്റ് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോയി അവസാനം ബിയിലോട്ട് എത്തിക്കുക, ഇങ്ങനെ എത്തിച്ചു. ഇനി mg ചെയ്ത വർക്കൊന്ന് പറഞ്ഞേ. അപ്പോഴും നമ്മൾ എഴുതുന്ന ഇക്വേഷൻ മക്കളെ mg അടിയിലോട്ടാണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, mf ഡോട്ട് എസ് ആണ് വർക്കിൻ്റെ ഇക്വേഷൻ. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് അല്ലാണ്ട് ഡിസ്റ്റൻസ് അല്ല. ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ പോയാലും ഇനീഷ്യൽ പോയിന്റ് ഇത്, ഫൈനൽ പോയിന്റ് ഇത്, ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടാണ് മുകളിലോട്ട് തന്നെ അല്ലേ. അപ്പോൾ നേരത്തെ സെയിം ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലോട്ട് തന്നെ, mg അടിയിലോട്ട് വർക്ക് ഡൺ എന്ത് തന്നെ, മൈനസ് mgh ആയി. അപ്പോൾ അന്ന് പോയിന്റ് മനസ്സിലാകുന്നുണ്ടോ. അപ്പോൾ ആ ഫോഴ്സ് ചെയ്ത വർക്ക് എന്താ മക്കളെ, ഇൻഡിപെൻഡൻ്റ് ഓഫ് ദി പാത്താണ്. നമ്പർ 1 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ, പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ. ഇല്ലെങ്കിൽ ഒന്ന് രണ്ടാമത് മൂന്നാമതൊക്കെ റിവൈസ് വെച്ചിട്ട് കേൾക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഒരു ഫോഴ്സിനെ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ വിളിക്കണമെങ്കിൽ 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ആണ്. ഒന്നാമത്തെ ക്രൈറ്റീരിയ ഒക്കെ ടിക്ക്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണ്, റൗണ്ട് ട്രിപ്പ് ചെയ്യുന്ന വർക്ക് 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് വേറെ ഏതോ പോയിന്റിലോട്ട് പോയി തിരിച്ച് ഇനീഷ്യൽ അതേ പോയിന്റിലോട്ട് എത്തണം. അതിനാണ് റൗണ്ട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വിളിക്കുക. ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് സെയിം ആയിട്ടുള്ള മോഷനെ നമ്മൾ എന്ത് വിളിക്കുക, റൗണ്ട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വിളിക്കുക. സോ നമുക്ക് ഇതേ മോഷൻ എടുക്കാം, ഞാൻ എ പോയിന്റിൽ നിന്ന് ബി പോയിന്റിലോട്ട് എന്ത് ചെയ്തു, പൊന്തിച്ചു. അപ്പോൾ ഭൂമി ചെയ്ത വർക്കാണ് പറയുന്നത്. mg അടിയിലോട്ടാണ്, ഇനീഷ്യൽ പോയിന്റ് ഇതാണ്, ഫൈനൽ പോയിന്റ് ഇതാണ്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടാണ്, രണ്ടാമത് നമ്മൾ 180 ഡിഗ്രിയാണ്, മൈനസ് mgh ആണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്ത വർക്ക്. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ. ഇനി ആ ബി പോയിന്റിൽ നിന്ന് തിരിച്ച് അതേ എ പോയിന്റിലോട്ട് ഞാൻ കൊണ്ടുവരിക. ഓക്കെ, ഫസ്റ്റ് ചെയ്ത വർക്ക് എന്തായിരുന്നടാ, മൈനസ് mgh അല്ലേ. എയിൽ നിന്ന് ബിയിലോട്ട് മൈനസ് mgh വർക്കാണ് ചെയ്തത്, എയിൽ നിന്ന് ബിയിലോട്ട് മൈനസ് mgh വർക്കാണ് ചെയ്തത്. ഇനി ബിയിൽ നിന്ന് തിരിച്ച് അതേ എയിലോട്ട് വരിക, റൗണ്ട് ട്രിപ്പ്. ഓക്കെ, ബിയിൽ നിന്ന് അതേ എയിലോട്ട് വരുമ്പോൾ വർക്ക് എങ്ങനെയാണ് മക്കളെ, mg അടിയിലോട്ട്, ഇനീഷ്യൽ പോയിന്റ് ഇത്, ഫൈനൽ പോയിന്റ് ഇത്, ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ട് അടിയിലോട്ട്. സോ ഹെച്ചും അടിയിലോട്ട്, mg അടിയിലോട്ട്. രണ്ടാമത്തെ നമ്മുടെ ഡിഗ്രി എത്രയാണ്, 0 ഡിഗ്രി. അപ്പോൾ വർക്ക് ഡൺ എത്രയാണ് മക്കളെ വരിക, mgh ആണ് വരിക. അപ്പോൾ റൗണ്ട് ട്രിപ്പിൽ ചെയ്ത മൊത്തത്തിൽ വർക്ക് നോക്കിക്കേ, മൈനസ് mgh പ്ലസ് mgh ഈക്വൽ ടു എന്തായി, 0 ആയി. 2 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ. അപ്പോൾ അതേപോലത്തെ ഒരു ഫോഴ്സുമാണ് എന്ത് ഫോഴ്സ് മക്കളെ, നമ്മുടെ കൂളൂംസിലോ തരുന്ന ഫോഴ്സും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ എന്ത് ഫോഴ്സ് തന്നെയാണ്, കൺസർവേറ്റീവ് ഫോഴ്സാണ്. ഇതേമാതിരി വർക്ക് ഡൺ, ഇത് 2 ക്രൈറ്റീരിയം ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഒക്കെ നമ്മൾ കുറച്ചൊന്ന് മൂവ് ചെയ്തതിനു ശേഷം ആ വർക്കിലോട്ടൊക്കെ നമുക്ക് പോവാം. ഓക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞു വന്നത്. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ. ഇതിനൊക്കെ വലിയ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ അല്ലേ. സോ ഇതുവരെ പെർഫെക്റ്റ് ഓൾറൈറ്റില്ല മക്കളെ, യാതൊരു ബുദ്ധിമുട്ടില്ല. ഇനി നമുക്ക് പെർമിറ്റിവിറ്റിയെ പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ മക്കളെ. പെർമിറ്റിവിറ്റി, അപ്പോൾ നമ്മൾ നല്ലൊരു ആലോചിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ കുട്ടി നല്ലോണം ആലോചിക്കുകയാണ്. F is equal to 1/4πε0, എപ്സിലോൺ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഫ്രീ സ്പേസ് എന്ന് കരുതാം. ε0 Q1 Q2 /r² എന്ന കുട്ടി ഇക്വേഷൻ പഠിച്ചു. അപ്പോൾ കുട്ടീനെ ഭയങ്കര ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു സംഭവമാണ്. നമുക്കതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോ, പല കുട്ടികൾ ആലോചിക്കാറില്ല, പക്ഷെ ആലോചിക്കുന്ന കുട്ടി ആലോചിക്കുകയാണ്. എന്താണ് സാറേ ഈ എപ്സിലോൺ, ഈ പറയുന്ന ഈ സാധനത്തിൻ്റെ പേരെന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി എന്നല്ലേ സാറേ? ആണല്ലോ കുട്ട, പെർമിറ്റിവിറ്റി. അപ്പോൾ പെർമിറ്റിവിറ്റിയുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് അർത്ഥം എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി അല്ലേ, പെർമിറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ സാറേ? ആണല്ലോ കുട്ട. അപ്പോൾ അങ്ങനെയാണ് സാറേ നോക്കിക്കേ, എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈ എപ്സിലോൺ എന്ന് പറഞ്ഞ പരിപാടിയല്ലേ? ആണല്ലോടാ. അപ്പോൾ അതൊരു വിരോധാഭാസമായില്ലേ എന്ന് കുട്ടി ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ കുട്ടി ഉദ്ദേശിക്കുന്നത് എന്താണ്, പെർമിറ്റിവിറ്റി
അല്ലേ? പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നല്ലോണം പെർമിറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ നല്ലോണം പെർമിറ്റ് ചെയ്യുക, നല്ലോണം എപ്സിലോൺ ഉണ്ട്, നല്ലോണം പെർമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാറേ നല്ലോണം ഫോഴ്സ് അല്ലേ ഉണ്ടാവേണ്ടത്? ഇതെങ്ങനെ സാറേ ഇൻവേഴ്സ് പ്രൊപ്പോർഷനാലിറ്റി വരുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് സാറേ ഇതിനെ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞ് വിളിക്കുന്നത് എന്നൊരു കുട്ടി ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ ഡൗട്ട് വന്നില്ലേ അല്ലേ? വീണ്ടും ഒരു 0.5x വീണ്ടും ആ ക്വസ്റ്റ്യൻ വീണ്ടും പറയാണ്. എപ്സിലോണിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് പദം എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, പെർമിറ്റിവിറ്റി ഓഫ് ഓയിൽ, എന്തോ പെർമിറ്റിവിറ്റിയാണ്. പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ നല്ലോണം പെർമിറ്റ് ചെയ്യുക. അപ്പോൾ നല്ലോണം എപ്സിലോണിൽ നല്ലോണം പെർമിറ്റ് ചെയ്താൽ നല്ലോണം ഫോഴ്സ് അല്ലേ വരേണ്ടത്? പക്ഷേ ഇത് ഇൻവേഴ്സ് പ്രൊപ്പോർഷനാലിറ്റി ഇല്ലേ, നല്ലോണം പെർമിറ്റ് ഉണ്ടെങ്കിൽ ഫോഴ്സ് കുറയുകയാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ എന്താണ് പെർമിറ്റിവിറ്റിയുടെ അർത്ഥം? മക്കളെ പെർമിറ്റിവിറ്റിയുടെ അർത്ഥം നോക്കിക്കേ. പെർമിറ്റിവിറ്റി ഈസ് ദി എബിലിറ്റി ഓഫ് ദി മീഡിയത്തിൻ്റെ ഒരു കഴിവാണ്. എന്തിനുള്ള കഴിവാ? ടു ഡിഗ്രീസ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ചാർജസ്. കണ്ട ഇവനൊരു വില്ലനാ അല്ലേ? പെർമിറ്റിവിറ്റി നമ്മൾ ചോദിക്കും, ഓ നല്ലൊരു മനുഷ്യൻ അല്ല, ഇവന് ക്ലൈമാക്സിൻ്റെ ഒരു ട്വിസ്റ്റ് സീൻ ഉണ്ട്. അതാണ് ട്വിസ്റ്റ് സീൻ. എന്താണ് ട്വിസ്റ്റ് സീൻ? എന്താണ് അവൻ്റെ പെർമിറ്റിവിറ്റി, അവൻ്റെ എബിലിറ്റി എന്താണ്? ഡിഗ്രീസ് ദി ഇൻട്രാക്ഷൻ. അപ്പോൾ നല്ലോണം പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലവണ്ണം അവൻ എന്ത് ചെയ്യും? ഡിഗ്രീസ് ദി ഇൻട്രാക്ഷൻ. അതാണ് പെർമിറ്റിവിറ്റി. അപ്പോൾ പെർമിറ്റിവിറ്റി എബിലിറ്റി. ഇപ്പോൾ ഓയിലുണ്ട്, ഓക്കെ, ഓയിൽ നല്ല പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അവൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാത്ത ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ കുറയ്ക്കും. അപ്പോൾ അത് മനസ്സിലായോ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഞാൻ നേരത്തെ ഏതൊരു മീഡിയം ആണെങ്കിൽ ഞാൻ എഫ് ഇൻ ഇക്വേഷൻ ഇത് എഫ് ഇൻ എയർ ആണ് എഫ് നോട്ട് എഴുതിയിട്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എഫ് ഇൻ മീഡിയം ഇതേ സെറ്റപ്പിനെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്ലസ് Q1 അതേ പ്ലസ് Q2 ചാർജിനെ ഒരു R ദൂരം അകലെ എയറിൽ വെക്കുമ്പോഴാണ് ഞാൻ ഈ ഇക്വേഷൻ എഴുതുക. ഒരു മീഡിയത്തിൽ വെക്കുമ്പോൾ ഇക്വേഷൻ ഞാൻ എങ്ങനെ എഴുതുക? നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു 1/4π എപ്സിലോൺ m Q1 Q2 ഡിവൈഡഡ് ബൈ R² എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ അല്ലേ? പെർഫെക്റ്റ്. ഇതുവരെ ഓക്കെ അല്ലേ മക്കളെ? ഇനി നോക്കിക്കേ മക്കളെ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി മക്കളെ, റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വേറെ എന്തിനും ആസ്പദമാക്കിയിട്ട്. സോ ഒരു മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം വിത്ത് റെസ്പെക്ട് ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലേ? നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി ഒക്കെ ഫ്ലൂയിഡിൽ പഠിച്ചു. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് എനി മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാട്ടർ അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ അതിനെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞ് വിളിക്കാം. അതേപോലെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫ്രീ സ്പേസ്. ഓക്കെ, ആ റേഷ്യോ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ആണെന്ത്? എപ്സിലോൺ ആർ, അതാ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. പെർഫെക്റ്റ് ആയിട്ടില്ല, റോക്കറ്റ് സയൻസും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നോക്കിക്കേ, ഈ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയത്തിന് എങ്ങനെ എഴുതാം? എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം എന്ന് പറഞ്ഞ് എഴുതാമല്ലോ. നമ്മളൊന്ന് ശ്രദ്ധിക്കണേ, ഈ പെർമിറ്റിവിറ്റി ഓഫ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നുള്ള ടേം ഓരോ മീഡിയത്തിനും മാറും. കാരണം നോക്കിക്കേ, ഇത് കോൺസ്റ്റൻ്റ് ആണ് എല്ലാത്തിനും. 8.85 × 10⁻12 പരിപാടിയാണ്. പക്ഷേ ഇത് ഓരോ മീഡിയത്തിനും മാറും. ഓയിലിന് വേറെ ആയിരിക്കും, വാട്ടറിന് വേറെ ആയിരിക്കും, ഗ്ലാസ്സിന് വേറെ ആയിരിക്കും, ഓരോന്നിനും ഓരോന്നായിരിക്കും. അതനുസരിച്ച് റിലേറ്റീവ് പെർമിറ്റിവിറ്റി മാറും. അപ്പോൾ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ നോക്കി റിലേറ്റീവ് പെർമിറ്റിവിറ്റി രണ്ടും ഒരേപോലെ ഉണ്ടല്ലേ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇൻറ്റു ഫ്രീ സ്പേസ്, ആ മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇൻറ്റു പെർമിറ്റീവ് ഫ്രീ സ്പേസ് നമുക്ക് എന്ത് തരും? ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി തരും. പെർഫെക്റ്റ്. റോക്കറ്റ് സയൻസ് ആയില്ലല്ലോ. അപ്പോൾ നോക്കിക്കേ, ഈ ഇക്വേഷൻ ഞാൻ ഇവിടെ കൊടുക്കുക, നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കുക. അപ്പോൾ എഫ് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഇൻ എനി മീഡിയം ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ഓഫ് ദാറ്റ് മീഡിയം ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ R². ഇതിനെന്ത് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. മക്കളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഇത്രയും പറയുന്ന സാധനം എന്താ? 1/4π എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡ് ബൈ R². അതെന്ന് പറഞ്ഞാൽ എന്താ? എഫ് നോട്ട് അല്ലേ? അപ്പോൾ നോക്കിക്കേ മക്കളെ, അതിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ റിലേഷൻ എഴുതിക്കൂടെ? എന്താ റിലേഷൻ? ഫോഴ്സ് ഇൻ എനി മീഡിയം ഈസ് ഈക്വൽ ടു അല്ലേ? ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി ചാർജസ് ഇൻ എനി മീഡിയം ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദാറ്റ് ചാർജസ് ഇൻ ഫ്രീ സ്പേസ് ഡിവൈഡ് ബൈ എന്താടാ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ? വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ ചോദിക്കും. രണ്ട് ചാർജിന് നിങ്ങൾക്ക് തരികയാണ്. ഈ രണ്ട് ചാർജ് നമ്മൾ 12 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട് എയറിൽ നിന്ന് സങ്കല്പിക്കുക. ക്വസ്റ്റ്യൻ എന്താ പറയുക? എന്തോ ചാർജ് Q1 Q2 എന്തൊക്കെയോ വാല്യൂ എന്തൊക്കെയോ R. ക്വസ്റ്റ്യൻ തരികയാണ്. ക്വസ്റ്റ്യൻ എന്താ തരുന്നത്? ക്വസ്റ്റ്യൻ തരികയാണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു 12 ന്യൂട്ടൺ ആണ് കേട്ടോ എയറിൽ. അതുപോലെ നിങ്ങൾ എന്തോ ഒരു ലിക്വിഡ് കൊണ്ടുപോയി മുക്കി, അതേ സെറ്റപ്പ്, അതേ അലൈൻമെൻറ്റിൽ, അതേ കോൺഫിഗറേഷൻ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി.
വെള്ളമല്ല, ഏതൊരു മീഡിയത്തിൽ കൊണ്ടുപോയി മിക്കും, ഏതൊരു ലിക്വിഡ് കൊണ്ടുപോയി അതിൻ്റെ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് 3 ആണ് കേട്ടോ. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് 3 ആണ് കേട്ടോ. അപ്പം വാട്ട് ഈസ് ഈ ഫോഴ്സ് ദെൻ? ഇനി ഫോഴ്സ് എന്തെന്ന് ചോദിക്കും. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ്, പുതിയ ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഇക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ഡിവൈഡ് ബൈ എപ്സിലോൺ ആർ എന്നുള്ളതാണ്. ഇവിടെ കൊടുക്കുമ്പോൾ എന്താവുക 12 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഇസ് ഇക്വൽ ടു 4 ന്യൂട്ടൺ എന്ന് പറയുന്നത് മക്കളെ എഴുതും. പെർഫെക്റ്റ് റൈറ്റ് അല്ലേ? ഒരു റോക്കറ്റ് സയൻസ് ഇല്ലല്ലോ മക്കളെ. നല്ല നല്ല ക്വസ്റ്റ്യൻസ്, മെയിൻ ക്വസ്റ്റ്യൻ അടക്കം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അവസാനം ഇതിനെക്കാട്ടും കീഴിലെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റ് റൈറ്റ് അല്ലേ? സോ ഇതുവരെ പെർഫെക്റ്റ് റൈറ്റ് അല്ലേ? അല്ലേ മക്കളെ? നമ്മുടെ നോട്ട്സൊക്കെ ഗ്രൂപ്പിൽ ചാപ്റ്റർ കുറച്ചൊന്ന് മൂവ് ചെയ്യുന്നതിന് ശേഷം നല്ല അടിപൊളിയായിട്ടുള്ള നോട്ട്സ് വരുന്നുണ്ട്, മൈൻഡ് മാപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ടുള്ള വെക്ടർ ഫോം ഓഫ് കൂളംസ് ലോയിലോട്ട് പോകാം. ഓക്കെ മക്കളെ, ഈ വെക്ടർ ഫോം ഓഫ് കൂളംസ് ലോ എന്ന് പറയുന്നത് കുട്ടികൾ ആവശ്യമില്ലാതെ വെറുതെ കൺഫ്യൂസ്ഡ് അടിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഡെറിവേഷൻ എന്ന് ചോദിക്കുന്നത് ബോർഡ് എക്സാം ഒന്നുമല്ല, പക്ഷേ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, വെക്ടർ ഫോം മക്കൾ നമുക്കറിയാം. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. അതിന് 2 എൻറ്റിറ്റീസ് ഉണ്ട്. എന്തൊക്കെ 2 എൻറ്റിറ്റീസ്? മാഗ്നിറ്റ്യൂഡ് വശമുണ്ട്, യൂണിറ്റ് വെക്ടർ വശമുണ്ട് അല്ലേ? വെക്ടർ എ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന പാഠത്തിൽ വെക്ടറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. ഒരു വെക്ടർ എന് 2 എൻറ്റിറ്റീസാണ് ഉണ്ടാവുക. എന്തൊക്കെ 2 എൻറ്റിറ്റീസ്? മാഗ്നിറ്റ്യൂഡ് വശമുണ്ട്, എന്ത് വശമുണ്ട്? യൂണിറ്റ് വെക്ടർ വശമുണ്ട് അല്ലേ? ഈ മാഗ്നിറ്റ്യൂഡ് വശം അതിൻ്റെ എന്താ തരിക? അളവാണ് തരിക, അളവ്. ഈ യൂണിറ്റ് വെക്ടർ വശം എന്താണ് തരിക? അതിൻ്റെ ഡയറക്ഷനെയാണ് നമുക്ക് തരിക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വെക്ടർ ഫോം ചെയ്യപ്പെടുന്നത് എന്നുള്ള ബേസിക് നോളജ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ എഴുതിയ ഈ എഫ് ഈസ് ഇക്വൽ ടു കെ Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് എന്തേ തരുള്ളൂ? 10, 20, 30, 40 എന്നൊക്കെ പറയുന്നത് എന്താ നമുക്ക് ശരിക്കും തരുന്നുള്ളൂ? മാഗ്നിറ്റ്യൂഡേ തരുന്നുള്ളൂ അല്ലേ? ഇതിൽ നമുക്ക് ഡയറക്ഷൻ എങ്ങനെയും കണ്ടുപിടിക്കാൻ അറിയോ? പറ്റുമോ? അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഡയറക്ഷനും കൂടി റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെക്ടർ ഫോം ഓഫ് കൂളംസ് ലോ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതിനെപ്പറ്റി വളരെ ബേസിക് ആയിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. നോക്കാം. അപ്പം ആ ഡയറക്ഷനൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ എടുക്കുകയാണ്, ഒരു XY പ്ലെയിൻ എടുക്കുകയാണ്. ഓക്കെ, ദിസ് ഇസ് എക്സ് ആക്സിസ്, ദിസ് ഇസ് വൈ ആക്സിസ്. ഓക്കെ, ലെറ്റ്സ് സേ ഒരു Q1 എന്ന് പറഞ്ഞ ചാർജ് ഇങ്ങനെ നിൽക്കുക. Q1 ചാർജ് അല്ല, അവിടെ വേണ്ട. ഒരു Q1 ചാർജ് ഇങ്ങനെ നിൽക്കുക. ലെറ്റ്സ് സേ അതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനിൽ നിന്ന് ഒരു R1 എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറാണ് നിൽക്കുന്നതെന്ന് സങ്കല്പിക്കുക. ഒരു Q2 എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. ആ Q2 എന്ന് പറയുന്ന ചാർജ് ഒറിജിനിൽ നിന്ന് ഒരു R2 എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറാണ് നിൽക്കുന്നതിന് മക്കൾ സങ്കല്പിക്കുക. അപ്പോൾ നോക്കിക്കേ, 2 Q1 Q2 ചാർജ് അവർ തമ്മിൽ എന്തോ ദൂരമുണ്ട്. ഇവിടെ കൂളംസ് ലോ കൊടുത്തൂടെ കൊടുക്കാം, K Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ കൊടുത്തൂടെ കൊടുക്കാം. അപ്പോൾ നോക്കിക്കേ, ഇവർ നമ്മൾ ഈ ദൂരമാണ് ഓക്കെ ഒരു R എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്, മാഗ്നിറ്റ്യൂഡ് R. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഞാൻ ഇന്ന് ഇക്വേഷൻ നോക്കിക്കേ, എനിക്കറിയാം എഫിൻ്റെ ഇക്വേഷൻ ഒക്കെ അവിടുത്തെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ വെറും വാല്യൂ ചോദിക്കാൻ പറഞ്ഞാൽ ഇത്ര ഉള്ള പരിപാടി അല്ലേ? അളവ് ചോദിക്കാൻ പറഞ്ഞാൽ ഇത്ര ഉള്ള പരിപാടി. പക്ഷെ നമ്മൾ വെക്ടർ ഫോമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ അതിൻ്റെ ഫുൾ ഭാഷ ഞാൻ എഴുതാൻ വേണ്ടി പോവുകയാണ് മക്കളെ. ശ്രദ്ധിച്ച് കേൾക്കുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒരു സാധനം തട്ടിക്കൂട്ട് പാടില്ല, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഓക്കെ മക്കളെ, ഈ Q2 എന്ന് പറഞ്ഞ ഫോഴ്സ് Q1 കൊടുക്കുന്ന ഫോഴ്സിനെ സ്റ്റൈലേക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ഫോഴ്സ് ഓൺ ഫസ്റ്റ് പാർട്ടിക്കിൾ ഡ്യൂ ടു സെക്കൻഡ് പാർട്ടിക്കിൾ F12. റോക്കറ്റ് സയൻസ് ഇല്ലല്ലോ. ഓക്കെ, ഇനി Q1 ചാർജ് Q2 ചാർജിന് കൊടുക്കുന്ന ഫോഴ്സിൻ്റെ പേരാണ് എന്താ? F21 എന്ന് പറഞ്ഞ പരിപാടി. ഓക്കെ, ഇനി നമ്മൾ ഇവരുടെ സാധനം എഴുതാണ്ട് പോവുക. അപ്പോൾ ഞാൻ എഴുതി നോക്കിക്കേ, F12 എന്ന് പറയുന്ന ഫോഴ്സ് ഈസ് ഇക്വൽ ടു കെ Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഴുതി. ഇനി തെറ്റുണ്ടോ? തെറ്റില്ല, ഒരു തെറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഭാഷ എഴുതിക്കൊണ്ടിരിക്കുക. വെക്ടർ ഈസ് ഇക്വൽ ടു മാഗ്നിറ്റ്യൂഡ് വശം എഴുതി. ഇനി ഞാൻ എന്ത് വശം കൂടി എഴുതണം? ഈ ഡയറക്ഷൻ വശമായിട്ടുള്ള യൂണിറ്റ് വെക്ടർ പരിപാടി കൂടി എഴുതണം. അപ്പോൾ യൂണിറ്റ് വെക്ടറിനെ ഞാൻ എങ്ങനെ എഴുതുക എന്ന് പറഞ്ഞേ മക്കളെ. ഈ R എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും മക്കളെ? ഈ പൊസിഷൻ വെക്ടറുകളുടെ ഡിഫറൻസ് അല്ലേ? ആണ്. അത് മനസ്സിലാക്കുക. അത് നമ്മൾ സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ പാഠം വെക്ടറിൽ പഠിക്കേണ്ടതായിരുന്നു അല്ലേ? അല്ലെങ്കിൽ ഒന്നാമത്തെ പാഠം ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിരുന്നു. ഓക്കെ, അപ്പം 2 പൊസിഷൻ വെക്ടർ ഇതാണെങ്കിൽ ഈ പൊസിഷൻ വെക്ടറിൻ്റെ ഡിഫറൻസ് ആണ് ഇവരുടെ ഇടയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ F12 എന്ന് പറയുന്ന ഫോഴ്സ് എന്താ? F12 എന്ന് പറയുന്ന ഫോഴ്സ് എന്താ? ഇത് ഈ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഫസ്റ്റ് പാർട്ടിക്കിൾ ഡ്യൂ ടു ദി സെക്കൻഡ് പാർട്ടിക്കിൾ അല്ലേ? അപ്പോൾ നമ്മൾ ഹീറോ ഇവിടെ ആരാ? ഫസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീറോ ആണ്. നമ്മൾ ഫൈനൽ പോയിന്റ് ഏതാണ്? ഫൈനൽ പോയിന്റ് ഇതാ Q1 ആണ്. ഇനീഷ്യൽ പോയിന്റ് ആണ് Q2. അപ്പോൾ നോക്കിക്കേ, ഞാൻ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് R ഞാൻ എങ്ങനെ എഴുതുക? ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ R1 മൈനസ് R2 എന്ന് പറയുന്നതാണ് സത്യം പറഞ്ഞാൽ ഈ R എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ് വെക്ടർ പരിപാടിയാണ്. സാറേ ഒന്നും മനസ്സിലായില്ല. മക്കൾ നോക്കിക്കേ, വെക്ടർ ഫോഴ്സ് വെക്ടർ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഞാൻ എഴുതി K Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഴുതി, മാഗ്നിറ്റ്യൂഡായി. ഈ സത്യം പറഞ്ഞാൽ അവിടെ എന്ത് എഴുതണം? അത് എന്ത് ദിശയിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? എന്ത് ദിശയാണ്? ആറിൻ്റെ യൂണിറ്റ് വെക്ടറിൻ്റെ അലോങ് ആയിട്ടാണെന്ന് പറഞ്ഞ് എഴുതണം അല്ലേ മക്കളെ?
ഈ ഫോഴ്സ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എന്താണ്? ആറിന് അലോങ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് ഈ സാധനം സൂചിപ്പിക്കുന്നത്. K(Q1Q2)/r². മാഗ്നിറ്റ്യൂഡ് വശമാണ്. ഇത് യൂണിറ്റ് വെക്ടർ ആറിൻ്റെ യൂണിറ്റ് വെക്ടർ ബേസിലാണ്. അപ്പോൾ ആർ ഇതാണെങ്കിൽ ആറിൻ്റെ യൂണിറ്റ് വെക്ടർ ബേസിസിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഈ ആറിനെ ഇങ്ങനെ F12 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതണം എന്നാണ് ഈ സാധനം എഴുതിയിട്ടുള്ളത്. അപ്പോൾ F12 എന്ന് പറഞ്ഞാൽ നോക്കി അടുത്ത സാധനം നിങ്ങൾക്ക് പെർഫെക്റ്റ് ഓക്കെ ആവും. അപ്പോൾ F12 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ദി ഫസ്റ്റ് പാർട്ടിക്കിൾ ഡ്യൂ ടു ദി സെക്കൻഡ് പാർട്ടിക്കിൾ അല്ലേ? ഇങ്ങോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഇങ്ങോട്ടാണ് നമ്മളെ വെക്ടർ വേണ്ട ആർ എന്ന് പറഞ്ഞ വെക്ടറിനെ സൂചിപ്പിക്കേണ്ടത്. ഇങ്ങോട്ട് എന്ന് പറയുകയാണെങ്കിൽ അല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ എന്താ പറയുക ആ ദൂരത്തിൽ നമ്മൾ എങ്ങനെ എടുക്കേണ്ടത്? ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് അല്ലെ മക്കളെ? ഒന്ന് ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എങ്ങനെ ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞു മക്കളെ, വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കോറിലേറ്റ് ചെയ്ത് തരാം, വണ്ടി കോറിലേറ്റ് ചെയ്ത് തരാം. ഒരു പാർട്ടിക്കിൾ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്നുള്ള പോയിന്റിലോട്ട് എത്തി. എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബി എന്നുള്ള പോയിന്റിലോട്ട് ഷൂ എന്ന് പറഞ്ഞ് എത്തി. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ് മക്കളെ ഡിസ്പ്ലേസ്മെൻറ്റ്? മക്കളെ എന്നെ കാണുന്നുണ്ടോ? എന്നെ കാണുന്നില്ല. അയ്യോ, അപ്പോൾ ബോർഡ് കാണുന്നില്ലേ? ഓക്കെ, ബോർഡ് കാണുന്നുണ്ട്. അത് നോക്കിയേ, ഒരു പാർട്ടിക്കിൾ എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബി എന്നുള്ള പോയിന്റിലോട്ട് പോവാണ് മക്കളെ. എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബി എന്നുള്ള പോയിന്റിലോട്ട് പോവാണ്. ഓക്കെ, ഈ എൻ്റെ പൊസിഷൻ വെക്ടർ നിങ്ങൾക്ക് തന്നിട്ടുള്ള R2 ആണ്, ബിയുടെ പൊസിഷൻ വെക്ടർ നിങ്ങൾക്ക് തന്നിട്ടുള്ള R1 ആണ്. ഇങ്ങനെ ഞാൻ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഞാൻ വിളിച്ചു. സാറേ എന്തുകൊണ്ട് R1 R2? ഞാൻ ഇങ്ങനെ വിളിച്ചു, എൻ്റെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് പോവുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ഓൾവേസ് ഡയറക്റ്റ് ഫ്രം ദി ഇനീഷ്യൽ പോയിന്റ് ടു ദി ഫൈനൽ പോയിന്റ്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? R1 - R2 അല്ലേ സാറേ? എനിക്ക് അത് മനസ്സിലായില്ലേ സാറേ? ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഷോർട്ടസ്റ്റ് ദൂരം ബിറ്റ്വീൻ ദി ഫൈനൽ പോയിന്റ് ആൻഡ് ദി ഇനീഷ്യൽ പോയിന്റ്. ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് ആണ് എന്ത് ഇക്വേഷൻ? ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ അല്ലേ? ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ്. അതാണ് ഇത് ഫൈനൽ പോയിന്റ് R1 - R2. അതാണ് നിങ്ങൾക്ക് എന്ത് തരിക? എന്നുള്ള പരിപാടി തരിക. അപ്പോൾ അതേ ബുദ്ധി, അതേ നോളജ് ഞാൻ ഇവിടെ തരികയാണ്. F12 എന്ന് പറയുന്ന ഫോഴ്സ് ഇറ്റ്സ് ആക്ടിങ് ഓൺ ദി ഫസ്റ്റ് പാർട്ടിക്കിൾ ടു സെക്കൻഡ് പാർട്ടിക്കിൾ. പൊസിഷൻ വെക്ടർ ഇങ്ങനെ വേണം നിൽക്കാൻ. ആ വെക്ടർ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി R1 - R2. ഓക്കെ, 1-2 വട്ടം കേട്ടാൽ നിങ്ങൾക്ക് സാധനം സെറ്റാവും, മനസ്സിലാവത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതേ അടിപൊളിയായിട്ടുള്ള മക്കളൊക്കെ ഇതിനൊന്ന് വൃത്തിക്ക് ചെയ്തതാണ്. അപ്പോൾ നോക്കിക്കേ, ഇത് യൂണിറ്റ് വെക്ടർ കേട്ടോ. യൂണിറ്റ് വെക്ടർ R1 - R2 എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞിട്ടാണ് മേലെ ഈ തൊപ്പിട്ടിട്ടുള്ളത്. അപ്പോൾ നോക്കി മക്കളെ, ഈ യൂണിറ്റ് വെക്ടറിൻ്റെ സ്റ്റൈലേക്ക് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ അല്ലേ? നമ്മൾ ഗ്രാവിറ്റേഷണൽ പാടൊക്കെ പഠിച്ചാൽ ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നു. ഞാൻ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ടോ? അറിയാത്ത മക്കളുണ്ടാവുമെന്ന് വെച്ചിട്ടാട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നോക്കിയേ, വെക്ടർ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ ഇസ് ഈക്വൽ ടു യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന് എഴുതിക്കൂടെ? എഴുതാം അല്ലേ? അപ്പോൾ ഈ R1 - R2 യൂണിറ്റ് വെക്ടർ എനിക്ക് എങ്ങനെ എഴുതാം? R1 - R2 വെക്ടർ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് R1 - R2 എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ? എഴുതാമല്ലോ. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ എഴുതി നോക്കിക്കേ, F12 ഈസ് ഈക്വൽ ടു K(Q1Q2) ഡിവൈഡ് ബൈ R² ഇൻറ്റു ഈ യൂണിറ്റ് വെക്ടറിനെ സ്പ്ലിറ്റ് ആക്കി ചെയ്ത് എങ്ങനെ എഴുതുന്നത്? R1 - R2 വെക്ടർ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് R1 - R2. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് R1 - R2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ ആറല്ലേ? അല്ലേ, ഈ അളവല്ലേ ചോദിച്ചാൽ? ഈ അളവ് എന്ന് പറഞ്ഞാൽ ഈ അളവ് ആറല്ലേ? അപ്പോൾ നോക്കി, ഇവിടെ 6 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മൊത്തം R³ ആയില്ലേ? അപ്പോൾ F12നെ എൻ്റെ മക്കൾക്ക് നല്ല സ്റ്റൈലാക്കി എങ്ങനെ എഴുതാം? K(Q1Q2) ഡിവൈഡ് ബൈ R³ ഇൻറ്റു R1 - R2 വെക്ടർ എന്ന് പറഞ്ഞ് എഴുതാം. ഇതാണ് വെക്ടർ ഫോം ഓഫ് F12 എന്ന് പറയുന്നത്. സാറേ ഇതെങ്ങനെ സാറേ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R³ ആയത്? R² അല്ലേ സാറ് വരേണ്ടത്? മക്കളെ ഇവിടെ ഒരു ആറില്ലേ? R1 - R, ആറല്ലേ ഉണ്ടാവുക? ആ ആറും ഒരു ആറും വെട്ടിക്കൂടെ? ഇതാണ് വെക്ടർ ഫോം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ, അതേ മക്കൾ ഒന്ന് പോസ് ചെയ്തിട്ട് F2 എന്ന് പറഞ്ഞു നോക്കിക്കേ. ഒന്ന് പോസ് ചെയ്തിട്ട് F2 എന്ന് പറഞ്ഞു നോക്കിക്കേ. F2 എന്നാണ് ഫോഴ്സ് ആക്ട് ഓൺ സെക്കൻഡ് പാർട്ടിക്കിൾ ടു ഫസ്റ്റ് പാർട്ടിക്കിൾ. സെയിം ബുദ്ധി വെച്ച് പറഞ്ഞു നോക്കിക്കേ. നിങ്ങൾക്ക് ചില ബുക്കിൽ ഈ R1 - R2 R12 R21 എന്നൊക്കെ പറഞ്ഞ പല ബുക്കിലും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൺഫ്യൂസിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് സാധനം, അതാണ് ഐഡിയ. ഇതിനപ്പുറത്തൊരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, F21 എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ F21 അതേ ബുദ്ധി വെച്ച് കുട്ടി പറയാം, സാറേ F21 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സെക്കൻഡ് പാർട്ടിക്കിൾ ഡ്യൂ ടു ദി ഫസ്റ്റ് പാർട്ടിക്കിൾ. അത് ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ കുട്ടി പറയാണ്, സാർ K(Q1Q2) ഡിവൈഡ് ബൈ R². ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതാണ് ഫൈനൽ പോയിന്റ്, ഇതാണ് ഇനീഷ്യൽ പോയിന്റ്. സോ ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് ഇക്വേഷൻ എഴുതുമ്പോൾ R2 - R1ൻ്റെ യൂണിറ്റ് വെക്ടറാണ് സാറേ വരേണ്ടത് അല്ലേ? ഈ യൂണിറ്റ് വെക്ടറിനെ നേരത്തെ ഇതേപോലെ വെക്ടർ ഈ പരിപാടിക്ക് ചെയ്യുമ്പോൾ അവസാന ഇക്വേഷൻ എന്താ വരിക? F21 ഇസ് ഈക്വൽ ടു എന്താ വരിക? K(Q1Q2) ഡിവൈഡ് ബൈ സെയിം R³, പക്ഷേ R2 - R1 വെക്ടർ പരിപാടിയാണ്. ഓക്കെ അല്ലേ? അധികം സമയം ഞാൻ കാണണ്ടല്ലോ, പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? ഇതൊന്നും ഇവിടെ ചോദിക്കാൻ സാധ്യത കുറവാണ്, പക്ഷേ അറിഞ്ഞിരിക്കുക.
ഓക്കെ, ചിലപ്പം വളരെ സിമ്പിളാക്കണം എന്നൊക്കെ കീമിനെ പോലത്തെ എക്സാം ഒക്കെ വളരെ സിമ്പിളാക്കി ഒരു ക്വസ്റ്റ്യൻ കൊടുക്കണം. വാട്ട് ഇസ് എ വെക്ടർ ഫോം ബിറ്റ്വീൻ 2 ചാർജസ് പ്ലസ് Q1 മൈനസ് Q1 എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് ഈ സാധനം ചോദിച്ചേക്കാം. അപ്പം ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കണം. പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ കൂളംസ് ലോൻ്റെ അടുത്ത ടോപ്പിക്കായുള്ള പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനോട്ടൊന്ന് പോവാം. ഓക്കെ, ഇതുകൂടി ചെയ്തിട്ട് നമുക്ക് നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തിലോട്ട് പോകാം മക്കളെ? ഇക്വിലിബ്രിയം കണ്ടീഷൻ നോക്കി സെറ്റായി കൂളംസ് ലോ സെറ്റാക്കാം. ഓക്കെ മക്കളെ കൂളംസ് ലോയിൽ ശ്രദ്ധിക്കണം. നമുക്ക് അടുത്ത ലെവൽ ഓഫ് ഫൈനൽ ലെക്ചർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവസാനം ചെയ്യാം. കൂളംസ് ലോയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ജോണർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ചാർജസിനെ അവിടെ ഇവിടെയൊക്കെ വെച്ചു, ഒരു സ്ക്വയറിൻ്റെ അറ്റത്ത് വെച്ചു, ഒരു പോളിഗണിൻ്റെ ഏതെങ്കിലും അറ്റത്ത് വെച്ചു, അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ എത്ര, സെൻട്രോയിൽ എത്ര, അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ഒട്ടുമിക്കപ്പോഴും ചോദിക്കുക. അതിന് വേറൊരു ജോണർ, വേറൊരു ടൈപ്പ് സാധനമാണ് ഈ പറയുന്ന ചാർജ് അവിടെ ഇവിടെ വെച്ചത് മൂലം ഇവർ തമ്മിലോ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഉണ്ടായല്ലോ, കൂളംസ് ലോ ഫോഴ്സ് ഉണ്ടായല്ലോ. ഈ ഫോഴ്സ് മുഖാന്തരം അവർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാവിറ്റേഷൻ നമ്മൾ അതേമാതിരി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇവർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് കത്തണം പരിപാടി എന്താണ്? mv²/r എന്ന് പറഞ്ഞാൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇസിക്വൽ ടു എന്താണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ Q1 Q2/r² നെറ്റായിട്ടുള്ള ആ നെറ്റ് ഫോഴ്സ് ഇവിടെ എന്തായിട്ടാണ് മാറപ്പെടുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലെ mv²/r ആയിട്ടാണ് മാറപ്പെടുന്നത്. ആ ഇക്വേഷൻ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? വെലോസിറ്റി എത്രയാണ്, അവരുടെ കറക്കത്തിൻ്റെ വെലോസിറ്റി എത്രയാണ്, അവർ കറങ്ങുന്ന സർക്കിളിൻ്റെ റേഡിയസ് എത്ര എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. സാർ ഒന്നും മനസ്സിലായില്ല, കുഴപ്പമില്ല, ഈ പറഞ്ഞ സാധനമൊക്കെ ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റിനോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഫൈനലി ലാസ്റ്റ് നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലോട്ട് പോകാം. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആവുന്നില്ല. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? പെർഫെക്റ്റ് ഓൾറൈറ്റ് നിങ്ങൾക്ക് നല്ല ഉഷാറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മടി കൂടാതെ ഒന്ന് പോസ്റ്റ് ചെയ്ത് കമൻറ്റ് സാർ അടിപൊളി എന്ന് കമൻറ്റ് ചെയ്തേ. നമുക്കൊരു അല്ലേ, ഇപ്പോൾ ഇന്നത്തെ ഒരു സാധനം കണ്ട് നമുക്ക് ഭയങ്കര അധികം എന്താ പറയുക, ഒരു ചാർജ്, ഞാൻ ചാർജ്ഡായി. അപ്പോൾ എന്നും ഇങ്ങനെ ചാർജിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല ക്വസ്റ്റ്യൻസും നല്ല ലെക്ചേഴ്സും വരുന്നതായിരിക്കും. ഓക്കെ മക്കൾ, ഇതിൻ്റെ വലിയ പ്രശ്നം പറഞ്ഞു ബോറടിപ്പിക്കില്ല കേട്ടോ. ഇതോടെ പറഞ്ഞ് നിർത്തുകയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ഓൺലൈൻ ക്ലാസ് പറയുന്ന ഒരു ക്ലീഷേ ഡയലോഗാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ക്ലോസ് സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ളൊരു മുറി. ഇവിടെ ഒരു ശബ്ദമില്ല. AC-യുടെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു എയർ ഫ്ലോൻ്റെ സൗണ്ട് ഉണ്ട്, ഒരുപാട് ലൈറ്റുകളുണ്ട്, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള മുറി. എൻ്റെ മുമ്പിൽ ഒരു ക്യാമറയുടെ ലെൻസ് മാത്രം എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരു ഫീഡ്ബാക്കും ഇല്ല. നമ്മൾ സാധാരണ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അല്ലേ, കുട്ടികളുടെ മുഖം ഇയാൾ എന്ത് തേങ്ങയാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി സിമ്പിളാക്കി പറയാം. ഒന്നൊന്നും സംസാരിച്ച് കുറച്ച് നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് കോളേജ് വിശേഷമൊക്കെ പറഞ്ഞ് ഒരു മെഡിക്കൽ ലൈഫ്, ഒരു MBBS ലൈഫൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് ഇങ്ങനെ മെല്ലെ കുട്ടികളെ ഒന്ന് പിടിച്ചിരുത്തി സാധനത്തോട് കൊണ്ടുവരാം. പക്ഷേ ഇവിടെ നമുക്ക് അതിനുള്ള വകുപ്പില്ല. ഓക്കെ, അപ്പോൾ വഴിയ കഥകൾ സാറേ ഞങ്ങൾക്ക് വേണം MBBS കഥകൾ എല്ലാ സാധനം വരുന്നുണ്ട്. ഓക്കെ, എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഇരിക്കുക. ഓക്കെ, പെർഫെക്റ്റ് മതി. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത് എന്താ മക്കളെ? നോക്കിയേ, അതിൻ്റെ വെറുതെ റോക്കറ്റ് സയൻസ് ഒന്ന് വളരെ സിമ്പിളാണ്. ഇപ്പോൾ Q1 ചാർജ് ഉണ്ട്, Q2 ചാർജ് ഉണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഒക്കെ രണ്ട് പ്ലസ് ചാർജാണെന്ന് വിചാരിക്കാം. ഓക്കെ സാർ എന്തെപ്പോഴും പ്ലസ് എടുക്കുന്നത്, മൈനസ് എടുത്താൽ കുഴപ്പമൊന്നുമില്ല, മൈനസാണ് അട്രാക്ഷൻ ആയിരിക്കും എന്നുള്ള പരിപാടി മാത്രം മനസ്സിലാക്കുക. ഓക്കെ, ഇനി Q1 എന്ന് പറയുന്ന ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതായിരിക്കും? ഈ Q2 അങ്ങനെ തള്ളുന്ന അല്ല, അതെങ്ങനെ ആക്ട് ചെയ്യുക? ഇങ്ങനെയല്ല ആക്ട് ചെയ്യുക അല്ലടാ, അങ്ങനെയല്ല ആക്ട് ചെയ്യുക. ഇടിക്കും ഞാൻ, അങ്ങനെയൊന്നുമല്ല. എന്താണ്, അവരുടെ സെൻറ്റേഴ്സ് തമ്മിൽ അലൈൻ ചെയ്യുന്നൊരു വര വരയ്ക്കുകയാണെങ്കിൽ ആ വരയുടെ അലോങ് ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുക. അതാണ് നോളജ്. സെറ്റായില്ലേ? ഇപ്പം മനസ്സിലായില്ലേ? പറഞ്ഞെന്താ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നോക്കിയേ, ഈ Q1 ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് ഏതാണ്? ഇവൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇവൻ തരുന്ന ഫോഴ്സാണ്. ആ ഫോഴ്സിനെ ഞാൻ എങ്ങനെ വിളിക്കുക? ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഫസ്റ്റ് പാർട്ടിക്കിൾ ഡ്യൂ ടു ദി സെക്കൻഡ് പാർട്ടിക്കിൾ. ഇത് മാത്രമാണ് 1-ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ചാർജ് 1-ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ സാറേ F21 ഇല്ലേ മക്കളെ? F21 Q2 ചാർജിലല്ലേ അല്ലേ? ഈ Q1 ചാർജിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഇതാണ്, F12 ആണ്. ഒരു പ്രശ്നമില്ല. അങ്ങനെ നോക്കിക്കേ, ഇതേ ബുദ്ധിയുള്ള ഞാൻ ഇങ്ങോട്ട് വരികയാണ്. ഓക്കെ, പ്ലസ് ചാർജസ് ആണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, Q1 ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് പറഞ്ഞേ? ഒന്ന് എഴുതിക്കേ. നമുക്കൊന്നുമില്ല. Q1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? രണ്ടാമത്തെ ചാർജ് മുതൽ Q1 ആക്ട് ചെയ്യും, മൂന്നാമത്തെ ചാർജ് മുതൽ Q1 ആക്ട് ചെയ്യും, നാലാമത്തെ ചാർജ് Q1 ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എങ്ങനെ ഇക്വേഷൻ എഴുതാം? ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഹിയർ, F net on the first particle is equal to എന്താണ്? Force on the first particle due to the second particle plus force on the first particle due to the third particle plus force on the first particle due to fourth particle. ഇങ്ങനെയല്ലേ എഴുതുക അല്ലേ? ഫസ്റ്റ് ചാർജിൽ മാത്രം ആക്ട് ചെയ്യുന്നതാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെയല്ല സാധനം പരിപാടി, ഇങ്ങനെയുള്ള പരിപാടി, ഇത്രയുള്ള പരിപാടി. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറഞ്ഞാൽ എന്താണ് മക്കൾ? നോക്കിക്കേ, ഈ Q4 ചാർജ് ഇവിടെ വന്നു എന്നതുകൊണ്ട് എന്ത് സംഭവിക്കില്ല? ഈ Q2 Q1 തമ്മിലുള്ള ഫോഴ്സിനൊന്നും സംഭവിക്കില്ല. സാറേ അതെന്ത് വർത്താനം സാറേ പറഞ്ഞത്? സാറേ F12 നേരത്തെ F12 ഉള്ളത് ഇപ്പോൾ F14 വന്നില്ലേ മക്കളെ? പറഞ്ഞ ടെർമിനോളജി ശ്രദ്ധിക്കുക. ഈ Q4 എന്ന് പറയുന്ന വേറൊരു ചാർജ് വന്നത് മൂലം ഇവർ തമ്മിലുള്ള ഫോഴ്സിനൊന്നും ബാധിക്കില്ല. മനസ്സിലായോ?
ഈ Q3 എന്നുള്ള ചാർജ് വന്നതുകൊണ്ട് ഇവർ നമ്മളുടെ ഫോഴ്സ് ഒന്നും ബാധിക്കില്ല. അവിടെ വേറെ ഫോഴ്സ് ഉണ്ടാവും, നെറ്റ് ഫോഴ്സൊക്കെ മാറും, അത് ശരി. പക്ഷേ എന്ത് സംഭവിക്കില്ല, ഇവർ ഇൻഡിവിജ്വൽ പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ വേറൊരു ചാർജ് വന്നു എന്നതുകൊണ്ട് എന്ത് ചെയ്യില്ല, മാറൂല. ഇതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എനി പാർട്ടിക്കിൾ ഇസ് ഈക്വൽ വെക്ടർ സം ഓഫ് ഓൾ ദി ഫോഴ്സ് ആക്ടിങ്. ഇതാണ് പ്രിൻസിപ്പൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത്. പ്രിൻസിപ്പൾ ഓഫ് സൂപ്പർ പൊസിഷൻ, സൂപ്പർ പോസ് ചെയ്യാം. ഓക്കെ, ഒന്നിൻ്റെ മണ്ടക്കാണ് കയറി പോവുക, അല്ലാണ്ട് മറ്റേന് ഇല്ലാണ്ടൊന്നും ആക്കില്ല, മറ്റേന് എഫക്റ്റ് ഒന്നും ചെയ്യില്ല. ഇതാണ് പച്ച മലയാളം. ഓക്കെ, ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു എന്തായാലും അണ്ടർസ്റ്റാൻഡബിൾ ആയല്ലോ, മനസ്സിലായല്ലോ. ഓക്കെ മക്കളെ, ഇതാണ് പരിപാടി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, വളരെ സിമ്പിളായിട്ടുള്ള സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്ലീഷേ സാധനം നോക്കിയാലോ. ഇതുവരെ പെർഫെക്റ്റ് വളരെ ആയിട്ടല്ല, എൻ്റെ കൂടെ ഇല്ലടാ. ഓക്കെ, ഗുഡ് ക്ലാസ് ആണെങ്കിൽ അടിപൊളി സാർ. ഓക്കെ ഓക്കെ, കുറച്ച് ആപ്ലിക്കേഷൻ നോക്കാം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന, സ്ഥിരമായിട്ട് നിങ്ങൾ ഏതൊരു ഗൈഡ് തുറന്നിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗൈഡ് ഇങ്ങനെ പൂട്ടുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്തുള്ള ഏതെങ്കിലും തൊട്ട് പോവുക, ഇടുക. കാരണം ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻ പോലും അതിലില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് യൂസ്, ഇറ്റ് ഈസ് അട്ടർ വേസ്റ്റ്. ഓക്കെ, കാരണം ഇത് എല്ലാ ഗൈഡിലും ഉണ്ടാവും. നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാണ് പിള്ളേ, മക്കളെ എറിയാനും നിൽക്കരുത്, ബുക്ക് ഈസ് വെരി പ്രഷ്യസ്. ഓക്കെ, ഞാനതിൻ്റെ ഒരു തീവ്രത മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. 3 ചാർജുകൾ എന്ത് വെച്ചാൽ ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. സ്ഥിരം ക്ലീശേ സാധനം അല്ലേ. കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് മക്കൾക്ക് അറിയാം എത്രത്തോളം സത്യമാണ് ഈ സാറ് പറയുന്നത്. വാവ് അല്ലേ. അപ്പോൾ ഇക്വലേറ്റർ ട്രയാങ്കിളിലെ 3 അറ്റത്ത് എന്ത് ചെയ്യുന്നുണ്ട്, 3 പ്ലസ് ചാർജുകൾ വെച്ചിട്ടുണ്ട്. ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു വെർട്ടിസസിൽ ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്ര കുട്ടാപ്പി എന്നാണ് ചോദ്യം. നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതാണ് ചോദ്യം എന്ന് വിചാരിക്കുക. E+Q ചാർജിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ചോദിക്കുകയാണ്, കണ്ടുപിടിച്ചത്. എൻ്റെ മക്കളെ ഒന്ന് പോസ് ചെയ്ത്, ഓക്കെ സാറേ സാധനം തന്നില്ലല്ലോ. ഓക്കെ, എല്ലാത്തിനും സൈഡ് ചെയ്യാണ്, ഇക്വലേറ്റർ ട്രയാങ്കിൾ എല്ലാ ആംഗിളും 60 ഡിഗ്രിയാണ്. ഒന്ന് കണ്ടുപിടിച്ചേ, ഒന്ന് പോസ് ചെയ്ത് കണ്ടുപിടിച്ചേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, ഈ Q1 എന്ന് പറയുന്ന അല്ലെ ഈ ചാർജ് E+Q ആക്ട് ചെയ്യുന്ന ചാർജ് ഫോഴ്സ് എന്തായിരിക്കും, ഇവനെ ഇങ്ങോട്ട് ഇങ്ങനെ തള്ളും, എന്ന് പറഞ്ഞാൽ തള്ളും. സാറേ അതെങ്ങനെ സാറേ ആ തള്ളൽ അങ്ങനെ ആയത്? മക്കളെ ഇവൻ്റെ സെൻറ്ററിൽ കണക്ട് ചെയ്യുന്ന വരെയാണിത്, അതിനെ ലോങ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. സാറേ ഇത് സെൻറ്റർ ഇത് കുറച്ചൊന്നും കൊണ്ട് മാറിയിട്ടുണ്ടല്ലോ. മോനത് ഞാൻ വരച്ചതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലുള്ള പിക്കാസോനെ നിങ്ങൾ നോവിക്കല്ലേ. ഓക്കെ, അപ്പോൾ ശരിയായി. എന്തായാലും ഈ Q എന്ന് പറഞ്ഞ ചാർജ് ഇങ്ങനെയാണ് തള്ളുക. E+Q ഇവനെങ്ങനെ തള്ളുക, ഇവരെ സെൻറ്റേഴ്സ് കണക്ട് ചെയ്യുന്ന ഈ ലൈനിന് ലോങ് ആയിട്ടാണ് തള്ളുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അപ്പോൾ നോക്കിക്കേ, ഇതൊരു F1 എന്ന് പറയുന്ന ഫോഴ്സ് ആണെങ്കിൽ, ഇതൊരു F2 എന്ന് പറഞ്ഞ ഫോഴ്സ് ആണെങ്കിൽ, ഇവിടെ തീറ്റ പറഞ്ഞ് കിട്ടുകയാണെങ്കിൽ വെറുതെ വെക്ടർ പരിപാടി അല്ലേ, നെറ്റ് ഫോഴ്സ് വെക്ടർ അഡീഷൻ ഫോളോ ചെയ്യണം. F1² + F2² + 2F1 F2 cos തീറ്റ എന്ന് പറഞ്ഞാൽ ഇതാ നെറ്റ് ഫോഴ്സ് കിട്ടൂലേ, കിട്ടും. ഇതാണ് പരിപാടി. ഓക്കെ അല്ലേ. ഇനി എന്താണ് F1 F2 എന്ന് വെറുതെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം മക്കളെ. F1 എന്ന് പറഞ്ഞാൽ ഇവനെ തള്ളുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ F = K Q1 Q2 / R² എന്ന് കൊടുത്ത് K Q1 Q2 രണ്ടും Q ആണ്. അപ്പോൾ Q² ആയി അല്ലേ, Q × Q Q² /R², ദൂരം സ്ക്വയർ എന്താണ്, A² ആണ്. ഇതാണ് F1. ഇനി F2 എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാണ് നമ്മളെ ഫോഴ്സാണ്. അപ്പോൾ F2 എന്ന് പറഞ്ഞാൽ എന്താണ്, K Q1 Q2 Q² ദൂരം എന്താണ്, A². നോക്കി മക്കളെ, രണ്ടും സെയിം ഇക്വലേറ്റർ ട്രയാങ്കിളാണ്, സൈഡ് സെയിം ആയിരിക്കും. അപ്പോൾ ചാർജും സെയിം ആണെങ്കിൽ സെയിം ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടും നമ്മൾ ആംഗിൾ എന്താ, ഇക്വലേറ്റർ ട്രയാങ്കിൾ നമുക്കറിയാം. ഇക്വലേറ്റർ ട്രയാങ്കിൾ പ്രത്യേകത എന്താ മക്കളെ, എല്ലാ ആംഗിളും എന്താണ് 60 ഡിഗ്രി. സാറേ അത് എവിടെ നിന്ന് വന്ന മക്കളെ, 7ാം ക്ലാസ് 5ാം ക്ലാസ് മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന ഇക്വലേറ്റർ ട്രയാങ്കിളെ പറ്റി. ഇക്വലേറ്റർ ട്രയാങ്കിൾ ഓൾ ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ മക്കളെ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്ത് തന്നെയായി, 60 ഡിഗ്രി ആയി. സാറേ അതെങ്ങനെയാണ് സാറ് വന്നത് മക്കളെ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ. ഇങ്ങനെ 2 വരണ്ട്, ഇവർ തമ്മിൽ എത്ര ഒരു 30 ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ ആവുക, 30 ആവുക. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ ഇതും നോക്കിയാൽ അങ്ങനത്തെ X മാർക്കാണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇതും എന്തിനാണ് 60 ഡിഗ്രിയാണ്. ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഇട്ടോടത്തേക്ക് ഉത്തരം കിട്ടി. അപ്പോൾ എന്താ സാധനം എന്താ വരിക നോക്കിക്കേ, ഈ F1 F2 രണ്ടും സെയിം. ഒരു F1 F2 രണ്ടിനും ഒരു F എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, രണ്ടും സെയിം അല്ലേ. അപ്പോൾ F എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ റിസൾട്ടൻ്റ് ആയിട്ട് നെറ്റ് ഫോഴ്സ് എന്താ വരിക, F² + F² + 2F1 F2 F × F വീണ്ടും F² cos 60 എന്ന് പറഞ്ഞാൽ അത്ര 1/2 അല്ലേ. ഈ 2 വെട്ടി. അപ്പോൾ നോക്കി F² + F² + F² മൊത്തം എത്രയായി, 3F². F² റൂട്ടിൽ Fനെ പുറത്തെടുത്തി കൂടെ. അപ്പോൾ F√3. F എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ, K Q² / R². അപ്പോൾ ഇക്വേഷന് ആൻസർ എന്തായി, K Q² / A² × √3 ആണ് നെറ്റ് ഫോഴ്സ്. പെർഫെക്റ്റ് ആയിട്ടല്ലേ. എന്തെങ്കിലും റോക്കറ്റ് സയൻസ് ഉണ്ടോടാ. ഇനി നല്ല അടിപൊളിയായിട്ട് വെക്ടർ പാഠം പഠിച്ച കുട്ടിക്ക് അറിയാം, 2 സെയിം മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സുകൾ വന്നാൽ, അല്ലെങ്കിൽ 2 സെയിം മാഗ്നിറ്റ്യൂഡുള്ള വെക്ടറുകൾ വന്നാൽ റിസൾട്ടൻ ചോദിച്ചാൽ, അവനക്ക് എഴുതാം 2 × മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ്
വെക്ടർ ഇൻറ്റു കോസ് തീറ്റ ബൈ 2 എന്ന് പറഞ്ഞ് എഴുതാം എന്ന് അവ അവിടെ പഠിച്ചിട്ടുണ്ട്. അല്ല, ഇതിൻ്റെ ഡെറിവേഷനൊക്കെ നമ്മൾ വെക്ടർ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ രണ്ട് സെയിം വെക്ടേഴ്സ് വരികയാണ്, രണ്ട് സെയിം വെക്ടേഴ്സ്, ഓക്കെ, സെയിം മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സ് വരികയാണ്. ഓക്കെ, സെയിം മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സിൻ്റെ അഡീഷൻ റിസൾട്ടൻ്റായിട്ടുള്ള പരിപാടി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇക്വേഷൻ എന്താ വരിക? 2a cos θ by 2. രണ്ട് സെയിം മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സിൻ്റെ ഇവരുടെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു? ഇത് പറഞ്ഞുകൊണ്ട് അത് പൂർത്തീകരിക്കുക കേട്ടോ, 2a sin θ by 2. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? r is equal to 2 into f. എന്താ നമുക്കറിയാം? എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എഫ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? k q square by a square cos θ by 2. cos θ എന്ന് പറഞ്ഞാൽ എത്രയാ? തീറ്റ എന്ന് പറഞ്ഞാൽ 60. അപ്പോൾ cos 60 by 2 എന്ന് പറഞ്ഞാൽ എത്രയാ? cos 30. cos 30 എന്ന് പറഞ്ഞാൽ എത്രയാ? √3 by 2. പിഷ്ക ഒറ്റയടിക്ക് നോക്കിയാൽ ഉത്തരായി. മനസ്സിലായോ? പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? ഡൺ. അപ്പോൾ ഇതാണ് എന്താ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇതേ ഇക്വലേറ്റർ ആംഗിൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പ്ലസ് ക്യൂവിനെ വെക്കുന്നു, ഇവിടെയും പ്ലസ് ക്യൂവിനെ വെക്കുന്നു, ഞാൻ ഇവിടെ ഒരു മൈനസ് ക്യൂവിനെ വെക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ക്യൂ. ഇനി ചോദിക്കുകയാണ്, ഇനി അതേ ഈ പ്ലസ് ക്യൂവിൽ ആക്ട് ചെയ്യുന്ന, ഓക്കെ, ഈ മച്ചാനിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ചോദിക്കുക. ഒന്ന് പോസ് ചെയ്തേ, എൻ്റെ മക്കൾ ചെയ്തേ. ഇതേ സെയിം ഇക്വലേറ്റർ ആംഗിളെ എ സൈഡിലെ ഇക്വലേറ്റർ ആംഗിൾ ഒന്ന് ചെയ്തടാ. എൻ്റെ മക്കൾ നല്ല അടിപൊളിയായിട്ടും ചെയ്തേ, ഒന്ന് പോസ് ചെയ്തേ. അപ്പോൾ നോക്കിക്കേ, ഈ പ്ലസ് ക്യൂ എന്ത് ചെയ്യുക? ദൂരെ പോ എന്ന് പറഞ്ഞ് ചെയ്യും അല്ലേ? ഈ പ്ലസ് ക്യൂ ഈ മൈനസ് ക്യൂ എന്ത് ചെയ്യുക? അട്രാക്റ്റാ ചെയ്യുക, ഇങ്ങോട്ട് വാടാ കുട്ട എന്ന് പറഞ്ഞ് വിളിക്കുക ചെയ്യുക അല്ലേ? ഇതാണ് പരിപാടി മക്കളെ. ഇനി ആംഗിൾ എന്ന് പറഞ്ഞേ, ഇത് 60 ഡിഗ്രി നിങ്ങൾക്ക് അറിയാം, ഇക്വലേറ്റർ ട്രയാംഗിൾ 60 ഡിഗ്രി നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത് നിസ്സംശയം എന്തായിരിക്കും? 120 ഡിഗ്രി അല്ലേ? ലീനിയർ ആംഗിൾ ടോട്ടൽ 180 ഡിഗ്രി ആയിരിക്കണം. ഇത് സ്ട്രൈറ്റ് ലൈനാണ് വരേണ്ടത്. ഞാൻ വരച്ചതിൻ്റെ എൻ്റെ പിക്കാസോൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എന്താ വരിക? ഇത് 60 ഡിഗ്രിയാണ്, ഇത് 120 ഡിഗ്രിയാണ് വരിക. അപ്പോൾ നോക്കിക്കേ, ഇതൊരു F1 ഫോഴ്സ്, ഇതൊരു F2 ഫോഴ്സ് ആണെങ്കിൽ റിസൾട്ടൻ എങ്ങനെ വരിക? റിസൾട്ടൻ എൻ്റെ മക്കളെന്ന് പറഞ്ഞ് √f1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2f1 F2 കോസ് തീറ്റ പരിപാടി കൊടുത്താൽ മതി. തീറ്റ നമുക്ക് കിട്ടി. ഇനി F1 F2 എന്ന് വെറുതെ എത്തിക്കേ. F2 എന്ന് പറഞ്ഞ സാധനം എന്താണ്? F2 Q സ്ക്വയർ ഡിവൈഡ് ബൈ എന്താ പരിപാടിടാ? R സ്ക്വയർ A സ്ക്വയർ. ഇനി F2 അല്ല F1 എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? Q സ്ക്വയർ ബൈ A സ്ക്വയർ. സാറേ ഒരു പ്രശ്നം സാറേ. എന്താ മോനെ പ്രശ്നം? സാർ Q1 Q2 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുമ്പോൾ K ഇൻറ്റു പ്ലസ് Q ഇൻറ്റു മൈനസ് Q ബൈ A സ്ക്വയർ അല്ലേ സാറേ വരിക? ആണോടെ വരിക. അപ്പോൾ സാറ് ഇക്വേഷൻ -KQ സ്ക്വയർ ബൈ A സ്ക്വയർ എഴുതാലോടാ. അപ്പോൾ സാറെന്താ സാറേ ഇങ്ങനെ എഴുതിയത്? മോനെ, ആ -KQ സ്ക്വയർ ബൈ A സ്ക്വയർ ഒരു വെക്ടറിലെ മൈനസ്, നിങ്ങളത് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഒരു വെക്ടറിൽ മൈനസ്, വെലോസിറ്റി -5 ആണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ ഡയറക്ഷനാണ് ആ മൈനസ് സൈൻ സൂചിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇത് വളരെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ -Q പ്ലസ് Q തമ്മിൽ നിങ്ങൾ -KQ സ്ക്വയർ എന്ന് എഴുതിയാലും KQ സ്ക്വയർ എന്ന് എഴുതിയാലും നമുക്ക് ഐഡിയ ഉണ്ടായാൽ മതി. ഇവൻ ഇങ്ങോട്ടാണ് കേട്ടോ, ഈ ടുവേർഡ്സ് ദി ചാർജ് ആണ് കേട്ടോ, എവേ ഫ്രം ദി ചാർജ് അല്ലേ, ടുവേർഡ്സ് ദി ചാർജ് ആണ് കേട്ടോ എന്ന് പറഞ്ഞാണ് എഴുതിയിട്ടുള്ളത്. സാർ ഒന്നും മനസ്സിലായില്ല മക്കളെ. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇവിടെ ശരിക്കും F1 is equal to K ഇൻറ്റു പ്ലസ് Q ഇൻറ്റു മൈനസ് Q ഡിവൈഡ് ബൈ A സ്ക്വയർ ഇക്വേഷൻ -KQ സ്ക്വയർ ബൈ A സ്ക്വയർ അല്ലേ വരിക? ഇതന്നെ എഴുതുക. പക്ഷേ ഈ മൈനസ് എന്താ സൂചിപ്പിക്കുന്നത്? ഡയറക്ഷനാണ് സൂചിപ്പിക്കുന്നത്. അത് ടുവേർഡ്സ് -Q ആണ് കേട്ടോ എന്നാണ് സൂചിപ്പിക്കുന്നത്. അട്രാക്ഷൻ ആണ് കേട്ടോ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് വരച്ചു, എന്നിട്ട് KQ സ്ക്വയർ ബൈ A സ്ക്വയർ എന്ന് എഴുതിയാൽ ഇതിൻ്റെ സെയിം അർത്ഥമായി. രണ്ടും അർത്ഥം സെയിം ആണ്. അത് 2 വട്ടം കേൾക്കുക, മനസ്സിലാവാത്തവർ. അപ്പോൾ നോക്കിയേ, നമ്മൾ മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുകയാണെങ്കിൽ രണ്ടും എന്തല്ലേ? സെയിം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് പരിപാടി കൊടുക്കാം. ഷോർട്ട് കട്ട് പരിപാടി എന്താ പഠിച്ചുള്ള? റിസൾട്ടൻറ്റ് സം ചോദിക്കുകയാണെങ്കിൽ 2a cos θ by 2 ആണ്. സോ 2 ഇൻറ്റു ഇവിടുത്തെ A മാഗ്നിറ്റ്യൂഡ് എന്താ മക്കളെ? KQ സ്ക്വയർ ബൈ A സ്ക്വയർ എന്നുള്ളതാണ്. cos 120 by 2 എന്ന് പറഞ്ഞാൽ cos 60 എന്നാണ്. cos 60 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 ആണ് അല്ലേ? അപ്പോൾ 2KQ സ്ക്വയർ ബൈ A സ്ക്വയർ ഇൻറ്റു എന്താ? 1/2. ഇഷ്ക ഉത്തരായി. KQ സ്ക്വയർ ബൈ A സ്ക്വയർ ആണ് പരിപാടി. പെർഫെക്റ്റ്. ഓൾറൈറ്റ് അല്ലേ മക്കളെ? ഓൾറൈറ്റ്, ഓക്കെ. ഇനി നമുക്ക് വേറൊരു സാധനം നോക്കാം. ഒരു എന്തെടുക്കാം? ഒരു സ്ക്വയർ ഞാൻ എടുത്തു. ഒരു സ്ക്വയർ ഞാൻ എടുത്തു. എനിക്ക് തോന്നിയ പോലെ ഞാൻ വരയ്ക്കുകയാണ്. ഒരു പ്ലസ് Q ചാർജ് ഞാൻ ഇവിടെ വെച്ചു, ഒരു -Q ചാർജിന് ഇവിടെ ഞാൻ വെച്ചു, ഒരു പ്ലസ് Q ചാർജ് ഞാൻ ഇവിടെ വെച്ചു, ഒരു പ്ലസ് Q ചാർജ് ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, ഇനി എന്നോട് ചോദിക്കുകയാണ്, ഇത് ഒന്നാമത്തെ ചാർജാണെന്ന് വിചാരിക്കും. ഈ ഒന്നാമത്തെ ചാർജിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചേ. ഒന്ന് പോസ് ചെയ്ത് കണ്ടുപിടിച്ചേ എൻ്റെ മക്കൾ. ഒന്ന് പോസ് ചെയ്യുക.
ഈ ഒന്നാമത്തെ ചാർജിൽ ഓക്കെ എല്ലാ സൈഡും ഇതൊരു സ്ക്വയറാണ്, എല്ലാ സൈഡും എ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒന്ന് പോസ് ചെയ്യുന്ന മക്കളും ചെയ്ത് കണ്ടുപിടിച്ചാൽ നല്ല പോസ് ചെയ്ത് എല്ലാ മക്കളും അല്ലെങ്കിൽ വീഡിയോ എല്ലാ മക്കളും പോസ് ചെയ്യുക, ഒറ്റക്ക് മര്യാദയ്ക്ക് ഫിഗർ വരച്ചൊന്ന് ചെയ്തേ ഒക്കെ ചെയ്താൽ സെറ്റായി. അത് നോക്കിക്കേ, എനിക്കറിയാം ഈ ഓക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം ഈ +Qയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്. ഈ ചാർജ് ഇവനെ അല്ലേ തള്ളും, ഇങ്ങോട്ട് പോടാ ഒന്ന് തള്ളും അല്ലേ. ഈ -Q ചാർജ് എന്താ, ഇങ്ങോട്ട് വാണ്ട കുട്ടാ എന്ന് പറഞ്ഞ് വലിക്കും അല്ലേ. കഴിഞ്ഞോ ഫോഴ്സുകൾ കഴിഞ്ഞോ ഇല്ല. ഈ +Q ചാർജ് എന്താ ചെയ്യുക, ഇങ്ങോട്ട് പോടാ എന്ന് പറഞ്ഞ് ഇവനെ വേറെ തള്ളുകയല്ലോ അല്ലേ, ഇവനെ ഇങ്ങോട്ട് തള്ളും. ഇത്രയും ഫോഴ്സാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കി നമുക്ക് പരിപാടികളൊക്കെ ഒന്ന് കണ്ടുപിടിച്ചാലോ. ഓക്കെ, എല്ലാവരും പോസ് ചെയ്തിട്ട് സാധനം ചെയ്യാം. ഓക്കെ, അത് നോക്കിക്കേ, ഓരോരോ ഫോഴ്സ് കണ്ടുപിടിക്കുക. ഈ ഫോഴ്സ് എന്തായിരിക്കും, ഞാൻ ഇതാണ് KQ²/A², മൈനസാണ്, അത് അങ്ങോട്ടാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഫോഴ്സ് എന്താണ്, വീണ്ടും KQ²/A² എന്നാണ് അല്ലേ, സെയിം KQ²/A² ആണ്. അപ്പോൾ നോക്കിയാൽ ഇവർ നമ്മൾ എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണുള്ളത് അല്ലേ. അപ്പോൾ നോക്കിയാൽ രണ്ട് സെയിം സാധനം 90 ഡിഗ്രി നമുക്കറിയാം, √2 പരിപാടിയെ വരിക. സാർ അതൊന്നും എനിക്ക് അറിയില്ല സാറേ. ഓക്കെ വേണ്ട, നമ്മൾ ഇക്വേഷൻ നോക്കിക്കോ, R = 2 × KQ²/A² cos 90/2 അല്ലേ. രണ്ട് സെയിം മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ 2A cos θ/2 കൊടുക്കാൻ പറ്റും. നിൽക്കാതെ പഠിപ്പിച്ചെന്നില്ലേ, അത് കൊടുത്തതാ. ഓക്കെ മക്കളെ, ഞാനിപ്പോൾ എന്താ കണ്ടിരിക്കുന്നത്, ഈ രണ്ട് ഫോഴ്സ് നമുക്ക് അത് ഇതിവിടെ നിൽക്കട്ടെ, ഈ രണ്ട് ഫോഴ്സുള്ള സാധനം റിസൾട്ട് കണ്ടുപിടിക്കും, പിന്നെ അതുള്ള റിസൾട്ട് ഞാൻ കണ്ടുപിടിക്കും. അപ്പോൾ ഈ സാധനം എന്താ വരിക, R = 2KQ²/A², 90/2 എന്ന് പറഞ്ഞാൽ 45, cos 45 എന്ന് പറഞ്ഞാൽ എത്രയാ, 1/√2. അപിഷ്ക √2 വെട്ടാം. അപ്പോൾ R = എന്താ വരിക, √2 KQ²/A² എന്ന് പറഞ്ഞ് എഴുതാം. 2നെ നമുക്ക് √2 × √2 എന്ന് പറഞ്ഞാൽ ഒരു √2 വെട്ടിയതാണ്. അല്ലെങ്കിൽ വെക്ടറിലൊക്കെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്ത കുട്ടിക്കറിയാം, രണ്ട് സെയിം വെക്ടർ ഒരു 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും, √2 ടൈംസ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുക, കറക്റ്റ് 45 ഡിഗ്രി ആയിട്ട് ഇങ്ങനെ ഉണ്ടാവുക ആ റിസൾട്ടൻറ്റ്. അപ്പോൾ ആ റിസൾട്ട് ഇപ്പോൾ എന്താ ഉള്ളത്, √2 KQ²/A² ആയിട്ടാണുള്ളത്. അപ്പോൾ നോക്കിക്കേ, ഇനി നമുക്ക് ഇതിനൊക്കെ നമുക്ക് സിനാരിയോ ഒന്ന് മാറ്റാമല്ലോ അല്ലേ. ഇതിന് സമ്മ് ഞാൻ എഴുതി കഴിഞ്ഞു അല്ലേ. ഇനി നോക്കിക്കേ, ഇനി സത്യം പറഞ്ഞാൽ എന്താ ഉള്ളത്, ഈ രണ്ട് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. ഈ ഫോഴ്സ് എന്താ കണ്ടുപിടിച്ചേ, ആ ഫോഴ്സ് എന്താ, അത് മക്കൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എന്താ ഇക്വേഷൻ എന്താ, KQ × Q²/A² അല്ലേ, /A² അല്ലേ. മക്കളെ എപ്പോൾ എല്ലായിടത്തും കൊണ്ട് A² കൊടുക്കല്ലേ. A എന്ന് പറഞ്ഞാൽ ദൂരമാണ്, ഇവർ രണ്ടാളും തമ്മിലാണെങ്കിൽ ദൂരം A ആണ്, ഇവർ രണ്ടാളും തമ്മിൽ ദൂരം A ആണ്. പക്ഷെ ഇവർ രണ്ടാളും തമ്മിൽ ദൂരം എന്തല്ല, A അല്ല. ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽ എത്രയാണ്, സ്ക്വയർ ഡയഗണൽ എത്ര, √2 ടൈംസ് A ആണ് അല്ലെ, √2 ടൈംസ് ആണ്. അപ്പോൾ ഇത് A ആണെങ്കിൽ ഈ ദൂരം എത്രയും മക്കളെ, √2 × A ആണ്. സാറേ അതെങ്ങനെ കിട്ടിയ മക്കളെ, പൈത്തഗോറസ് തിയറം, A² + A² റൂട്ട്, ഇപ്പോൾ √2A², ഇതൊക്കെ നമ്മൾ അല്ലേ, √2 ടൈംസ് A ആണ്. ഓക്കെ അല്ലേ, പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ. ബുദ്ധിമുട്ടുണ്ടോ മക്കളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ നോക്കിക്കേ അവിടെ സാധനം ഇങ്ങനെ വരിക, സാധനം കൊടുത്തേ. അപ്പോൾ KQ² ദൂരം സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെ വരിക, KQ² / √2 അപ്പോൾ എത്ര വരിക, 2A². ഇതാണ് വരിക. അപ്പോൾ നോക്കിയാൽ ഈ രണ്ട് വെക്ടേഴ്സായി ഇവർ റിസൾട്ട് കണ്ടുപിടിച്ചേ, ഒന്ന് പോസ് ചെയ്ത് കണ്ടുപിടിച്ചേ, ഇനിയെങ്കിലും ഒന്ന് ചെയ്ത് മക്കളെ മര്യാദയ്ക്ക് ആംഗിൾ കണ്ടുപിടിച്ച്, എങ്ങനെ ആംഗിൾ എങ്ങനെ വരിക ഒന്ന് കണ്ടുപിടിച്ചേ. നോക്കിയേ, അങ്ങനെ ഇവിടെ ഇങ്ങനെ കഷ്ക വരച്ചു അല്ലേ. എനിക്കറിയാം ഇത് 45 ഡിഗ്രിയാണ്. സാറേ അതെങ്ങനെ 45 ഡിഗ്രി വന്ന്, നമ്മുടെ രണ്ട് സെയിം വെക്ടേഴ്സ്, അതിൻ്റെ റിസൾട്ട് കറക്റ്റ് എന്തെങ്കിലും ഉണ്ടാവുക, 45 ഡിഗ്രി ഉണ്ടാവുക. ഇനി ഈ ആംഗിൾ എന്തായിരിക്കും എന്ന് കണ്ടുപിടിച്ചേ, കണ്ടുപിടിച്ചേ മക്കളെ. നോക്കിക്കേ, ഇത് കറക്റ്റ് ഡയഗണലാണ്. ഇത് 45 ആണെങ്കിൽ അല്ലേ, ഇതും തന്നെയാണ് 45 വരിക. സാറേ അതെങ്ങനെ വന്ന്, മക്കളത് മൊത്തത്തിൽ 90 ഡിഗ്രി ഡയഗണൽ കറക്റ്റ് ബൈസെക്ട് ചെയ്യുക. അപ്പോൾ ഇത് 45 ഇത് 45. ഇനി നോക്കിയേ മക്കളെ, ഇത് 45 ആണെങ്കിൽ ഇതും 45 അല്ലേ വരിക അല്ലേ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് 45 അല്ലേ വരിക. അപ്പോൾ 45 + 45 മൊത്തം ഈ രണ്ട് ഫോഴ്സ് നമ്മൾ എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. കുറച്ച് നല്ല ക്വസ്റ്റ്യനായി പോയി അല്ലേ, 90 ഡിഗ്രിയാണ്. ഇനി ചെയ്തൂടെ സാറേ, മനസ്സിലാവുന്നില്ല മക്കളെ. നോക്ക്, ഈ +Q ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ഓരോന്നായിട്ട് ഡിസെക്ട് ചെയ്യുക. ആദ്യം ഈ -Q എന്ത് ചെയ്യുക, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അട്രാക്ട് ചെയ്തു. അതാണ് KQ²/A² അല്ലേ. ഈ +Q ചാർജ് അവനെ പുഷ് ചെയ്തു, റിപ്പൾഷൻ ചെയ്തു അടിയിലോട്ട്, KQ²/R², 2 KQ²/R², സെയിം ഫോഴ്സാണ് 90 ഡിഗ്രി ആക്ട് ചെയ്യുന്ന. റിസൾട്ടിന് എന്താ വരിക, √2 KQ²/R². ഓക്കെ, ഇത് രണ്ടും 90 ഡിഗ്രി ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കറക്റ്റ് റിസൾട്ടിന് എത്ര ഉണ്ടാവും, 45 ഡിഗ്രി ആക്ട് ചെയ്യാം.
ഓക്കെ, കറക്റ്റ് സെയിം സാധനമാണ്, കറക്റ്റ് നടുവിലാണ് പോകുക. കറക്റ്റ് നടു എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്, √2 KQ² ആണ്. അപ്പോൾ ഈ ഫോഴ്സ് ഇവിടെ ഉണ്ട്. ഇത് രണ്ട് സിനാരിയോ എന്ന് മാറി അതിൻ്റെ മൊത്തത്തിലുള്ള എഫക്റ്റാണ് ഈ സാധനം എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ +Q ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡ്യൂ ടു ദിസ് +Q ചാർജ് എങ്ങനെ വരിക? അലോങ് ദി ലൈൻ ജോയിനിങ് ദിസ് ഉണ്ട് ഷ്കൂ ഇങ്ങനെ ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ലൈൻ അലോങ് ആയിട്ട് ആക്ട് ചെയ്യുക. അത് എത്ര എഴുതിയുള്ള KQ² ഇവർ ദൂരം √2A² അപ്പോൾ 2A² എന്നാണ് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിങ്ങനെ സാർ അത് എഴുതി മനസ്സിലായില്ല മക്കളെ, നോക്കടാ നോക്കി ഇത് എഴുതി ഒന്ന് കാണിക്കുകയാണേ. KQ² √2A². അപ്പോൾ എങ്ങനെ വരിക? 2A² അല്ലേ? ഇനി ആംഗിൾ കണ്ടുപിടിക്കുക, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് 45 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടി അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ദി വെർട്ടിക്കൽ ഇത് 45 ഡിഗ്രിയാണ്. അപ്പോൾ നോക്കിക്കേ, ഇത് 45, ഇത് നോക്കിക്കേ ഈ വര. ഓക്കെ, ഈ വര അല്ലേ? ഇത് നമ്മൾ ആംഗിളാണ് ചോദിച്ചത്. ഈ ആംഗിൾ എന്താണോ അത് തന്നെ ഈ ആംഗിളോ വെർട്ടിക്കലി കറക്റ്റ് ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? നമ്മൾ നോക്കി നമ്മളെ എക്സ് അല്ലേ അത്? ഇത് 45 ഇതും 45 അല്ലേ വരിക? അപ്പോൾ നോക്കി രണ്ട് ആംഗിൾ ഇത്ര 45 + 45 എത്രയായി? 90 ഡിഗ്രി ആയി. ഇനി റിസൾട്ടൻ കണ്ടുപിടിച്ചൂടെ, റൂട്ട് പരിപാടി കണ്ടുപിടിച്ചൂടെ? √F1² + F2². റിസൾട്ടൻ √F1² KQ² /2A² സ്ക്വയർ അല്ലേ, പ്ലസ് KQ² √2A² അല്ലേ, F1² + F2² പ്ലസ് 2F1 F2 cos θ. അത് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചെയ്യൂലേ? ഒന്നും ചെയ്യല്ലേ, അത് ചെയ്യുക. KQ² A² റൂട്ടായിട്ട് കോമൺ ആക്കി എടുക്കുക, എന്നിട്ട് 1/2 എന്നുള്ള പരിപാടിയൊക്കെ ചെയ്യുക. പരിപാടി ചെയ്യാം, ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ മക്കൾ? ഇനി ചെയ്യണോ? വെറുതെ മാത്തമാറ്റിക്സ് സമയം ഞാൻ ജസ്റ്റ് ആ ഇക്വേഷൻ വൃത്തിക്ക് ചെയ്ത് തരാം. ഓക്കെ, റിസൾട്ടൻറ്റ് R = √F1² + F2² + 2F1 F2 cos θ എന്നുള്ളതാണ് പരിപാടി. ഓക്കെ, ഇനി ഇവിടുത്തെ F1 എന്നുള്ള സാധനം എന്താണ്? ഒരു ഫോഴ്സ് എന്തായിരുന്നു മക്കളെ? KQ² /2A². അപ്പോൾ F1² എന്ന് പറയുമ്പോൾ സ്ക്വയർ. F2 മറ്റേ ഫോഴ്സ് എന്തായിരുന്നു മക്കളെ? KQ² എന്തായിരുന്നു? √2 അല്ലേ? √2 KQ² A². ഇതാണ് F2 ഫോഴ്സ് സ്ക്വയർ. ഓക്കെ, പ്ലസ് 2 × F1 F2. അപ്പോൾ KQ² /2A² √2 KQ² A² cos എത്ര മക്കളെ? cos 90 അല്ലേ? cos 90 എത്ര മക്കളെ? 0. ഓക്കെ, അപ്പോൾ ഉത്തരം എത്ര വരിക? √of എത്ര സാധനം എത്ര വരിക? KQ² A². ഇവിടെ നമുക്ക് കോമൺ എടുത്തൂടെ? KQ² A² കോമൺ എടുത്താൽ എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? എന്തൊക്കെയാണ് ബാക്കിയുള്ളത് പറഞ്ഞേ? അല്ലേ, K² അല്ലേ, ഇതിൻ്റെ സ്ക്വയർ അല്ലേ? KQ² A² സ്ക്വയറിന് കോമൺ എടുത്താൽ എന്തൊക്കെ ബാക്കിയുള്ളത്? 1/2² എന്ന് പറഞ്ഞാൽ 1/4 പ്ലസ് √2² എന്താ വരിക? 2. ഇതാണ് ബ്രാക്കറ്റിനുള്ളിലുള്ളത്. സാറേ മനസ്സിലായില്ല മക്കളെ, സ്ക്വയർ കൊടുക്കുക. അപ്പോൾ K² Q² അല്ലെ, K² Q⁴ A⁴. ഇവിടെ എന്താ വരിക? K² Q⁴ A⁴. അതിന് കോമൺ ആക്കി പുറത്ത് എടുത്തിട്ടുള്ളത് ആണ് K² Q⁴ A⁴. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കറ്റിൽ എന്താ ഉണ്ടാവുക? 1/2² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4. √2ൻ്റെ സ്ക്വയർ എത്ര വരിക? 2. അപ്പോൾ ഇവനെ റൂട്ടിനെ പുറത്തേക്ക് എടുത്തൂടെ? അപ്പോൾ എത്ര വരിക? KQ² A² √1/4 + 1/2. മാത്തമാറ്റിക്സ് ചെയ്തേ എത്ര വരിക? 9/4 അല്ലേ? 4 × 2 8, 8 + 1 9/4. 9ൻ്റെ റൂട്ട് എത്ര മക്കളെ? 3. 4ൻ്റെ റൂട്ട് എത്ര മക്കളെ? 2. അപ്പോൾ ഉത്തരം വൃത്തിക്ക് എത്ര വരിക? 3/2 KQ² A². ഓക്കെ മക്കളെ, ഓക്കെ. സോ ഐ ഹോപ്പ് ഇറ്റ് വാസ് ക്ലിയർ. എന്തെങ്കിലും മാത്തമാറ്റിക്കൽ എറർ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അധികം സമയത്തിലോട്ട് പോകുന്നില്ല, അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. ഓക്കെ മക്കളെ, പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? നല്ല ക്വസ്റ്റിനോട്ട് പോകും. നോക്കി മക്കളെ, 2 charges +2 coulomb and +6 coulomb are repelling with each other with a force of 12 Newton. ഓക്കെ, വെരി ഗുഡ്. ഒരു +2 കൂളും ചാർജ് ഉണ്ട്, ഒരു +6 കൂളും ചാർജ്. ഇവർ നമ്മൾ എന്തോ ദൂരം എന്ന് പറഞ്ഞിട്ടില്ല. ഇവർ റിപ്പൾഷൻ നടക്കുകയാണ്, 12 Newton റിപ്പൾഷൻ നടക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. If each charge is given -2 coulomb of charge, then the value of the forces will be. ശ്രദ്ധിക്കണം. ഓക്കെ, -2 കൂളും കൊടുക്കുക. അപ്പോൾ +6ന് -2 കൂളും കൊടുക്കുമ്പോൾ ഓക്കെ, അപ്പോൾ 6 + -2 ഇവിടെ ചാർജ് ഇത്ര? ഇപ്പം 4 കൂളുംബായി മാറി. ഓക്കെ, ഈ ചാർജ് എന്താ? ഇപ്പം എന്തായി? സെറ്റപ്പ് മാറി. ഇതൊരു 4 കൂളും ചാർജായി. ഈ +2 ചാർജിന് -2 കൂളും കൊടുക്കുമ്പോൾ നോക്കിക്കേ, 2 + -2 കൂളും കൊടുക്കുമ്പോൾ എത്ര വരിക? 0 കൂളുംബ്. 0 കൂളുംബ്. ഇനി ഇക്വേഷൻ ഏതൊക്കെ? F = K × Q1 Q2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 0 ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ വരും. ഉത്തരം എന്താ വരിക? 0. ശ്രദ്ധിക്കണം, ആൻസർ എന്താ വരിക? 0. ആൻസർ എന്താ വരിക? 0. സാറേ മനസ്സിലായില്ല.
നിങ്ങൾ എന്താ പറയുന്നത്? 2 ചാർജിന് -2 ചാർജ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ +2 ചാർജിന് -2 ചാർജ് കൊടുക്കുമ്പോൾ കറക്റ്റ് എന്തായി? 0 ആയി. ഒരു 0 ചാർജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ F = K Q1Q2/R² കൊടുക്കുമ്പോൾ അല്ലേ, ഒരു Q ചാർജ് 0 ആണ്, ഒരു ചാർജും ഇല്ല. അപ്പോൾ ആ മാത്തമാറ്റിക്കലി 0. ഇനി ലോജിക്കലി ആലോചിച്ചൊക്കെ, ഒരു ന്യൂട്രൽ ബോഡി 0 ചാർജ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ബോഡിയാണ്. ഒരു ന്യൂട്രൽ ബോഡിയും ഒരു പോസിറ്റീവ് ബോഡിയും നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൾഷൻ എന്തെങ്കിലും ഉണ്ടാവും? ഒരു റിപ്പൾഷൻ ഒന്നും ഉണ്ടാവില്ല. ഫോഴ്സ് എന്താ വരിക? 0. നല്ല ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 point charges A and B having charges +Q and -Q respectively are placed at certain distance apart and the force acting between them is F. If 25% of charge of A is transferred to B, then the force between the charges becomes. മക്കളെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇത് ഏതൊരു പാഠത്തിലും ഫിസിക്സും കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾക്ക് കാണാം. എന്താ ക്വസ്റ്റ്യൻസ്? ആദ്യത്തെ സെൻറ്റൻസ് നമുക്ക് എന്ത് പഠിപ്പിക്കുകയാണ്? ഒരു ഡാറ്റ നമുക്ക് പഠിപ്പിക്കുക. രണ്ടാമത്തെ സെൻറ്റൻസ് ആ ഡാറ്റയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ എന്ത് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് അല്ലേ. നമ്മൾ വണ്ടിയൊക്കെ ചെയ്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഒരു ബുള്ളറ്റ് ഇത്ര സെൻറ്റിമീറ്റർ പോകുമ്പോൾ വെലോസിറ്റി ഇത്രയായി അല്ലേ, നമുക്ക് പഠിപ്പിച്ച് തരിക അല്ലേ. ഇത്ര സെൻറ്റിമീറ്റർ പോയപ്പോൾ വെലോസിറ്റി പകുതിയായി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡാറ്റ പഠിപ്പിച്ച് തരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ഭാഗം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും ആ ക്വസ്റ്റ്യനിലൊക്കെ? ഇനി എത്ര ദൂരം പോയാലാണ് കംപ്ലീറ്റ്ലി നിൽക്കുക? അപ്പോൾ നമുക്കൊരു ഡാറ്റ പഠിപ്പിച്ചു തന്നു. ആ ഡാറ്റയിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ എന്താണ് പരിപാടി എന്നുള്ള ജോണർ ക്വസ്റ്റ്യൻ നിങ്ങൾ കെമിസ്ട്രിയും ഫിസിക്സിലൊക്കെ കാണും. ഇപ്പോൾ ഈ ഇവിടെ തന്നെ നോക്കി നോക്കിയേ, ഒരു +Q -Q ചാർജും എന്തോ ഒരു ദൂരത്തിലാണ് F ഫോഴ്സ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേജ് നോക്കിക്കേ, അതിലൊരു സിനാരിയോ വ്യത്യാസം വരുത്തുക. അങ്ങനെ 25% ചാർജ് എയിൽ നിന്ന് ബിയിലോട്ട് കൊടുത്താൽ പുതിയ ഫോഴ്സ് എന്തായി? അപ്പോൾ ഈ ഒരു ജോണർ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ ചെയ്യാം? 2 സ്റ്റേറ്റ്മെൻറ്റ് ഇക്വേഷൻ എഴുതാം. ഓക്കെ, 2 സ്റ്റേറ്റ്മെൻറ്റ് ഇക്വേഷൻ എഴുതുക. എന്നിട്ട് ഇനി നിങ്ങൾക്ക് 2 വഴിയുണ്ട്. ഒന്നെങ്കിൽ 2 ഇക്വേഷൻ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം, വിച്ച് ഇസ് മോസ്റ്റ് ഓഫ് ദ ടൈം വിച്ച് ഇസ് എ സിംപ്ലർ വഴി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ ഇക്വേഷൻ എന്തെങ്കിലും കണ്ടുപിടിച്ച് രണ്ടാമത്തെ ഇക്വേഷൻ കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് വഴി. ഓക്കെ, അത് ഞാൻ ഒന്നാമത്തെ സെൻറ്റൻസിന് ഇക്വേഷൻ എഴുതാണ്. അത് നോക്കിക്കേ, ഒരു +Q ചാർജ് ഉണ്ട്. ഓക്കെ, ഒരു +Q ചാർജ് ഉണ്ട്, ഒരു -Q ചാർജ് ഉണ്ട്. ഇവർ തമ്മിൽ എന്തോ ദൂരമുണ്ട്, ലെറ്റ്സ് സേ r ദൂരമുണ്ട്. അപ്പോൾ ഫോഴ്സ് F ആണ്. അപ്പോൾ F ഉള്ള ഇക്വേഷൻ്റെ മക്കളെന്ന് എഴുതിക്കേ, ഒരു പഠിപ്പിച്ചത് F ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ ചെയ്താൽ KQ² / R². സാറേ മൈനസ് വരൂല്ലേ മക്കളെ? മൈനസ് വരും, ശരിയാണ്. അത് ഡയറക്ഷനാണ് സൂചിപ്പിക്കുന്നത്, അത് മാത്രം മനസ്സിലാക്കുക. എന്തായാലും മാഗ്നിറ്റ്യൂഡ് വൈസ് എന്താണ്? KQ² / R² ആണ്. ഓക്കെ അല്ലേ, ഇതാണ് അവർ പഠിപ്പിച്ചു തന്ന ഇക്വേഷൻ. ഇനി രണ്ടാമത് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? A ചാർജാണ് എന്ത്? +Q എന്ന് പറയുന്നത്. B ചാർജാണ് -Q എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? ഈ +Qയിൽ നിന്ന് 25% എടുത്ത് എങ്ങോട്ട് കൊടുക്കുകയാണ്? ബിയിലോട്ട് കൊടുക്കുകയാണ്. A ആണ് +Q, B ആണ് -Q അല്ല, റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ +Qയിൽ നിന്ന് 25% എന്ന് പറഞ്ഞാൽ എത്രയാ? 1/4% അല്ലേ. അപ്പോൾ Qയുടെ 1/4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? Q/4. അപ്പോൾ Q/4 ചാർജ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടിഷ്ക എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ Qയിൽ നിന്ന് Q/4 പോയാൽ ഇപ്പോൾ A ചാർജ് എന്തായി? ഇപ്പോൾ A ചാർജ് എത്ര ഉണ്ടാവുള്ളൂ? 3/4 ബാക്കി ഉണ്ടാവുള്ളൂ. 3Q/5 ചാർജല്ലേ ബാക്കിയുള്ളൂ. ലോജിക്കാലേക്ക് മൊത്തം ഒരു ഫുള്ളായിട്ടുള്ള ചാർജിനായിരുന്നു. അതിന് 1/4 വർഷം ഞാൻ എടുത്തു, ബിക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ എത്ര ഉള്ളൂ? 3/4 ഉള്ളൂ. അതാണ് എഴുതിയുള്ളത് 3Q/4 A ഉള്ളത് അല്ലേ. ബി ചാർജ് അപ്പോൾ എന്താവുക? ബി ചാർജ് എന്താവുക? -Q ചാർജിന് മണ്ടക്ക് എന്ത് വരിക മക്കളെ? Q/4 ചാർജ് വരിക. +Q/4 ചാർജാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എത്ര വരിക? മാത്തമാറ്റിക്സ് ചെയ്തേ, -Q +Q. ഇത് എത്ര? മാത്തമാറ്റിക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാ? -4Q + 4Q അല്ല +Q / 4 = -3Q/4 ആയി. വാ സർജീവ. അപ്പോൾ പുതിയ ബി ചാർജ് എന്തായി? -3Q/4 ആയി. അതേ ദൂരത്തിനൊരു വ്യത്യാസമില്ല, സെയിം ദൂരത്തിനെ പറ്റി ഒന്നും മാറ്റമൊന്നും പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ പുതിയ ഫോഴ്സ് എഴുതിക്കേ. F' = നിങ്ങൾ എങ്ങനെ ചെയ്താൽ? പുതിയ ഫോഴ്സാണ്, അതാണ് F' എന്ന് പറഞ്ഞ് വിളിച്ചേ. അപ്പോൾ F' = എന്താ? K Q1 Q2 എങ്ങനെ വരിക? 3Q/4 -3Q/4 മൾട്ടിപ്ലൈ എന്താ വരിക? 9Q² / 4 × 4 16 ഒരു R². മക്കളെ 3/4 ചെയ്തതാ. 3 × 3 9, 4 × 4 16 അതാണ് എഴുതിയിട്ടുള്ളത്. സാറേ മൈനസ് സൈൻ അല്ല മക്കളെ, മൈനസ് സൈൻ ഉണ്ട്, അത് അട്രാക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ ഇക്വേഷൻ മക്കൾ നോക്കിയേ, കമ്പയർ ചെയ്തേ. ഈ 2 ഇക്വേഷൻ അതാണ് ഞാൻ പറഞ്ഞത്. 2 സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്താൽ? ഇക്വേഷൻ എഴുതി ഞാൻ. 2 സ്റ്റേറ്റ്മെൻറ്റ് എന്ത്? ഇക്വേഷൻ എഴുതി. ഇനി 2 വഴിയുണ്ട്. ഒന്നെങ്കിൽ ഒന്നാമത്തെ വഴി നിന്ന് കണ്ടിച്ച് രണ്ടാമത്തെ കൊണ്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 2ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, ഇത്രയും സാധനം എന്താ? ഇത്രയും സാധനം എന്താ? KQ² / R². ഇത്രയും സാധനം എന്താ? ഈ ബോർഡെ കണ്ട് മുതലാക്കട്ടെ. ഇത്രയും സാധനം എന്താ പുള്ളേ? എന്താ പറയേ? എന്താ സാധനം? KQ² എന്താ? ഫോഴ്സാണ് അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് ഞാൻ എന്തോ കണ്ടുപിടിച്ച് രണ്ടാമത്തെ ഇക്വേഷൻ കൊണ്ടുപോയിട്ട് കൊടുത്തു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 ഇക്വേഷൻ ഡിവൈഡ് ചെയ്യാം.
ഓക്കെ, എന്താണ് നിങ്ങൾക്ക് സെയിം ഉത്തരം കിട്ടുക. അപ്പോൾ എന്താ കിട്ടുക? അപ്പം ഇതിൽ നമുക്ക് എന്ത് ചെയ്താം? എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു 9/16 ആണ്. പരിപാടി തീർന്നു. ഉത്തരം എന്താ? 9f/16. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. നല്ല ക്വസ്റ്റൻ ആയിരുന്നില്ലേ? അപ്പോൾ ശ്രദ്ധിക്കണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. Two charged particles P and Q are 0.1 meter apart. Okay. The charge on P is 1.5 and charge on Q is 1.5 × 10⁻⁷ coulomb. Okay. The particle P experiences an electrostatic force of magnitude F because it is near to the charge on particle Q. Okay. ഒന്നുമില്ല, ഒരു പിന് ചാർജ് ഉണ്ട്, ക്യൂവിന് ചാർജ് ഉണ്ട്, ഇവർ തമ്മിൽ എത്ര ദൂരമുണ്ട്, ആ ദൂരമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് എഫ് ആണ് കേട്ടോ. നേരത്തെ അതേ സെയിം ജോണിൻ്റെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് നമുക്കൊരു ഡാറ്റ നമുക്ക് തന്നു. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു പാർട്ടിക്കിൾസ് ഇൻക്രീസ്. നോക്കിക്കുക, വാല്യൂസ് മാറ്റുകയാണ്. അങ്ങനെയെങ്കിൽ വാല്യൂസ് മാറ്റിയാൽ എന്ത്? അതേ ക്വസ്റ്റ്യനാണ്. അങ്ങനെയെങ്കിൽ വാല്യൂസ് ഒക്കെ മാറ്റി, പരിപാടിയൊക്കെ മാറ്റി, പിയുടെ വാല്യൂ ക്യൂയുടെ വാല്യൂ ഒക്കെ മാറ്റി. അപ്പോൾ പുതിയ ഫോഴ്സ് എഫ് എന്തെന്നാണ് ചോദ്യം. രണ്ടിന് ഇക്വേഷൻ ചെയ്യുക. റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നടാ? എൻ്റെ മക്കൾ പറഞ്ഞേ. ഒന്നാമത്തെ കണ്ടീഷൻ നോക്കിയേ, ഒരു പി ചാർജ് നിൽക്കുന്നു, ഒരു ക്യൂ ചാർജ് നിൽക്കുന്നു. ഇവർ തമ്മിൽ എന്തുണ്ടാ? ഇവർ തമ്മിൽ എത്ര ദൂരമുണ്ട്? 0.1 ദൂരമുണ്ട്. അപ്പോൾ നമ്മുടെ എഫിൻ്റെ ഇക്വേഷൻ ഇത് എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ സ്ക്വയർ. ഓക്കെ, ക്യൂ സ്ക്വയർ 1. രണ്ടും പിയുടെ സ്ക്വയർ ക്യൂയുടെ സ്ക്വയറിന് സെയിം ആണ്. അപ്പോൾ എന്താ വരിക? 1.5 × 10⁻⁷ ദി ഹോൾ സ്ക്വയർ ആണ് വരിക. സാർ അതങ്ങനെ ഹോൾ സ്ക്വയർ ആണ് മക്കളെ, രണ്ടും സെയിം അല്ലേ? ക്യൂ ഇൻറ്റു ക്യൂ സ്ക്വയർ അല്ലേ വരിക? രണ്ടും സെയിം ചാർജ്. ഓക്കെ, ഡിവൈഡ് ബൈ ദൂരം സ്ക്വയർ. അപ്പോൾ 0.1 എനിക്ക് 10⁻⁻1 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ 0.1 സ്ക്വയർ അല്ലേ? അപ്പോൾ ഇതിനൊന്ന് വൃത്തിക്ക് എന്ത് വരിക? എഫ് ഈസ് ഈക്വൽ ടു 1.5 സ്ക്വയർ എത്ര വരിക? 2.25 × 10⁻⁻14 k ഡിവൈഡ് ബൈ 10⁻⁻2. 10⁻⁻1 സ്ക്വയർ 10⁻⁻2. മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് എന്താ കിട്ടുക? എഫ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? എഫ് ഈസ് ഈക്വൽ ടു സത്യം പറഞ്ഞാൽ 2.25 × 10⁻⁻2 10⁻⁻14 നമുക്ക് എത്ര വെട്ടാം? മൊത്തം 10⁻⁻12 ആണ് മിച്ചുണ്ടാവുക. കെ ഇത്രയാണ് എഫയുടെ വാല്യൂ. ഇനി കെയുടെ വാല്യൂ 9 × 10⁻9 എന്ന് പറഞ്ഞ് കൊടുക്കണ്ട, കാരണം അടുത്തേ നമ്മൾ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാതെ ഡിവൈഡ് ചെയ്യാനൊക്കെയല്ലേ ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത സിനാരിയോ എന്താ? ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ഇതിന് മക്കളെ മൊത്തത്തിലൊരു അലമ്പാവുന്നുണ്ടോ? ഓക്കെ, ഞാൻ മാക്സിമം വൃത്തിയിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്ത കണ്ടീഷൻ ഇതാണ്. ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? ഇതേ പ്ലസ് ക്യൂ ചാർജ് അല്ലേ? ഇതേ പി ചാർജും ക്യൂ ചാർജും ഇപ്പം എത്ര ദൂരം അകലെയാടാ? ഇപ്പം എത്ര ദൂരം അകലെയുള്ളത്? 0.2 ദൂരം അകലെയാണുള്ളത്. ഇവർ നോക്കിക്കേ, വാല്യൂസ് മാറിണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പോൾ നോക്കിയേ, എഫിൻ്റെ ഇക്വേഷൻ, പുതിയ എഫ് ഡാഷിൻ്റെ ഇക്വേഷൻ ഞാൻ എങ്ങനെ എഴുതുക? കെ ഇൻറ്റു എത്രയാണ് മക്കളെ? വാല്യൂസ് എത്രയാണ്? 4.5 × 6. 4.5 × 6 എത്ര വരിക? 4.56 × 6 എത്ര വരിക? 27 അല്ലേ? 4.5 × 6 0 അല്ലേ? 3 അങ്ങോട്ട് കയറി 27. ഓക്കെ, 27. ഞാൻ 26 എന്ന് പറഞ്ഞു. ഓക്കെ, 27. എന്തായാലും 27 10⁻⁻7 10⁻⁻7 എത്ര വരിക? 10⁻⁻14 ഡിവൈഡ് ബൈ ദൂരം എത്രയാ? 2 × 10⁻⁻1. അതിലെ 0.2 എന്ന് പറഞ്ഞാൽ ഇൻറ്റു സ്ക്വയർ പരിപാടിയാണ്. അപ്പോൾ മാത്തമാറ്റിക്സ് എത്ര വരിക? അയ്യോ, ഓക്കെ, മാത്തമാറ്റിക്സ് എന്താ വരിക? എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എത്ര വരിക? 27 × 10⁻⁻14 10⁻⁻2 10⁻⁻12 k ഡിവൈഡ് ബൈ 4 ആണ് വരിക. ഓക്കെ അല്ലേ? ഡിവൈഡ് ബൈ 4 ആണ് വരിക. ഇത് വെട്ടുമ്പോൾ എത്ര ടൈംസാണ് വെട്ടുക? 6.30 വന്നു. അപ്പോൾ 7 വന്നു, 6.75. ഓക്കെ അല്ലേ? അപ്പോൾ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു വൃത്തിക്ക് എന്താണ്? 6.75 × 10⁻⁻12 k ആണ്. ഓക്കെ അല്ലേ? ഇനി ഇത് രണ്ട് സാധനം ഡിവൈഡ് ചെയ്യുക, എന്തെങ്കിലും വാല്യൂ കൊടുക്കുക, എന്തെങ്കിലും ചെയ്യുക. ഈ രണ്ട് ഇക്വേഷൻ, ഓക്കെ, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 1 രണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. രണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? മക്കളൊന്ന് പറഞ്ഞേ. രണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? 2 ഡിവൈഡ് ബൈ 1 എങ്ങനെ വരിക? ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ? എഫ് ഡാഷ് ഡിവൈഡഡ് ബൈ എഫ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 1 6.75 × 10⁻⁻12 k ഡിവൈഡ് ബൈ 2.25 × 10⁻⁻12 k അല്ലേ? കെ പോച്ച് 10⁻⁻12 10⁻⁻12. മക്കളെ നോക്കിയാൽ കറക്റ്റ് 3 ടൈംസ് അല്ലേ ഇത്? അപ്പോൾ എഫ് ഡാഷ് ഇസ് ഇക്വൽ ടു എന്താവുക? 3f. നമുക്ക് എന്ത് കിട്ടി? എഫ് ഡാഷ് ഇസ് ഇക്വൽ ടു 3f. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? അപ്പോൾ ഒന്ന് ഒരു 0.5
എക്സിലിട്ട് കാണുക, അല്ലെങ്കിൽ രണ്ടാമത് നോക്കി കാണാം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇതൊക്കെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ലെവൽ 1.5 ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് നമ്മൾ ഒരു ഫസ്റ്റ് ടൈപ്പ് നമ്മൾ ചെയ്യുക. ഓക്കെ അല്ലേ? 2 ഫോഴ്സിൻ്റെ ആയിരുന്നു ഇക്വേഷൻ എഴുതി. ഓക്കെ, എഫ് ഫോഴ്സ് ഇതാണ്. ഇനി പുതിയൊരു വാല്യൂസ് ഒക്കെ തന്നപ്പോൾ എന്താണ്, രണ്ടും ഡിവൈഡ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് വാല്യൂ കൊണ്ട് ഇവിടെ കൊണ്ട് ഇട്ട് കൊടുക്കാം. ഈ 6.75 നമുക്ക് 2.25 × 3 × 10 - 12K എന്ന് പറഞ്ഞ് എഴുതാം. 12 ആണ്, 12K എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ 3F എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എഴുതാം. അപ്പോൾ പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, നല്ല നല്ല ക്വസ്റ്റ്യൻസ് അല്ലേ മക്കളെ? ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലതല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ, 2 identical conducting spheres. Okay, good question. Okay, 2 identical spheres A and B carrying equal charge. They are separated by a distance much larger than their diameters. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം അല്ലേ? 2 identical conducting sphere എന്തല്ല, പോയിന്റ് ചാർജ് അല്ല. അപ്പോൾ കുട്ടിയായിരിക്കും സാറേ കൊടുക്കാൻ പറ്റില്ലല്ലോ പറയുന്നത്. നോക്കിക്കേ, ദേ ആർ സെപ്പറേറ്റ് ബൈ ഡിസ്റ്റൻസ് മച്ച് ലാർജർ. നല്ല അവിടെ ഡയമീറ്റർക്കാണെങ്കിൽ നല്ല ദൂരത്താണ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്തൊരു കൺസിഡർ ചെയ്യാം? പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്യാം. എന്ത് കൊടുക്കാം? കൂളുംസിലോ കൊടുക്കാം. കണ്ട, ഇപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നത് അല്ലേ? ഏതാ ആക്കി സാറേ ക്ലാസ്സിലെ? ഓക്കെ, ഇടില്ല. ഓക്കെ, മച്ച് ലാർജർ ദാൻ ദെയർ ഡയമീറ്റേഴ്സ് ആൻഡ് ദി ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് എഫ്. ഓക്കെ, എ തേർഡ് ഐഡന്റിക്കൽ കണ്ടക്ടിങ് സ്ഫിയർ C is uncharged. The sphere C is first touched to A, then to B, and then removed. As a result, the force between A and B would be equal to. നല്ല ടോപ്പ് ക്ലാസ് ക്വസ്റ്റ്യൻ അല്ലേ? എൻ്റെ ചാർജ് എന്നുള്ള സാധനമൊക്കെ അറിഞ്ഞ കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഇപ്പോൾ ചെയ്യും. നമുക്ക് ചെയ്യാം, ഒന്ന് ചെയ്യാം. അതെന്താ പറയുന്നത്? ഈക്വൽ ചാർജ്. ലെറ്റ്സ് സേ A ചാർജ് ഉണ്ടോ, B ബോഡി ഉണ്ട്, രണ്ടിന് Q ചാർജ് ആണെന്ന് വിചാരിക്കുക. ഈക്വൽ ചാർജ് എന്ന് പറഞ്ഞാൽ രണ്ടിന് Q ചാർജ് ആണ് മക്കൾ വിചാരിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അവർ തമ്മിൽ എന്ത് ദൂരത്തിലുള്ളത്? R ദൂരത്തിലുള്ളത്. അപ്പോൾ ഫോഴ്സ് എത്രയുള്ളത്? ഫോഴ്സ് = KQ²/R² ആണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഇവർ ഇങ്ങനെയായിരുന്നു ആദ്യം, ഫോഴ്സ് F ആയിരുന്നു. അതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. F ഇതാണ്, KQ²/R² ആണ്. ഇനി എന്താ പറയുന്നത്? ഒരു C ചാർജ്, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള C ചാർജ് മുട്ടി അല്ലേ? ഐഡൻറ്റിക്കൽ C ചാർജ് അത് നമ്മൾ എയിനായിട്ട് മുട്ടിച്ചു, എന്നിട്ട് നമ്മൾ ബിനായിട്ട് മുട്ടിച്ചു. അതാ പറയുന്നത് ഐഡൻറ്റിക്കൽ. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ചാർജ് എന്നുള്ള സാധനം എടുത്ത് നോക്ക്. ഐഡൻറ്റിക്കൽ ചാർജ് C അൺചാർജ് ആയിരുന്നു. അത് നമ്മൾ ആദ്യം എനെ മുട്ടിച്ചു, പിന്നെ ബിനെ മുട്ടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മുട്ടിച്ചാൽ ഡയറക്റ്റ് ടച്ച് ആയാൽ കണ്ടക്ഷൻ നടക്കും. കണ്ടക്ഷൻ ഒക്കെ ചാർജ് ഒന്നിൽ നിന്ന് മറ്റൊരിലോട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ Q ചാർജൊക്കെ മൊത്തത്തിൽ മാറി പുതിയ ഒരു A', B' പരിപാടി വരും. ഓക്കെ, പുതിയ ഫോഴ്സ് വരുമ്പോൾ നമ്മൾ അതേ ദൂരം ഉണ്ടാവും. അപ്പോൾ F' എന്ത് എന്നാണ് ചോദ്യം. ഇതാണ് ചോദ്യം മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു, 2 ബോഡീസ് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ മുട്ടിച്ചാൽ ഫൈനലി അവർ ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫൈനൽ കണ്ടീഷൻ ഈക്വൽ ചാർജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ബുദ്ധി ഒന്ന് കൊടുത്തേ മക്കളെ. ഇത് തന്നെ ചാർജിൻ്റെ കുറച്ചുകൂടി നല്ല കുറച്ചുകൂടി നിങ്ങൾ പോകുമ്പോൾ വേറെ ഐഡൻറ്റിക്കൽ അല്ലാതെ വലുപ്പത്തിൽ വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് Q is directly proportional to R ആണ് വരിക. സാർ ഒന്നും മനസ്സിലാവുന്നില്ല, കുഴപ്പമില്ല, നമുക്ക് ക്വസ്റ്റ്യനോട് സാധനം മനസ്സിലാക്കാം. ഐഡൻറ്റിക്കൽ ആകുമ്പോൾ രണ്ടും സെയിം റേഡിയസ് ആണ്, സെയിം ബോഡിയൊക്കെ ആണെങ്കിൽ കറക്റ്റ് മുട്ടിച്ച് കഴിഞ്ഞാൽ അവസാനം ഒരു കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവുക? സെയിം ചാർജാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഇതൊരു 2Q ചാർജാണ്, വലിയ ചാർജ് ഒന്നുമില്ല. മുട്ടിച്ച് കഴിഞ്ഞാൽ അവസാനം ഉണ്ടാക്കും സെയിം ചാർജ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആകാശത്തിന് ചാർജ് ഒന്നും വരാനില്ല, മൊത്തം 2Q ആയിരിക്കും ഉണ്ടാവണം. ഇവൻ്റെ Q ഉണ്ടാവും. 4Q ചാർജ് 0Q ചാർജ് രണ്ടും മുട്ടിച്ച് കഴിഞ്ഞാൽ 2Q ആയിട്ട് മാറും. 9Q ചാർജ് 9Q വേണ്ട 8Q ചാർജിന് മുട്ടിച്ച് കഴിഞ്ഞാൽ എന്ത് വയ്ക്കും? 4Q ചാർജ് ആയിട്ട് മാറും. ഐഡിയ മനസ്സിലായോ? ഐഡൻറ്റിക്കൽ ബോഡീസ് ആണെങ്കിൽ. ഞാൻ ഐഡൻറ്റിക്കൽ അല്ല, ഒന്നിന് എത്രയോ ഡയമീറ്ററിന് മറ്റൊരു എത്രയോ ഡയമീറ്റർ, ഇനി മുട്ടിച്ചാൽ എന്തെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ Q is directly proportional to R വഴിയാണ് നിങ്ങൾ ആ ക്വസ്റ്റിനെ സോൾവ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ക്വസ്റ്റൻ നമ്മൾ അവസാനം ചെയ്യും. അതാ പറഞ്ഞത്, അവസാനം നല്ല ക്വസ്റ്റൻസ് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ലെവലിൽ നിന്ന് ക്വസ്റ്റൻ ചെയ്യാം. അപ്പോൾ എന്താ പറയുന്നത്? ആദ്യം C സ്ഫിയർ നമ്മൾ എയിനായിട്ട് മുട്ടിച്ചു. അപ്പോൾ ആ മുട്ടിക്കിനാണ് കാണിക്കുന്നത്. ഓക്കെ, എയിനായിട്ട് മുട്ടിച്ചു. എൻ്റെ എത്ര ചാർജ് ഉണ്ടായിരുന്നു പിള്ളേ? Q ചാർജ് ഉണ്ടായിരുന്നത്. സീൻ്റെ എന്തെങ്കിലും ചാർജ് ഉണ്ടായിരുന്നോ? ഒരു ചാർജ് ടിഷ്കാ മുട്ടിച്ചു. സീൻ്റെ 0 ചാർജ് ആയിരുന്നു. അപ്പോൾ Q ചാർജ് ഉണ്ട്, 0 ചാർജ് ഉണ്ട്. മുട്ടിച്ച് കഴിഞ്ഞ് വിട്ടാൽ രണ്ടാളും എന്ത് ചാർജ് ഉണ്ടാവുക? ഈക്വൽ ചാർജ് ആയിരിക്കണം, മൊത്തം Q ചാർജ് ആയിരിക്കണം. അപ്പോൾ എന്താ ഉണ്ടാവുക? Q/2. നമുക്കുള്ള ചാർജ് സാധനം എടുത്ത് നോക്കുക, ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇനിയിപ്പോൾ എയുടെ ചാർജ് ഇപ്പോൾ എത്രയായി? എയുടെ ചാർജ് എന്തായി മക്കളെ? A', പുതിയ A' ചാർജ് എന്തായി? Q/2 ചാർജായി. സിയുടെ ചാർജ് എന്തായി? സിയുടെ ചാർജ് എന്താടാ? Q/2 ചാർജായി. ഇതാണ് എനായിട്ട് മുട്ടിച്ച് കഴിഞ്ഞാൽ നടക്കുന്ന സിനാരിയോ. അപ്പോൾ A' ചാർജ് Q/2 ആണ് എന്നുള്ള ഒരു നോളേജ് എനിക്ക് കിട്ടി. ഓക്കെ, ഇനി C, ഈ Q/2 ഉള്ള C നോക്കി, അതാണ് പറയുന്നത്. ദ C ഈസ് ഫസ്റ്റ് ടച്ച് ടു A then to B. അപ്പോൾ എനായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? Q/2 ചാർജ് കിട്ടി. ഇനി ഈ Q/2 ചാർജ് ഉള്ള മച്ചാനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നതാ? നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻ്റെ സ്പേസ് മാനേജ്മെൻറ്റ് ഭയങ്കര ബാഡല്ലേ, ശ്രദ്ധിക്കാം. ഓക്കെ, റെഡിയാക്കി വരാം.
ഇനി ഈ Q/2 ചാർജുള്ള ഈ സി സ്ഫിയറിനെയാണ് ഞാൻ എത്ര ചാർജുള്ള Q ചാർജുള്ള ബി സ്ഫിയറായിട്ട് മുട്ടിക്കുന്നത്. ഇനി മുട്ടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവർക്ക് രണ്ടാക്കും എന്തായിരിക്കണം? സെയിം ചാർജ് ആയിരിക്കണം അല്ലേ? മുട്ടിച്ച് കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ സെയിം ചാർജ് ആയിരിക്കണം. ആകാശത്ത് നിന്ന് ചാർജ് വരാനുമില്ല. അവർ നമ്മളെ ചാർജ് കറക്റ്റ് ഈക്വലി ഷെയർ ചെയ്യണം. അതല്ലേ മക്കളെ? 2Q ചാർജ് ഇവൻ്റെ കയ്യിൽ മൊത്തം 2Q ചാർജ് ഇവൻ്റെ 0 ചാർജിന് ഈക്വലി ഷെയർ ചെയ്യുക. ഒന്ന് നീ എടുത്തോ, ഒന്ന് ഞാൻ വെക്കാം. 4Q ചാർജ് ഒരാളെ കയ്യിലുണ്ട്, ഈക്വലി മുട്ടിച്ച് കഴിഞ്ഞു, ഈക്വലി ഷെയർ ചെയ്യുക. നീ 2 വെച്ചോ, ഞാൻ 2 വെക്കാം. ഒക്കെ അപ്പോൾ മൊത്തത്തിലുള്ള സാധനം കറക്റ്റ് വീതിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ എത്ര സാധനമാണ് ഉള്ളത്? രണ്ടും മുട്ടിക്ക് മൊത്തത്തിൽ എത്ര ചാർജാണ് ഉള്ളത്? Q/2 + Q ദാറ്റ് ഇസ് എത്ര വരിക? 3Q/2 ചാർജാണ് മൊത്തത്തിലുള്ളത് അല്ലേ? ഈ 3Q/2 രണ്ടാൾ കറക്റ്റ് എന്ത് ചെയ്യും? വീതിച്ചെടുക്കും. എന്ന് വെച്ചാൽ ഒരാൾ 3Q/2/2 ഒരാൾ വെക്കും, മറ്റാൾ 3Q/2/2 എന്ന് വെച്ചാൽ 3Q/4 ചാർജ് രണ്ടാളും വെക്കും. മനസ്സിലാവുന്നുണ്ടോ? 3Q/2 എന്ന് പറഞ്ഞാൽ എത്ര മക്കൾ? 1.5. 1.5ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/4. അപ്പോൾ ഒരാളിൽ 3/4 ഉണ്ടാവും, മറ്റേ 3/4 ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ വീണ്ടും 0.5x പറയുകയാണെ, കണ്ടക്ഷൻ ഐഡന്റിക്കൽ ബോഡീസിൻ്റെ കണ്ടക്ഷൻ പരിപാടിയിലാണെങ്കിൽ ഒരു അൺചാർജ് സ്ഫിയറിനെ വേറൊരു അൺചാർജിലെ എന്തെങ്കിലും 2 ചാർജ് തമ്മിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ ടോട്ടൽ ചാർജിനെ Q1 + Q2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജിനെ /2 ആണ് രണ്ടാളുടെ കയ്യിൽ ഉണ്ടാവുക. ഓക്കെ, അതാണ് ഐഡിയ. ഐഡിയ എന്താ? ഒരു Q1 ചാർജുള്ള സ്ഫിയറും ഒരു സ്ഫിയറല്ല എന്തോ ബോഡി Q2 ചാർജിൽ ഐഡൻറ്റിക്കൽ ബോഡീസ് വന്ന് കൂട്ടിമുട്ടിയാൽ എന്താണ്ടാവുക? രണ്ടാളിൽ അവസാനം എന്താ ഉണ്ടാവുക? Q1 + Q2/2 ഇത് ഈക്വലി ഷെയർ ചെയ്യുക. രണ്ടാളിൽ അതാണ് ഉണ്ടാവുക. അത് നമ്മൾ ഇത്രയും നേരം ചെയ്തേ. 2Q അല്ല 2Q അല്ല സോറി 3Q ചാർജിനുള്ള മുട്ടിച്ചു. അപ്പോൾ ടോട്ടൽ എത്ര ഉള്ളത്? 5Q ചാർജുള്ളത്. 5Q ചാർജ് കറക്റ്റ് വീതിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരാളിൽ 2.5 ഉണ്ടാവും, മറ്റാളിൽ 2.5 ഉണ്ടാവും. അപ്പോൾ ആ പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ Q/2 ആഡ് ചെയ്യുമ്പോൾ എത്ര? 3Q/2. അപ്പോൾ 3Q/2 രണ്ടാളും ഹാഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രയാവും? സീൻ്റെ കയ്യിൽ പുതിയ സീൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ടാവുക? 3Q/4 മുട്ടിച്ച് കഴിഞ്ഞ ശേഷം 3Q/4 ചാർജ് ഉണ്ടാവും. നമ്മൾ പുതിയ B' ഇപ്പോൾ എത്രയായി മക്കളെ? 3Q/4 ചാർജ് ആയി B'. അപ്പോൾ B' ചാർജ് എത്രയാണ്? 3Q/4. ഇവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉള്ളത്? 3Q/4. ഏതാ മക്കളെ ക്വസ്റ്റ്യൻ? ഇനി നിങ്ങൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തൊക്കെ? F' ഇക്വേഷൻ എന്തൊക്കെ? F' ഈസ് ഈക്വൽ ടു K × Q/2 × 3Q/2 എത്ര വരിക? 3Q² / 8 × R². അല്ലേ? നോക്കിക്കേ, ഈ സാധനം എന്താ? ഇഷ്ക ഇത്രയും സാധനം എന്താ F അല്ലേ? അപ്പോൾ നോക്കിക്കേ, F' ഈസ് ഈക്വൽ ടു 3/8 × F. ടോപ്പ് ക്ലാസ് ക്വസ്റ്റ്യൻ, നല്ലൊരു ലെവൽ 2 ക്വസ്റ്റ്യൻ. മനസ്സിലാവുന്നുണ്ടോ? പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത് വട്ടമായിട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. അടുത്ത ദിവസം മക്കൾ പറഞ്ഞേ, 3 charges plus Q and plus Q are placed respectively at a distance O0, d/2 and d from the origin on the axis. If the net force experienced by plus Q placed at x is equal to 0 is 0, then the value of Q is. Okay, അപ്പോൾ ആ അറേഞ്ച്മെൻറ്റ് നമുക്കൊന്ന് വരച്ചേക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ് ആക്സിലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് എക്സ് ആക്സിസ് വരച്ചു. ഓക്കെ, ഒറിജിനിൽ നിന്ന് ഏതൊക്കെ ദൂരം പറഞ്ഞേ? ഒറിജിനിൽ നിന്ന് d/2 ദൂരം ഒന്ന്, മൊത്തം d ദൂരത്തിൽ വേറെ ഒന്ന്. ഒറിജിനൽ ആരെ വെച്ചേ? ഒറിജിനൽ പ്ലസ് Q ചാർജിനെ വെച്ചു, ഇവിടെ Q ചാർജിനെ വെച്ചു, ഇവിടെ വേറെ എന്ത് ചെയ്തു? ഒരു പ്ലസ് Q ചാർജിനെ വെച്ചു. ഓക്കെ, ഇവർ രണ്ടാണ് നമ്മളുടെ ദൂരമാണ് d. ഓക്കെ, എങ്ങനെയാണ് തന്നിട്ടുള്ള? ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇഫ് ദ നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദി പ്ലസ് Q ചാർജ് പ്ലേസ് അറ്റ് x is equal to 0, ഒറിജിനൽ വെച്ച സാധനം ഈ 0, ഇവിടെ ആക്ട് നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ വാല്യൂ ഓഫ് Q എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ആക്ട് നെറ്റ് ഫോഴ്സ് ഏതൊക്കെയാണ് പറഞ്ഞേ? നിങ്ങൾ ആലോചിക്കേ, രണ്ട് പ്ലസ് Q ആണല്ലേ, -Q അല്ലല്ലോ, ഒക്കെ പ്ലസ് Q. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ പ്ലസ് Q ഈ Q എന്താ ചെയ്യുക? അലോങ് ദി ലൈൻ റിപ്പൾഷൻ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ ഇവിടെ ആക്ട് നെറ്റ് ഫോഴ്സ് 0 എന്ന് പറയുകയാണെങ്കിൽ നിസ്സംശയം നമുക്ക് മനസ്സിലായി ഇവൻ എന്തായിരിക്കണം? മൈനസ് ആയിരിക്കണം. എന്നാലേ എന്ത് വരുള്ളൂ? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുള്ളൂ, എന്നാലേ ഓപ്പോസിറ്റ് പരിപാടി വരുള്ളൂ, എന്നാലേ ക്യാൻസലേഷൻ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും കണ്ണും പൂട്ടി, ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ പഠിക്കുക. കണ്ണും പൂട്ടി നമുക്ക് ഓപ്ഷൻ 2 അല്ല, ഓപ്ഷൻ 3 അല്ല എന്ന് പറയാം. സാർ ഒന്നും മനസ്സിലായില്ല. നമ്മൾ നോക്കടാ, ഈ പ്ലസ് ക്യൂം നമ്മളെ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ എനിക്ക് അറിയാം, തള്ളണം. ഈ ക്യൂടെ ചാർജ് എന്താണ്? പ്ലസ് ആണോ ഇതെന്തെന്നാണ് ചോദിച്ചേ അല്ലേ? ഇത് പ്ലസ് ആണോ മൈനസ് ആണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് ആലോചിച്ചാൽ മനസ്സിലായി. ഇവൻ ഇങ്ങോട്ട് തള്ളി, അത് നെറ്റ് ഫോഴ്സ് ഇവിടെ 0 ആണെങ്കിൽ ഈ കമ്പോണൻറ്റിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ കറക്റ്റ് ഓപ്പോസിറ്റ് വേറെ കമ്പോണൻറ്റ് ആക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇവർ നമ്മൾ എന്ത് വരണം? അട്രാക്റ്റീവ് ഫോഴ്സ് വരണം. ഇവർ നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സ് ഇവൻ പ്ലസ് ആണ്, ഇവൻ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് ആണ് ഉത്തരം എന്ന് എനിക്ക് ഇപ്പോഴേ മനസ്സിലായി.
അപ്പോൾ നോക്കിക്കേ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് എഴുതിക്കേ, ഈ ഫോഴ്സ് ഈ പ്ലസ് ക്യൂ തമ്മിലുള്ള ഫോഴ്സ് എന്ന് എഴുതിക്കേ എന്തായിരിക്കണം, കെ ക്യൂ സ്ക്വയർ എന്താ വരിക പറടാ, കെ ക്യൂ സ്ക്വയർ ബൈ ദൂരത്ര നമ്മൾ ദൂരത്രയാ ഡി സ്ക്വയർ ആണ്. ദിസ് ഷുഡ് ബി ഈക്വൽ ടു എന്താ ഈ ഫോഴ്സ്, നല്ല കറക്റ്റ് ബാലൻസ് കിടക്കുക. സാറേ ഒരു മൈനസ് സൈൻ മക്കളെ, മൈനസ് സൈൻ ആണ്, ഓപ്പോസിറ്റ് ആണ് എന്നാണ് വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് മൈനസ് സൈൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആവണ്ടേ, ഇവൻ 5 ആണെങ്കിൽ ഇവനും 5 ആവണ്ടേ, നല്ല ക്യാൻസലേഷൻ പരിപാടി നടക്കുള്ളൂ. അപ്പോൾ കെ ക്യൂ സ്ക്വയർ ബൈ ഡി സ്ക്വയർ ഷുഡ് ബി ഈക്വൽ ടു എന്താണ് മക്കളെ, കെ ക്യൂ ഇൻറ്റു സ്മോൾ ലെറ്റർ ക്യൂ ഡിവൈഡ് ബൈ ഇവിടെ നമ്മുടെ ദൂരം എത്രയാ d/2 ദി ഹോൾ സ്ക്വയർ. ഇത് സോൾവ് ചെയ്താൽ മതി, ഇത് സോൾവ് ചെയ്താൽ അപ്പോൾ വൃത്തിക്ക് എഴുതുമ്പോൾ എന്താ വരിക, കെ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ക്യൂ ഡിവൈഡ് ബൈ d/2 ദ ഹോൾ സ്ക്വയർ എത്ര വരിക, ഡി സ്ക്വയർ ബൈ 4 മുകളിലോട്ട് കയറി. ഓക്കെ അല്ലേ, ഡി സ്ക്വയർ പോച്ച് ക്യൂ പോച്ച്, ഒരു ക്യൂ പോച്ച്, കെ പോച്ച് എന്തൊക്കെ വെച്ചുള്ളത്, ക്യൂ ഈസ് ഇക്വൽ ടു 4 ഇൻറ്റു സ്മോൾ ലെറ്റർ ക്യൂ. അപ്പോൾ സ്മോൾ ലെറ്റർ ക്യൂ ഈസ് ഇക്വൽ ടു എത്ര വരിക, Q/4. അപ്പോൾ സാറേ പ്ലസ് Q/4, അപ്പോൾ നമ്മൾ കുത്തി ഓപ്ഷൻ സി. മക്കളെ ആലോചിക്ക് മൈനസ് അല്ല ഇവിടെ വരേണ്ടത് അല്ലേ, ഈ ക്യൂയുടെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് Q/4 ആണ്, അത് മൈനസ് സാധനമാണ്. സോ ആൻസർ എന്താ വരുന്നത്, മൈനസ് Q/4. സാറേ ഭയങ്കര കോംപ്ലിക്കേറ്റ് ആവുന്നുണ്ട്, ആദ്യമൊക്കെ നല്ലോണം മനസ്സിലായിരുന്നു, ഇപ്പോൾ സാറ് പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. മക്കളെ നോക്ക്, ഞാൻ ഇന്നത്തെ നിങ്ങളുടെ കമൻറ്റൊക്കെ കേട്ടപ്പോൾ സാർ ഹൈ ലെവൽ ക്വസ്റ്റ്യൻ മതി, അപ്പോൾ അങ്ങനത്തെ മക്കളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ഒന്ന് കയറ്റി പിടിച്ചതാണ്. ഓക്കെ, ഒരുപാട് കയറ്റി ഒരു പൊടിക്ക് കയറ്റി പിടിച്ചതാണ്. മക്കളെ ഇനി നിങ്ങൾക്ക് ഓക്കെ ഇനി കറക്റ്റ് അങ്ങനെ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അല്ലാണ്ട് ചെയ്യാം. ഇപ്പം എനിക്കറിയില്ല, ഓക്കെ ഞാൻ അങ്ങനെ ബുദ്ധിപരമായിട്ടൊന്നും ആലോചിക്കണില്ല. ഇപ്പോൾ ഈ സാധനം ഞാൻ ഒന്ന് പറഞ്ഞുതരാം, ഞാൻ ഇപ്പോൾ പറഞ്ഞ വഴി ഒന്ന് പറഞ്ഞുതരാം, അല്ലാതെ വേറൊരു വഴി കൂടി പറഞ്ഞുതരാം. എനിക്കറിയാം എന്താണ് ഇത്, പ്ലസ് ക്യൂ ചാർജ്, ഇത് പ്ലസ് ക്യൂ റിപ്പൾഷനാണ് സംഭവിക്കേണ്ടത്. ഈ കമ്പൗണ്ട് കറക്റ്റ് ക്യാൻസൽ ചെയ്യുന്ന ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. ഓപ്പോസിറ്റ് ഇവർ തമ്മിൽ ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതാണ്, ഇത് എന്തായാലും മൈനസ് ക്യൂ, കാരണം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വന്നാലേ ഓപ്പോസിറ്റ് ആവുള്ളൂ, ഇവർ തമ്മിൽ എന്താവുള്ളൂ നമ്മൾ അട്രാക്ഷൻ വരും, അപ്പോൾ ഇത് ക്യാൻസൽ ആവണമെന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് രണ്ടിനും മാഗ്നിറ്റ്യൂഡ് സെയിം, അപ്പോൾ മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ എഴുതി, കെ ക്യൂ സ്ക്വയർ ബൈ ഡി സ്ക്വയർ ആണ് ഇവർ രണ്ടാളും തമ്മിലുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇവർ രണ്ടാളും നമ്മുടെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരെ കെ ക്യൂ ഡിവൈഡ് ബൈ d/2 സ്ക്വയർ ആണ്. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ക്യൂ ഇസ് ഇക്വൽ ടു ക്യൂയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ Q/4 ആണ്. ഇത് Q/4 ഓക്കെ, അപ്പോൾ എനിക്കറിയാം ക്യൂ നെഗറ്റീവ് ആയിരിക്കണം, മൈനസ് Q/4 ആണ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി. ഇനി നിങ്ങൾക്ക് എന്താ പറയുക, ഇക്വേഷൻ തന്നെ ആ മൈനസ് സാധനം വരണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്താണ് ഇക്വേഷൻ പരമായിട്ട് നേരെ മൈനസിലോട്ട് എത്തുകയാണ്. നേരത്തെ ബുദ്ധി ഒന്നും ആലോചിക്കുന്നത്, അട്രാക്ഷൻ ആവണ്ടേ, ഓപ്പോസിറ്റ് ആവണ്ടേ, ക്യാൻസലിങ് ആവണ്ടേ, അങ്ങനെ ഒന്നും ഇല്ലാതെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് അപ്രോച്ച് ചെയ്യണം. അതൊന്ന് നോക്കാം, രണ്ട് വഴിയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചാർജ്, പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്, ഒരു സ്മോൾ ലെറ്റർ ക്യൂ ചാർജ് ഉണ്ട്, വേറൊരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട് അല്ലേ. ഇവർ തമ്മിലുള്ള ദൂരം d/2 ആണ്, ഇവർ തമ്മിലുള്ള ദൂരം d ദൂരമാണ്. ഓക്കെ, എനിക്കറിയാം എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പോൾ ഇവരിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സാണ് എനിക്കറിയാനുള്ളത്, ഇവർ തമ്മിലുള്ള ഫോഴ്സ് അല്ലേ, F1 ഫോഴ്സ് ഉണ്ട്, ഒരു F2 ഫോഴ്സ് ഉണ്ട്, വെക്ടറൊക്കെ പറഞ്ഞ് എഴുതുക, F1 പ്ലസ് ഫോഴ്സ് പ്ലസ് F2 ഫോഴ്സ് ഇക്വൽ ടു 0. F1 ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവർ രണ്ടാണ് നമ്മളുടെ ഫോഴ്സ്, F2 ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ നമ്മളുടെ ഫോഴ്സ്. ഡയറക്ഷൻ ഞാൻ ആലോചിക്കുന്നില്ല. ഓക്കെ ഫൈൻ. അപ്പോൾ നോക്കിയേ, F1 ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഞാൻ എങ്ങനെ എഴുതുക, ഇവർ നമ്മളുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഞാൻ എങ്ങനെ എഴുതുക, കെ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഒരു പ്രശ്നമില്ല. F2 ഫോഴ്സിനെ ഞാൻ എങ്ങനെ എഴുതുക, ഇസ് ഇക്വൽ ടു കെ ക്യൂ ഡിവൈഡ് ബൈ, ഇവർ നമ്മുടെ ദൂരം എത്ര വരിക, d/2 ദ ഹോൾ സ്ക്വയർ, അപ്പോൾ d സ്ക്വയർ ബൈ 4. ദിസ് ഷുഡ് ബി ഈക്വൽ ടു എന്താ വരിക, 0. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്ത് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൈനസ് സാധനം വന്നു. അപ്പോൾ ഇക്വേഷൻ എന്താ വരിക, കെ ക്യൂ സ്ക്വയർ ബൈ ഡി സ്ക്വയർ ഈസ് ഇക്വൽ ടു -4 കെ ക്യൂ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ. ഡി സ്ക്വയർ പോയി, കെ പോയി, ഒരു ക്യൂ പോയി, മിച്ചം എന്താ ഉണ്ടാവുക, ക്യൂ ഈസ് ഇക്വൽ ടു -4 സ്മോൾ ലെറ്റർ ക്യൂ. ഓക്കെ, അപ്പോൾ Q/4 മൈനസ് ആണ് എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയും. ഇങ്ങനെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, വെക്ടർ ബേസ് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. മറ്റേ കുറച്ച് ലോജിക്കലി നമ്മൾ ചെയ്തു, രണ്ടും സെയിം ഉത്തരം. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. മക്കൾ ഓക്കെ അല്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. നോക്കി മക്കളെ, 2 positive ions each carrying a charge Q are separated by a distance d. If F is the force of repulsion between the ions, then the number of electrons missing from each ion will be. എന്നാണ് ചോദ്യം. നല്ല ക്വസ്റ്റ്യൻ. ഒന്ന് പോസിൻ്റെ മക്കളും ചെയ്തേ, നോക്കി, 2 ചാർജ്. ഓക്കെ, ഒരു ക്യൂ ചാർജ് ഉണ്ട്, മക്കളെ ഈ വീഡിയോ ലെങ്ത്ത് കുറച്ച് കൂടി വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇക്വിലിബ്രിയം എന്നുള്ള സാധനം നമുക്ക് അടുത്ത ഇലക്ട്രിക് ഫീൽഡിനൊപ്പം ചെയ്യാം. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻ കൊണ്ടുവന്നും ചെയ്തു. ഓക്കെ, ഇക്വിലിബ്രിയം എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാർട്ടിൽ ഇലക്ട്രിക് ഫീൽഡിനൊപ്പം ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കി മക്കളെ, 2 ചാർജ്.
ഓക്കെ, രണ്ട് പോസിറ്റീവായിട്ടുള്ള ചാർജ് ഉണ്ട്, ക്യൂ ക്യൂ എന്ന് പറയുന്ന രണ്ട് ചാർജ്. ഓക്കെ, പോസിറ്റീവാണ്. ഇത് നമുക്കറിയാം എന്താ ഫോഴ്സ് ഓഫ് റിപ്പൾഷനാണ് ഉണ്ടാവുക. ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് d if f is a force acting between the ions. അപ്പോൾ നമുക്കറിയാം എഫ്, അപ്പോൾ എഫിൻ്റെ ഇക്വേഷൻ ഞാൻ എങ്ങനെ എഴുതുക? എഫ് ഇസ് ഇക്വൽ ടു കെ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ആണ്. ഓക്കെ ഫൈൻ. ഓക്കെ ഫൈൻ. ഇനി എന്താ പറയുന്നത്? റിപ്പൾഷൻ ബിറ്റ്വീൻ ദി അയൺസ്. ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മിസ്സിംഗ് ഫ്രം ഈച്ച് അയോൺ വിൽ ബി. സാറേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മിസ്സിംഗ്, മക്കളെ ഇതൊക്കെയാണ്, എല്ലാ സൈൻ ഇൻ്റർ കണക്റ്റഡ് ആണ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ക്യൂ ഈസ് ഈക്വൽ ടു പ്ലസ് എൻ ഇ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എഴുതാം. വേർ എൻ ഈസ് വാട്ട്? ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മിസ്സിംഗ്. ഡെഫിഷ്യൻ്റ് ആണ് ഇലക്ട്രോൺസ്, അപ്പോഴാണ് ഒരു സാധനത്തിന് പോസിറ്റീവ് സാധനം കിട്ടുക അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്യൂനെ എൻ ഇ എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ നോക്കിക്കേ, എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എൻ ഇ, ഒരു ക്യൂ എന്ന് പറഞ്ഞാൽ എൻ ഇ ആണ്, എൻ ഇ ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഴുതിക്കൂടെ? സാറേ എഴുതാമല്ലോ. ഇവിടെ നമ്മൾ എന്താ ചോദിക്കുന്നത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ എൻ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ എൻ ഇഞ്ഞ് കണ്ടുപിടിച്ചൂടെ? എന്താ പണിയുള്ളത്? അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? എഫ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ കെ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ഇ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയർ കൂടി ഇങ്ങോട്ട് വരുമ്പോൾ എന്താ വരിക? എഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ. അപ്പോൾ എന്താ വരിക? ഇതിൻ്റെ റൂട്ട് പരിപാടി. അപ്പോൾ 1/4πε0 കൂടെ, അപ്പോൾ കെയുടെ വാല്യൂ 1/4πε0, 1/4πε0 മേലോട്ട് കയറും. അപ്പോൾ വൃത്തിക്ക് എഴുതുമ്പോൾ എന്താ വരിക? 4πε0 എഫ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ ഇ സ്ക്വയറുടെ റൂട്ടാണ് എന്തെന്ന് പറയുന്നത്? എൻ എന്ന് പറയുന്നത്. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സാധനം എന്താ വരിക? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 3 അല്ലേ? ഓപ്ഷൻ 3 കൊടുക്കുള്ളേ. ഓപ്ഷൻ 3. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു വഴിയിലും ചെയ്യാം. എങ്ങനെ ചെയ്യലുണ്ടാവുക? ഇതേ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യലുണ്ടാവുക? ഒന്ന് ആലോചിക്കേ, എങ്ങനെയാണ് ചെയ്യലുണ്ടാവുക? ഇതേ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ചെയ്യാം. എങ്ങനെയാണ് ചെയ്യലുണ്ടാവുക? മക്കളെ ഡയമെൻഷൻ വഴി. മക്കളെ നമ്മളൊരു ഉത്തരം മുട്ടിയാൽ ഒരേ ഒരു വഴി മാത്രം നമുക്ക് ക്വസ്റ്റ്യൻ അപ്രോച്ച്. ഇഷ്ടം പോലെ വഴികളുണ്ട്, അതൊക്കെ ഡീറ്റെയിലായി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയം നോക്കിക്കേ, എല്ലാ ഓപ്ഷനും നോക്കിക്കേ, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വേറെ വേറെ പവറാണ്, റൂട്ടാണ്, ഡയമെൻഷനലി ഡിഫറെൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? നമ്മുടെ എന്താ കണ്ടുപിടിക്കുക പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് എന്ത് ഡയമെൻഷൻ ഉണ്ടാവും? ഒരു ഡയമെൻഷൻ ഉണ്ടാവില്ല. ഇതൊരു ഡയമെൻഷൻ ഇല്ലാത്ത എൻറ്റിറ്റി ഏതാവും നിങ്ങൾ നോക്കി നോക്കിക്കേ, ഇതേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, കാരണം എല്ലാം ഡയമെൻഷൻ ഡിഫറെൻ്റ് ആണ്. ക്യൂ സ്ക്വയർ ഇത് റൂട്ടാണ്. ഓക്കെ, ഒന്ന് നോക്കി നോക്കാം. അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. ദ ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ ഡ്യൂ ടു ദി മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ വെൻ ദേ ആർ 1.6 ആംസ്ട്രോങ് അപ്പാർട്ട് ഈസ് എന്നാണ് ചോദ്യം. എന്താ പറഞ്ഞത്? ദി ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ ഡ്യൂ ടു മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോൺ ആൻഡ് എ പ്രോട്ടോൺ വെൻ ദേ ആർ 1.6 ആംസ്ട്രോങ് അപ്പാർട്ട്. അപ്പോൾ നോക്കിക്കേ, ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഒരു പ്രോട്ടോൺ ഉണ്ട്. ഇവിടെ നമ്മൾ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കൂളുംബ്സ് ലോ വെച്ച് കണ്ടുപിടിക്കാം. കൂളുംബ്സ് ലോ എന്താ പഠിക്കുന്നത്? കൂളുംബ്സ് ലോ എന്താ പറയുന്നത്? കെ Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ് ഫോഴ്സ്. ഇവിടുത്തെ ആക്സിലറേഷൻ എത്രയെന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ എഫിനെ എന്ത് എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യാം? മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞ് എഴുതാം. നമ്മുടെ ആരുടെ ആക്സിലറേഷനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ നമ്മൾ മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ ആണ് പരിപാടി കൊടുത്താൽ നമുക്ക് കണ്ടുപിടിച്ചൂടെ? അട്രാക്ഷനാണ് അല്ലേ? രണ്ട് ഫോഴ്സ് ഇങ്ങനെ അട്രാക്ഷൻ നിൽക്കണേ, അടുങ്ങി നിൽക്കുമോ, വലിക്കുക. അപ്പം ഇലക്ട്രോൺ പ്രോട്ടോൺ രണ്ടാൾ ഒരുമിച്ച് വരും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം, ഇലക്ട്രോണിൻ്റെ മാസ് ഡിവൈഡ് ആണ് ഫോഴ്സ് പറഞ്ഞ ഇതാ അല്ലേ? എഫ് ഇസിക്കൽ ടു എം എ എന്ന് പറഞ്ഞാൽ എഴുതിയതാണിത്. വാല്യൂസ് കൊടുക്കുക, പരിപാടി തീർന്നു. വാല്യൂസ് മര്യാദയ്ക്ക് കൊടുക്കുക. അപ്പോൾ കെയുടെ വാല്യൂ എന്താണ്? 9 × 10⁻⁹ അല്ലേ? പ്രോട്ടോണിൻ്റെ ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജ് രണ്ടാളും എന്താണ്? 1.6 × 10⁻⁹ അല്ലേ? അതിൻ്റെ സ്ക്വയർ. ഓക്കെ, 1.6 × 10⁻⁻⁹ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ Q1 Q2 അതാണ് എഴുതിയിട്ടുള്ളത്. ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇവർ നമ്മുടെ ദൂരം എത്ര തന്നിട്ടുള്ളത്? 1.6 ആംസ്ട്രോങ് ആണ് കേട്ടോ. സോ 1.6 × 10⁻⁻10 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇസിക്കൽ ടു മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാ? 9.1 × 10⁻31 ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ. മാത്തമാറ്റിക്സ് ചെയ്യുക, പരിപാടി തീർന്നു അല്ലേ? മാത്തമാറ്റിക്സ് എന്ത് ചെയ്യുക? ഈ 1.6 സ്ക്വയറും ഈ 1.6 സ്ക്വയറും വെട്ടാം. ഈ 9ഉം ഏകദേശം വെട്ടാം. ഇനി 10ൻ്റെ പവറൊക്കെ ഉള്ള കളികൾ കളിച്ച്. അപ്പോൾ 10ൻ്റെ പവർ എന്തൊക്കെ വരിക? ഇവിടെ എന്തൊക്കെ വരിക? 10⁻9 ഉണ്ട്. ഇവിടെ എന്താ ഉണ്ടാവുക? 10⁻38 വരും. 10⁻38 വരും. ഡിനോമിനേറ്റർ എന്താ ഉള്ളത്? 10⁻20 ഉണ്ട്. ദാറ്റ് ഈസ് ഇക്വൽ ടു ഇവിടെ 10⁻31 ഇൻറ്റു ആക്സിലറേഷൻ ഉള്ള പരിപാടി ഉണ്ട്. മാത്തമാറ്റിക്സ് ഒന്ന് ചെയ്തേ.
ഓക്കെ, ഇതും വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര ബാക്കി ഉണ്ടാവുക? 10⁻⁻7 ബാക്കി ഉണ്ടാവുക അല്ലേ? 10⁻⁷ ഇതും വെട്ടിക്കഴിഞ്ഞാൽ എത്ര ബാക്കി ഉണ്ടാവുക? 10⁻² ബാക്കി ഉണ്ടാവുക. ഇപ്പം മേഘോട്ട് കയറുമ്പോൾ എത്ര ആവുക? 10⁻20 10+20 ആവും, 10+20 ആവും, 10⁻20 മൊത്തത്തിൽ എത്രയാവുക? 10⁻22 ഈസ് ഇക്വൽ ടു ആക്ഷൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞ് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ ആൻസർ വിൽ ബി വാട്ട്? ഓപ്ഷൻ 3. ഓക്കെ, ഐ ഹോപ്പ് മൈ മാത്തമാറ്റിക്സ് ഇസ് ക്ലിയർ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ അല്ലേ മക്കളെ? അധികം വലിച്ചു നീട്ടുന്നില്ല, അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. ഒരുപാട് വീഡിയോ ഇങ്ങനെ ലെങ്തീഷ് ആയിട്ട് വരുന്നത്. ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ദിസ് വീഡിയോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം കണ്ടീഷനും ഓക്കെ, രണ്ട് ലൈക്ക് ചാർജ് വെക്കുമ്പോൾ എവിടെയാണ് ന്യൂട്രൽ പോയിന്റ് വരുന്നത്, അൺലൈക്ക് ചാർജ് വെക്കുമ്പോൾ എവിടെയാണ് ന്യൂട്രൽ പോയിന്റ് വരുന്നത് എന്നുള്ള പരിപാടി. അത് കഴിഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, പിന്നെ ഇലക്ട്രിക് ഫീൽഡിന് പോയിന്റ് ചാർജ് വരുമ്പോൾ എന്തൊക്കെയാണ് പരിപാടി, പിന്നെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് വേഴ്സസ് എക്സ് ഗ്രാഫ്, വെരി ഇമ്പോർട്ടൻറ്റ്, എക്സ് ഗ്രാഫുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, പിന്നെ കുറച്ച് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു റിംഗ് ആർക്കൊക്കെ വരുമ്പോൾ എന്താ ജനറൽ ഐഡിയ എന്താണ് എന്ന രീതിയിലൊക്കെ കംപ്ലീറ്റ് സാധനങ്ങൾ. ഓക്കെ അല്ലേ? നമ്മുടെ ഒരു നീറ്റ് കുട്ടിന് വേണ്ട എല്ലാ സാധനവും, ഇലക്ട്രോസ്റ്റാറ്റിക്സ് വേണ്ട അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഈ സീരീസിൽ പറയും. ഓക്കെ അല്ലേ മക്കളെ? ഞാൻ നോക്കി, ടോട്ടൽ ചാർജ് Q is broken into two parts, Q1 and Q2, and they are replaced and are placed at a distance r from each other. The maximum force of repulsion between them will be. ഇത് ചില കുട്ടികൾ കാണാപ്പാടം പഠിച്ചു വെക്കും. എന്താണ്? ഓപ്ഷൻ 4 ആണ്. ഓക്കെ, നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ എവിടെയും ചെയ്തിട്ടുണ്ട് മക്കളെ? ഗ്രാവിറ്റേഷൻ എന്ന പാട് ചെയ്തിട്ടുണ്ട്. M എന്നുള്ള മാസ് സ്പ്ലിറ്റായി, എങ്ങനെയോ സ്പ്ലിറ്റായി കഴിഞ്ഞാൽ അവർക്ക് എന്തേ പാടുള്ളൂ? മാക്സിമം ഫോഴ്സ് വരണമെങ്കിൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഇവിടെ സ്പ്ലിറ്റ് ആവേണ്ടത്? ഒരു 5 കിലോ ഉണ്ട്, 5 കിലോ എങ്ങനെ സ്പ്ലിറ്റ് ആണോ? 1 കിലോ 4 കിലോ ആയിട്ട് സ്പ്ലിറ്റ് ആണോ? 2 കിലോ 3 കിലോ ആയിട്ട് സ്പ്ലിറ്റ് ആണോ? 2.5 ആയിട്ട് സ്പ്ലിറ്റ്, എങ്ങനെ സ്പ്ലിറ്റ് ചെയ്താലാണ് ഇവരുടെ ഇടയിൽ മാക്സിമം ഫോഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നിങ്ങളവിടെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് M/2 ആവുക. പക്ഷെ അങ്ങനത്തെ ഒരു കാണാപ്പാടം പഠിത്തോ ഇതിങ്ങനെയൊക്കെയാണ് എന്നുള്ള പഠിത്തം പഠിക്കാൻ വേണ്ടി പാടില്ല. എങ്ങനെയാണ് ആ സാധനം വന്ന് നമുക്ക് അറിയന്നെ വേണം. ഓക്കെ, നമുക്കൊന്ന് എഴുതാം. ഓക്കെ, എന്താ പറയുന്നത്? ഒരു Q ചാർജ് സ്പ്ലിറ്റായി. ഓക്കെ, ഇപ്പോൾ പഠിക്കുക. ഒരു Q ചാർജ് സ്പ്ലിറ്റായിട്ട് എങ്ങനെയായി? Q1 Q2 എന്ന് പറഞ്ഞ ചാർജായി. ഓക്കെ അല്ലേ? ലെറ്റ്സ് സേ ഇവൻ എക്സ് ചാർജാണ്. ഓക്കെ, ഇവൻ്റെ കയ്യിൽ എക്സ് കൂളും ഉണ്ടെന്ന് വിചാരിക്കുക. എക്സ് കൂളും ചാർജ് ഉണ്ട്. അപ്പോൾ ഇവനിൽ എത്ര ചാർജ് ഉണ്ടാവുക? Q - X കൂളും അല്ല ഉണ്ടാവുക അല്ലേ? ടോട്ടൽ Q കൂളും ഉണ്ടായിരുന്നു. ആ Q കൂളും ഇവൻ എക്സ് ആണെങ്കിൽ ഇവൻ Q - X അല്ലേ? സ്പ്ലിറ്റിംഗ് പരിപാടി അല്ലേ? ഓക്കെ, ഇനി ഇവൻ നമ്മൾ എന്താ ദൂരമുള്ളത്? D ദൂരമാണുള്ളത്. അപ്പോൾ ഞാൻ എഫിൻ്റെ ഇക്വേഷൻ എന്തൊക്കെ? എഫിൻ്റെ ഇക്വേഷൻ ഞാൻ എങ്ങനെ ചെയ്താൽ F = K × X കൂളും Q - X കൂളും ഡിവൈഡ് ബൈ D². ഒന്ന് വൃത്തിക്ക് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? F = K × QX - X² ഡിവൈഡ് ബൈ D². എന്തെങ്കിലും റോക്കറ്റ് സയൻസ് ചെയ്തോ? റോക്കറ്റ് സയൻസ് ചെയ്തില്ല. ഇനി നമ്മുടെ ചോദ്യം എന്താ മകളൊന്ന് പറഞ്ഞാൽ? നമ്മുടെ ചോദ്യം എന്താ? എക്സിൻ്റെ വാല്യൂ എന്തായാലാണ് എഫ് എന്ന് പറഞ്ഞ സാധനം മാക്സിമം ആവുക അല്ലേ? എങ്ങനെ സ്പ്ലിറ്റ് ആയാലാണ് ഫോഴ്സ് മാക്സിമം ആവുക അല്ലേ? എക്സിൻ്റെ വാല്യൂ എന്തായാലാണ് എഫ് മാക്സിമം ആവുക എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ മാത്സ് കൺസെപ്റ്റ് വരണം. ഓക്കെ, ഇങ്ങനത്തെ മാത്തമാറ്റിക്സ് നമുക്ക് അറിയണം. ഓക്കെ, ബേസിക് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ എടുത്തതുണ്ട്. മക്കൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മാത്സിൻ്റെ ക്ലാസ്സൊക്കെ എടുത്തിൽ ഇതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. സോ അവിടെയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ, നിങ്ങൾക്ക് ആർക്കും കാണാൻ ഞാൻ എൻ്റെ ഡ്രൈവിൻ്റെ ലിങ്ക് തരാം, അതൊക്കെ കാണാം. ഓക്കെ, വളരെ ഫ്രീ ആയിട്ടുള്ള റിസോഴ്സ് ഒക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നോക്കിയേ, ഞാൻ അതിന് മാത്സ് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോണേ. Y = എന്തോ എക്സിൻ്റെ ബേസിൽ എന്തോ ഒരു ഇക്വേഷൻ തന്നു, X² - 3X² X³ ഇങ്ങനത്തെ എന്തോ ഒരു ഇക്വേഷൻ തന്നു വെറുതെ വിചാരിക്കുക. X³ - 3X² അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചോ? ഓക്കെ, ഇക്വേഷൻ തന്നെന്ന് വിചാരിക്കാം. ഇനി ചോദിക്കുകയാണ്, എക്സിൻ്റെ വാല്യൂ എന്താവുമ്പോഴാണ് Y മാക്സിമം ആവുന്നത് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? Yനെ X വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, dy/dx ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വൽ ടു 0 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ എന്താണോ കിട്ടുന്നത് അതിന് 2 പോസിബിലിറ്റീസ് ഉണ്ട്. ആസ് പെർ മാത്തമാറ്റിക്സ് 2 പോസിബിലിറ്റീസ് ഉണ്ട്. അത് ആ വൈനെ മാക്സിമത്തിലോട്ട് എത്തിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, മിനിമത്തിലോട്ട് എത്തിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ മക്കൾ, ഇത് 2 or 3 വട്ടം കേൾക്കുക. ഓക്കെ, വൈയുടെ ഇക്വേഷൻ നമുക്ക് എക്സിൻ്റെ ബേസിൽ തരികയാണ്. അപ്പോൾ ചോദ്യം ചോദിക്കുന്നതാണ്, എക്സിൻ്റെ വാല്യൂ എന്താകുമ്പോഴാണ് വൈ മാക്സിമം ആവുന്നത് എന്നാണ് ചോദ്യം. എക്സിൻ്റെ വാല്യൂ എന്താകുമ്പോഴാണ് വൈ മാക്സിമം ആവുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇതിന് = 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂവിന് 2 പോസിബിലിറ്റി ഉണ്ട്. മാക്സിമം ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, മിനിമം ആവാനുള്ള പോസിബിലിറ്റി. എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ കൊണ്ടെടുത്താൽ വൈന് മാക്സിമത്തിലോട്ട് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. മിനിമം ആണെങ്കിൽ ആ വാല്യൂ എടുത്താൽ വൈന് എന്തെടുത്താൽ മിനിമം എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്കൊരു വാല്യൂ കിട്ടുള്ളൂ. അതിന് 2 പോസിബിൾ, ഒന്നെങ്കിൽ അത് മാക്സിമത്തിലോട്ട് എത്തിക്കും അല്ലെങ്കിൽ മിനിമത്തിലോട്ട്. ആരെ മാക്സിമം മിനിമത്തിലോട്ട് എത്തിക്കും? വൈന് എത്തിക്കും. ഇത് മാക്സിമം ആണോ മിനിമം ആണോ നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യാമെന്നറിയോ? ഇത് 2ാം വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യും. സെക്കൻഡ് വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ
ഓക്കെ നമുക്ക് പോസിറ്റീവാണ് പരിപാടി കിട്ടുന്നെങ്കിൽ ഇക്വേഷൻ നമ്മൾ എക്സെട്ര പോസിറ്റീവാണ് കിട്ടുന്നെങ്കിൽ ഓക്കെ നമുക്ക് കിട്ടിയ എക്സിൻ്റെ വാല്യൂ ഉണ്ടല്ലോ അത് മിനിമം ആയിരിക്കും. നമ്മളെ മാത്സാണ് പഠിപ്പിക്കുന്നത്, ഫിസിക്സ് ഒക്കെ മാറി മാത്സ് പഠിപ്പിക്കുന്നത്. ഓക്കെ നമുക്ക് നെഗറ്റീവാണ് ഇക്വേഷൻ വരുന്നെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും മാക്സിമം ആയിരിക്കും. ഇതാണ് മാത്സ് പരിപാടി, മാത്സ് റൂൾ. പക്ഷെ നമ്മൾ ഫിസിക്സിലോട്ട് വരുമ്പോൾ നമ്മൾ ഇക്വേഷൻസ് ആർ ഗീവൺ ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മൾ ഫസ്റ്റ് തൊട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ = 0 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവുക ആ സംഭവത്തിൽ എന്താണ് മാക്സിമമാണ് ചോദിച്ചാൽ മാക്സിമം കണ്ടുപിടിക്കാനോ മിനിമമാണ് മിനിമം വെച്ചാൽ അതിനനുസരിച്ചുള്ള വാല്യൂ നിങ്ങൾക്ക് കിട്ടലുണ്ടാവും. ഓക്കെ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഇപ്പം നമ്മൾ ഇതേ ബുദ്ധി ഇവിടെ കൊടുക്കുക. ഓക്കെ ആ പറഞ്ഞ സാധനം 2 or 3 വട്ടം ഒന്ന് കേൾക്കുക, ഞാൻ അതേ ബുദ്ധി ഇവിടെ കൊടുക്കുക. നമ്മൾ ചോദ്യം എന്താണ്, എഫ് മാക്സിമം ആണ്, ഇതുപോലെ വൈ മാക്സിമം ആവണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, ഇവൻ ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു, ഇതൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഓക്കെ അപ്പോൾ നോക്കിക്കേ, എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് എങ്ങനെ കിട്ടുക, df ഡിവൈഡഡ് ബൈ dx ഈസ് ഇക്വൽ ടു ഒക്കെ കോൺസ്റ്റൻറ്റാണ്, കെ പുറത്ത് d² പുറത്ത്. ക്യൂ എക്സിന് ഡിഫറൻഷ്യേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ വരിക, ക്യൂ ആണ് വരിക. എക്സ് സ്ക്വയറിന് ഡിഫറൻഷ്യേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ വരിക, 2x ആണ് വരിക. ഓക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇനി എന്താ പരിപാടി, ദിസ് ഈസ് ഇക്വൽ ടു 0 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതല്ലേ ഞാൻ പഠിപ്പിച്ചേ അല്ലേ. ദിസ് ഈസ് ഇക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ എങ്ങനെ സാധനം വരിക, ഇവരൊക്കെ അങ്ങോട്ട് പോകും. ക്യൂ മൈനസ് 2x ഈസ് ഇക്വൽ ടു 0. ക്യൂ ഈസ് ഇക്വൽ ടു എന്ത് കിട്ടി, 2x. എക്സ് ഈസ് ഇക്വൽ ടു നോക്കിക്കേ q/2. ഇതാണ് പരിപാടി. ഓക്കെ ഇനി നമുക്ക് q/2 എന്ന് പറഞ്ഞാൽ കുത്താം. ഞാൻ പറഞ്ഞു ഫിസിക്സിൽ ഇറ്റ് ഈസ് ഗിവൺ ഇൻ സച്ച് ദി ഇക്വേഷൻസ് ഗിവൺ ഇൻ സച്ച് വേ ദാറ്റ് അവരെന്താണ് മാക്സിമം ആണ് ചോദിക്കുന്നത്. ഒട്ടുമിക്കവും 99% മാക്സിമം ആണ് ചോദിക്കാറ്. മാക്സിമം ആണ് ചോദിക്കുന്നത് കറക്റ്റ് നമ്മൾ ഫസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ സാധനം കിട്ടുക. ഇനി നിങ്ങൾക്ക് സംശയം, ഇനിയിപ്പോൾ ഇത് മാക്സിമം തന്നെയാണോ സാറോ ഇനി മിനിമം ആണെങ്കിലോ, എന്താ സാർ എന്താ പഠിപ്പിച്ച്, ഈ ഇക്വേഷൻ നിങ്ങൾ രണ്ടാമത് എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഈ ഇക്വേഷൻ രണ്ടാമത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, രണ്ടാമത് ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, പറയും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് എന്താ, kd² പുറത്ത്. ക്യൂവിൻ്റെ ഡിഫറൻഷ്യേഷൻ എന്താ വരിക, 0. -2x ഡിഫറൻഷ്യേഷൻ എന്താ പറയുക, -2 വൃത്തിഗത ഇക്വേഷൻ എന്തായി, -2kd². ഇതാണ് എന്ത്, ഇതിൻ്റെ സെക്കൻഡ് ഡിഫറൻഷ്യേഷൻ അല്ലേ. സാധനം നോക്കിക്കേ, എന്താ സൈൻ എന്താ, മൈനസ്. അപ്പോൾ മൈനസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡിഫറൻഷ്യേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്, ആ വാല്യൂ എന്താണ് നമ്മളെ മാക്സിമത്തിലോട്ട് എത്തിക്കുന്ന പരിപാടിയാണ് എന്ന് മനസ്സിലാക്കുക. 2 or 3 വട്ടം മാത്സ് അറിയാത്ത കുട്ടി കേൾക്കുക, മാത്സ് അറിയുന്ന കുട്ടിക്ക് ഒരു വട്ടം കേട്ട ഈ സാധനം അറിയാം. ഓക്കെ അപ്പോൾ ഇതാണ് പരിപാടി. ഒരു ഇക്വേഷൻ തന്നു, ഇതോടെ നിർത്താണ്, ഈ ക്വസ്റ്റൻ നിർത്താണ്. ഒരു ഇക്വേഷൻ തന്നു വിത്ത് റെസ്പെക്ട് ഒരു വേരിയബിളാണ് ഇക്വേഷൻ ഉള്ളത്. ഈ വേരിയബിളിൻ്റെ വാല്യൂ എന്താവുമ്പോഴാണ് നമ്മുടെ ഈ ഇക്വേഷൻ ഈ പറയുന്ന y എന്ന് പറഞ്ഞ സാധനം മാക്സിമം എത്തുന്ന ചോദ്യമെങ്കിൽ ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് കിട്ടുക, = 0 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കറക്റ്റ് എക്സിൻ്റെ വാല്യൂ എന്താണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്താണ് കിട്ടുന്നത്. ഫിസിക്സിൽ കറക്റ്റ് അതിനനുസരിച്ചാണ് ക്വസ്റ്റ്യൻസ് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവുക. മാക്സിമം ആണെങ്കിൽ മാക്സിമം ആയിരിക്കും. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ സെക്കൻഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നെഗറ്റീവിലാണ് ഇക്വേഷൻ വരുന്നതെങ്കിൽ ഈ മാക്സിമം ആയിരിക്കും. ഇൻ കേസ് ഇവിടെ പോസിറ്റീവ് വന്നെന്ന് വിചാരിക്കുക, പോസിറ്റീവ് ആണെങ്കിൽ ഈ വാല്യൂ ഈ ഇക്വേഷനെ മിനിമത്തിലോട്ട് തന്നെ എത്തിക്കുക എന്ന് മനസ്സിലാക്കുക. സോ എന്തായാലും എക്സിൻ്റെ വാല്യൂ q/2 ആണെങ്കിൽ ഈ q - x എന്തായിരിക്കും, q - q/2 രണ്ടാണ് എന്തായിരിക്കണം, q/2 എന്നുള്ള സാധനത്തിലായിരിക്കണം. സോ ഓക്കെ, സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 4. സോ നമ്മൾ നല്ല നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കൺസെപ്റ്റ്സ് നമ്മൾ മാക്സിമം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത വീഡിയോ നമ്മൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞായിരിക്കും. സോ മക്കളെ നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസ് ഒക്കെ അറിയിക്കുക. ഒരുപാട് ലെങ്തിയായ വീഡിയോ കുറച്ച് ലെങ്തിയാണെന്ന് തോന്നി, മാക്സിമം സോറി. കാരണം നമ്മൾ മറ്റേ ആ സ്ക്വയറിൻ്റെ ക്വസ്റ്റിനെ കുറച്ച് മാത്തമാറ്റിക്സിലെ കുറച്ചൊന്ന് ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇനി നമുക്ക് മെല്ലെ കുറച്ചുകൂടി മാത്തമാറ്റിക്സ് സ്റ്റെപ്പൊക്കെ നമുക്ക് മെല്ലെ ഒന്ന് ചാടിച്ച് പറയുന്ന രീതിയിലോട്ട് നമുക്ക് കാര്യങ്ങൾ മാറ്റാം. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ നല്ല കമൻറ്റ് വാരി കൂരിയിടുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സോ ബൈ.